ഞാൻ ജനിച്ച് 19 ദിവസത്തിൽ എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ അതും സക്സസ്ഫുൾ ആയില്ല. അഗെയിൻ വീണ്ടും സർജറി സ്റ്റാർട്ട് ചെയ്തു. 5 വയസ്സ് മുതൽ എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. 2 hours ഐ ഹാവ് ടു കത്തീറ്ററൈസേഷൻ ഇടണം. അതിപ്പോൾ എവിടെയാണെങ്കിലും, ഏത് കാർഡിനകത്താണെങ്കിലും, എവിടെയാണെങ്കിലും. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 5 hours തന്നെ മാക്സിമം എനിക്ക് സർവ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഐ എം ഡെഡ്. എന്നെ 8 വയസ്സ് വരെ അമ്മ എടുത്തോണ്ടാണ് നടന്നിരുന്നത്. ഇവൻ 4ാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. അമ്മയ്ക്ക് ഈ ശ്വാസം മുട്ടുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് ഒരിക്കലും തോന്നലുണ്ടായി എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണം, അമ്മയ്ക്ക് ഒരു ഭാരം ആവരുതെന്നുള്ളൊരു വലിയൊരു ചേഞ്ച് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിൽ എന്നെപ്പോലെ ജനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ജനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതെന്ന്. നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജ്. അതാണ് ഞാൻ കാണുന്ന പ്രിവിലേജ്. നിനക്ക് ഈ റൂമിനകത്ത് നിന്ന് കയറി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ കാല് ഉണ്ടാവില്ല, ഈ കാലിന്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ടാവില്ല. നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. 8 വയസ്സ്. സ്വന്തം തീരുമാനത്തിലാണ് ചെയ്യുന്നത്. 8 വയസ്സുള്ളപ്പോൾ അത്രയും വലിയൊരു ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു, എൻ്റെ ലൈഫിലെ സ്ട്രഗിൾസ് തന്നെയായിരുന്നു. ഒത്തിരി ടോർച്ചറിങ്ങും ഒത്തിരി ബുള്ളിങ്ങിലൊക്കെ കടന്നു വന്നൊരു ലൈഫ് സ്റ്റോറി എക്സ്ട്രീംലി ഉണ്ട്. അതൊരു സൈഡിലുണ്ട്. അപ്പോൾ വിശർക്കുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് കാലിനകത്ത് ഭയങ്കര നീറ്റ്. തുറന്നു നോക്കിയപ്പോൾ കാലിനകത്ത് ഈ ഒരു അറ്റം മുതൽ അങ്ങ് ഫ്രണ്ട് അറ്റം വരെ തൊലിയൊന്നുമില്ല. ഞാൻ ഈ ട്യൂബിൽ ബ്ലീഡിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ മൈൻഡിൽ അതൊന്നുമില്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇരുന്നടുത്ത് എണീക്കുമ്പോൾ ഇരുന്നടുത്ത് അത്രയും ബ്ലഡ്. എൻ്റെ ഞാൻ തിരിച്ച് ചവിട്ടി. അതാണ് വേറൊരു ടെസ്റ്റ്. ഞാൻ ഒരു അടുത്ത കടയിൽ നിന്ന് മറ്റേ പ്ലാസ്റ്റിക് മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് കാല് മൊത്തം റാപ്പ് ചെയ്തിട്ട് ഞാൻ കയറുന്ന സൈക്കിൾ വെട്ടി. അപ്പോൾ പിന്നെയും ഈ ട്യൂബ് കഴിയാൻ തുടങ്ങി വീണ്ടും. എൻ്റെ ലൈഫ് വാട്ട് ഐ എം ബിൽഡിങ്, എൻ്റെ എല്ലാ കാര്യങ്ങളും നശിച്ചു. 16 വർഷം വീട്ടിനകത്തിരുന്നത്, എന്നിട്ട് അത് പുഷ് ചെയ്ത് വന്നിട്ടും കാര്യമൊന്നും ഉണ്ടായില്ല എന്നൊരു സംഭവം ഉണ്ടായി. ഒക്കെ ലൈഫ് മൊത്തം പോയി. ഇനി മുന്നോട്ട് ഈ ഒരു ചോയ്സസ് ഇല്ല. പാരാഒളിമ്പിക്സ് ഡ്രീമൊക്കെ നശിച്ചു. വേറെ ട്യൂബ് ഇടാനൊന്നും പോസിബിലിറ്റി ഇല്ല. തിരിച്ച് വരാനോ എനിക്ക് പറ്റത്തില്ല. ഇനി ഞാൻ ട്രെയിനിൽ കയറി വന്നാലും എനിക്ക് തിരിച്ച് വീട്ടിൽ എത്താൻ പറ്റില്ല. മരണപ്പെടുമെന്ന് എനിക്കറിയാം. നമസ്കാരം, ഞാൻ അന്ന സുസൻ. സ്പാർക്കിന്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഹാർദമായ സ്വാഗതം. എപ്പോഴും സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ ഒരു വിജയിച്ച സംരംഭകൻ, അല്ലെങ്കിൽ ഒന്നുമില്ലായ്മയിൽ നിന്ന് വളർന്ന ഒരു വ്യക്തി, അങ്ങനെ ഓൺട്രപ്രണർഷിപ്പിൽ വിജയിച്ച ആളുകളുടെ സ്റ്റോറീസാണ് നമ്മൾ കൂടുതൽ കാണാറുള്ളതല്ലേ. കഴിഞ്ഞ 6 വർഷമായിട്ട് നമ്മൾ അത്തരത്തിലുള്ള സ്റ്റോറീസാണ് കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഇന്ന് എൻ്റെ ഒപ്പം ഈ സ്പാർക്കിന്റെ ഹോട്ട് സീറ്റിൽ കഥ പറയാനിരിക്കുന്നത് ഓൺട്രപ്രണർ ആണ്. പക്ഷേ അദ്ദേഹത്തിന് പറയാനുള്ള കഥ അദ്ദേഹം തൻ്റെ ജീവിതത്തിനോട് മല്ലിട്ട് വിജയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോറിയാണ്. എല്ലാവർക്കും അറിയാവുന്നൊരു വ്യക്തിത്വമായിരിക്കും മിസ്റ്റർ ശ്യാം. ശ്യാമിൻ്റെ കഥ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ഞാൻ സോഷ്യൽ മീഡിയയിലേക്ക് അദ്ദേഹത്തെ കണ്ടപ്പോഴും നമ്മുടെ കുട്ടികളൊക്കെ അദ്ദേഹത്തിൻ്റെ വീഡിയോ ചെയ്യണമെന്ന് പറഞ്ഞപ്പോഴും കാലിന് വയ്യാത്തൊരാൾ എന്നതിനപ്പുറത്തേക്ക് ഒരു കഥ എനിക്ക് അറിയണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ വളരെ സെൻസിറ്റീവായിട്ടുള്ള വ്യക്തിയാണ്. എന്നെ കൂടി കരയിച്ചൊരു സ്റ്റോറിയാണ് ആക്ച്വലി ശ്യാമിന് പറയാനുള്ളത്. തീർച്ചയായിട്ടും ഈ എപ്പിസോഡ് ഒരു ഓൺട്രപ്രണർ യാത്രയായിട്ടല്ല നിങ്ങൾ കാണേണ്ടത്, പക്ഷെ ഒരു മനുഷ്യൻ തൻ്റെ വ്യക്തിത്വത്തോട് മല്ലിട്ട് വിജയിച്ച ഒരു കഥയാണ്. കേൾക്കാം നമുക്ക് ശ്യാമിനെ. ശ്യാം, സ്പാർക്കിന് നമസ്കാരം, ഹോട്ട് സീറ്റിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എന്നെ ഇത്രയും ഇൻസ്പയർ ചെയ്യിച്ചൊരു സ്റ്റോറി വേറെ ഒന്നുമില്ല. കാരണം ഒരുപാട് കഥകൾ കേട്ടിട്ടുണ്ട്. എല്ലാ കഥകളും ഓൺട്രപ്രണർഷിപ്പിനോട് ജയിച്ചവരാണ്, അല്ലെങ്കിൽ അതിനോട് മത്സരിച്ചവരാണ്. അവിടെ ഒരുപാട് താഴെ പോയിട്ട് അവിടെ നിന്ന് ജയിച്ചു വന്നവരാണ്. പക്ഷെ ശ്യാമിന്റെ ജീവിതത്തിനോടാണ് മത്സരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 25 വർഷമായിട്ടും അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്രയും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള സ്റ്റോറി ഞങ്ങൾ സ്പാർക്കിൽ ഇതുവരെ പറഞ്ഞിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ശ്യാമിന്റെ നാട് എവിടെയാണ്? എന്റെ വീട് കാട്ടക്കട, തിരുവനന്തപുരം സ്വദേശിയാണ്. ഓക്കെ, ജനിച്ചപ്പോ തന്നെ ഇത്തരത്തിലുള്ള വൈകല്യങ്ങളോടെയാണോ ജനിച്ചത്, അതോ അതിനുശേഷമാണോ? ഗർഭപാത്രത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അറിയായിരുന്നോ? ഗർഭപാത്രത്തിൽ ഇരിക്കുന്ന സമയത്ത് അറിയത്തില്ലായിരുന്നു ഇങ്ങനെ ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടൊരു ചൈൽഡാണ് ജനിക്കാൻ പോകുന്നത് എന്നുള്ളത്. അപ്പം പുറത്ത് വന്നപ്പോഴാണ് ഇങ്ങനെ കുറേ കോംപ്ലിക്കേഷനുള്ള കുറേ ചലഞ്ചസ് ഉള്ളൊരു കുട്ടിയാണ് ജനിച്ചതെന്നുള്ളത് ഒരു വലിയ ഒരു ഐസ് ഓപ്പണിംഗ് ആയിരുന്നു ആ ഒരു ടൈമിൽ. അതൊരു എക്സ്ട്രീം ചലഞ്ച്. സിസേറിയൻ ആയിരുന്നോ? അല്ലല്ല, നോർമൽ ഡെലിവറി ആയിരുന്നു. എന്തായിരുന്നു വൈകല്യങ്ങൾ? ജനിച്ചപ്പോൾ ഒരു കാല് മടങ്ങി പിറകിലോട്ട് ബട്ടക്സ് പോയിട്ട് ഒട്ടിയിരുന്നു. സ്പൈനിന്റെ അവിടെ ഒരു ചെറിയൊരു ഡോട്ട് ഉണ്ടായിരുന്നു, അത് മാത്രമേ കാണാനുണ്ടായിരുന്നുള്ളൂ. പുറത്ത് ഇന്റേണലി ഒരു 3 കിഡ്നി പോലെ ഒരു ഡൂപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. 3 കിഡ്നി? 3 കിഡ്നി.
അപ്പോൾ അങ്ങനെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. സോ ഇത് മൂന്നുമായിട്ടാണ് പുറത്ത് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. ദെൻ യൂറിനേറ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നു എന്നുള്ളത് തുടക്കത്തിലുണ്ടായിരുന്നു. സോ അവർ ഒരു ചെറിയൊരു സർജറി ഒരു 19 ദിവസത്തിൽ തന്നെ എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്തു. 19 ദിവസത്തിൽ ഞാൻ ജനിച്ച് 19 ദിവസത്തിൽ എൻ്റെ ആദ്യത്തെ സർജറി സ്റ്റാർട്ട് ചെയ്തു. സോ അതായിരുന്നു എൻ്റെ ഫസ്റ്റ് സർജറിയും അന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അതൊരു ചെറിയ യൂറിൻ പോകാനുള്ള ബുദ്ധിമുട്ട് തുറക്കാനുള്ളൊരു സർജറി ആയിരുന്നു. പക്ഷെ അതും സക്സസ്ഫുൾ ആയില്ല. എഗെയിൻ വീണ്ടും സർജറി സ്റ്റാർട്ട് ചെയ്തു. അപ്പം ഈ സ്പൈനലിലുള്ളത് കണ്ടെത്തിയത് മെനഞ്ചോമെനിഞ്ചസൈൽ എന്ന് പറഞ്ഞിട്ട് സ്പൈനൽ ബൈഫ്ര എന്ന് പറഞ്ഞൊരു കണ്ടീഷനാണ്. ആ ഒരു കണ്ടീഷൻ വന്ന് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആവുക, അല്ലെങ്കിൽ നമ്മുടെ ഈ ഡോർഫിസം അതിൻ്റെയൊക്കെ ഒരു എക്സ്ട്രീം ലെവലിലേക്ക് പോകുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ കംപ്ലീറ്റ് പാരലൈസ് ആണ് അത് ഉണ്ടായി കഴിഞ്ഞുള്ള ഉണ്ടാവുന്ന ഒരു സൈഡ് എഫക്റ്റ് അത് തന്നെ ആയിരിക്കും. അപ്പം അതൊരു സെൻസീവ് സർജറീസ് എനിക്ക് 3-ാം വയസ്സിൽ ചെയ്യേണ്ടി വന്നു. ഇനിയും കുറേ സർജറീസ് ഇതിനകത്ത് ഉണ്ടായിരുന്നു. ഈ യൂറിൻ്റെ ബന്ധപ്പെട്ടൊക്കെ സർജറീസ് ഉണ്ടായിരുന്നു. 5 വയസ്സ് മുതൽ എനിക്ക് യൂറിൻ ട്യൂബ് ഇട്ടാൻ സ്റ്റാർട്ട് ചെയ്തു. അതിന് മുന്നേ ഈ പൊക്കിളിൻ്റെ മുകളിൽ യൂറിൻ തുറന്നു വിടുന്നൊരു അവസ്ഥയും അങ്ങനെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ ഒരു ടൈമിൽ കുറേ അധികം സർജറീസ് ആ ടൈമിൽ ഉണ്ടായിരുന്നു കണ്ടീഷൻ ബേസ് ചെയ്തിട്ട്. ഇപ്പോഴെനിക്കൊന്നു യൂറിൻ നോർമലി ഇല്ല, എനിക്കിപ്പോഴും യൂറിൻ ട്യൂബ് ഇട്ട് തന്നെയാണ് ഞാൻ യൂറിൻ ഒഴിക്കുന്നത്. എവറി 2 hours ഐ ഹാവ് ടു കത്തറൈസേഷൻ ഇടണം. അതിപ്പോൾ ഏത് എവിടെയാണെങ്കിലും, ഏത് കാർഡിനകത്താണെങ്കിലും, എവിടെയാണെങ്കിലും. അതില്ലാന്നുണ്ടെങ്കിൽ ഒരു 5 hours തന്നെ മാക്സിമം എനിക്ക് സർവ് ചെയ്യാൻ പറ്റും. അതർവൈസ് ഐ എം ഡെഡ്. നോ പ്രോബ്ലം. ഓക്കെ, അപ്പോൾ ഈ അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഷ്യാമായിട്ട് ജീവിക്കണം, അല്ലെങ്കിൽ ഷ്യാമിനൊരു ഐഡന്റിറ്റി ഉണ്ടാക്കണം, അല്ലെങ്കിൽ സ്വന്തം കാലിൽ നിൽക്കണം? അതുവരെ സ്വന്തം കാലിലല്ല നിൽക്കുന്നത്, അമ്മയുടെ കാലുകളിലാണ് നിൽക്കുന്നത്. അപ്പൊ അവിടെ നിന്ന് എപ്പോഴാണ് അങ്ങനെ ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നതും അങ്ങനെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നതും? ഓക്കെ, എന്നെ 8 വയസ്സ് വരെ അമ്മ എടുത്തോണ്ടാണ് നടന്നിരുന്നത്. അതായത് എവിടെ പോകുമ്പോൾ, സ്കൂളിൽ പോകുമ്പോഴാണെങ്കിലും ആശുപത്രി പോകുമ്പോഴാണെങ്കിലും എങ്ങോട്ട് പോയാലും അമ്മ എന്നെ എടുത്തോണ്ടാണ് നിന്ന്. ഇവൻ 4ാം ക്ലാസ് വരെ ഞാൻ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് അമ്മ അവിടെ വന്ന് ഇരിക്കുമായിരുന്നു. എപ്പോഴും ഈ യൂറിൻ നനയുന്ന ഒരു ഇഷ്യൂസ് ഉണ്ടായിരുന്നു ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്തൊക്കെ. അങ്ങനെ ഈ ഒരു ഇൻഡിപെൻഡൻ്റ് ആവുക എന്നൊരു തോട്ട് ശരിക്കും എൻ്റെ ലൈഫ് തന്നെ എനിക്ക് ലീഡ് ചെയ്ത് കൊണ്ടുവന്നൊരു സാധനമാണ്. അല്ലെങ്കിൽ 4 വയസ്സിൽ അത്രയും വലിയൊരു ഒരുപാട് ഡിസിഷൻസ് എടുക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടാക്കി തന്നത് എൻ്റെ ലൈഫ് സ്റ്റോറി തന്നെയായിരുന്നു, എൻ്റെ ലൈഫിലെ സ്ട്രഗിൾസ് തന്നെയായിരുന്നു. 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ടൈമിൽ, അല്ലെങ്കിൽ LKG മുതൽ തന്നെ ഒരു കോർണറിൽ ഒരു സീറ്റ് അത് ഇരുന്ന് പഠിക്കുക. കാര്യം നമുക്ക് ബെഞ്ചിലിരിക്കാൻ പറ്റില്ല, യൂറിൻ നനയും. അപ്പോൾ അതിൻ്റെ സ്മെല്ല്, അതിൻ്റെ ഡിഫിക്കൽട്ടീസ് ഉണ്ട്. അപ്പം അങ്ങനെ കുറേ ഒത്തിരി ടോർച്ചറിങ്ങും ഒത്തിരി ബുള്ളിങ്ങിലൊക്കെ കടന്നു വന്നൊരു ഒരു ലൈഫ് സ്റ്റോറി എക്സ്ട്രീംലി ഉണ്ട്. വേറൊരു സൈഡിലുണ്ട്. ബട്ട് സ്റ്റിൽ എനിക്ക് ഈ പറഞ്ഞ ആ ഒരു ഡ്രൈവായിരുന്നു, ആ കംപ്ലീറ്റ് ഒരു സ്ട്രഗിൾ ഡ്രൈവായിരുന്നു എന്നെ അങ്ങനെ ഒരു ചലഞ്ചിലോട്ട് എത്തിച്ചത്, ഒരു ചേഞ്ചിലോട്ട് എത്തിച്ചത്. എനിക്കൊന്ന് 8 വയസ്സിലാണ് ആദ്യത്തെ ഒരു തീരുമാനം എടുക്കുന്നത്. അതെ, എൻ്റെ ലൈഫിലൊരു വലിയൊരു ഡിസിഷൻ ആയിരുന്നു. കാര്യം അമ്മ എന്നെ എടുത്തോണ്ടാണ് നടന്നിരുന്നത്. ഇപ്പം എൻ്റെ ഒരു സ്ഥലം എന്ന് പറയാൻ കംപ്ലീറ്റ്ലി ഒരു എലിവേഷൻ ഉള്ള ഒരു ഏരിയ ആണ്. അപ്പം അമ്മയ്ക്ക് ശ്വാസം മുട്ടലുണ്ടായിരുന്നു, ആസ്മയുടെ പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ എവറി ടൈം ഷീ ക്യാരീസ് മീ അതൊരു അമ്മയ്ക്ക് ശ്വാസം മുട്ടുന്ന എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അമ്മ ക്ലോസ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് അമ്മ ഇടുപ്പിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എനിക്കറിയാം അമ്മ എത്രത്തോളം ഡിഫിക്കൽട്ടി അനുഭവിച്ചിട്ടാണ് എന്നെ എടുത്തുകൊണ്ട് നടക്കുന്നത്. അപ്പം അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എനിക്ക് ഒരിക്കലും ഒരു തോന്നലുണ്ടായി, എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നടക്കണം, അമ്മയ്ക്ക് ഒരു ഭാരം ആവരുത് എന്നുള്ളൊരു വലിയൊരു ചേഞ്ച് എൻ്റെ മൈൻഡിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ചെറിയ സമയത്ത് തന്നെ ഒറ്റയ്ക്ക് ജീവിച്ച ഒരു സ്ഥലത്ത് ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഒരുപാട് സർജറീസ് ഒക്കെ, ഒരുപാട് പെയിനൊക്കെ എനിക്ക് അങ്ങനെ ഒരു ഡ്രൈവ് തന്നിട്ടുണ്ടായിരുന്നു, ഒരു മെൻ്റലി ഒരു ഡ്രൈവ് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ 8ാം വയസ്സിൽ എൻ്റെ ആദ്യത്തെ ഒരു ഡിസിഷൻ എടുക്കുന്നത്, എൻ്റെ കാല് ആംപ്യൂട്ടേഷൻ ചെയ്യാന്നുള്ളൊരു ഡിസിഷൻ. അതൊരു ഹോസ്പിറ്റലിൽ പോകുന്ന ടൈമിലായിരുന്നു. ഇങ്ങനെ ഒരു കാലിനുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും ശരിയാക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചോയ്സ് എടുക്കാനായിരുന്നു പോയിരുന്നത്. പക്ഷേ PMRൽ പോയപ്പോഴത്തേക്കും ഡോക്ടർ ഇങ്ങനെ ഒരാളെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഗേള് കാല് വെച്ചിട്ട് നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ, എൻ്റെ കാല് മുറിച്ച് മാറ്റി കഴിഞ്ഞാൽ എനിക്ക് ഇങ്ങനെ നടക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പം അഷുറൻസ് ഇല്ല, ബട്ട് മേ ബി നടക്കാം എന്ന് പറഞ്ഞു. ട്രൈ ചെയ്യാം. നമുക്ക് ഈ കാല് വെച്ചേക്കുന്നതിൽ എനിക്കൊരു യൂസ് ഉള്ളതായിട്ട് തോന്നില്ല. കാര്യം കാലിൻ്റെ അവിടെ ഒരു നമ്മുടെ ഈ നെർവ് ഒരു കൺജസ്റ്റഡ് ആയിട്ട് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് നിവർക്കാൻ പറ്റില്ല എന്നുള്ളത് ആൾറെഡി അവർ പറഞ്ഞു. നിവർക്കാൻ ഒരു 3-4 സർജറീസ് ട്രൈ ചെയ്ത് നോക്കി, പക്ഷെ നിവർക്കാൻ പറ്റില്ല എന്നൊരു സാധനം വന്നപ്പോഴത്തേക്ക് ഓക്കെ ദെൻ ആംപ്യൂട്ടേഷൻ ചെയ്യാം. അപ്പം മുട്ടിന് മുകളിൽ വെച്ച് കാല് മുറിച്ച് മാറ്റി. അപ്പൊ അതിന് വേണ്ടിയിട്ട് 8 വയസ്സ് സ്വന്തം തീരുമാനത്തിലാണ് ചെയ്യുന്നത്. 8 വയസ്സുള്ളപ്പോ ഇപ്പൊ എന്റെ മോന്റെ പ്രായം, അവനൊന്നും തീരുമാനത്തിന്റെ അർത്ഥം എന്താണെന്ന് അറിയത്തില്ല അവനൊന്നും. എൻ്റെ ലൈഫാണ് അത് ഡ്രൈവ് ചെയ്തത്, ആ ഒരു ലെവലിലേക്ക് ഒരു ഡിസിഷൻ മേക്കിങ്ങിലേക്ക് എന്നെ ഡ്രൈവ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഈവൻ ദോ ഹോസ്പിറ്റലിൻ്റെ ഫ്രണ്ടിൽ എനിക്ക് അത്രയും സർജറീസ്, ഒരു 12ഓളം സർജറീസ് അതിനുള്ളിൽ നടന്നിട്ടുണ്ടായിരുന്നു 8 വയസ്സിൻ്റെ ഉള്ളിൽ. സോ ആ സർജറീസ് കടന്നപ്പോഴേ ഈ അനസ്തീഷ്യ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഒരുപാട് നമ്മൾ അതിന് വേണ്ടിയിട്ട്
ലൈക്ക് കംപ്ലീറ്റ്ലി അതിന് ബോഡി ഓറിയൻറ്റഡ് ആയിട്ടാണ് നിന്നത്. അപ്പം ഇതൊക്കെ റിജക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം എന്നെ മൊത്തത്തിൽ പട്ടിണിക്ക് ഇട്ട് അങ്ങനെയൊക്കെ ഒരു അവസ്ഥയിലായിരുന്നു എന്നെ കൊണ്ടുവന്നിട്ട് തരണമെങ്കിൽ വേണ്ടിയിട്ട്. അപ്പം എൻ്റെ ബോഡി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് സ്ട്രഗിളിലോട്ടിട്ട് എന്നിട്ട് എനിക്ക് എണീറ്റ് നിൽക്കാൻ സംസാരിക്കാൻ പോലുള്ള ഒരു അവസ്ഥയില്ല. അപ്പോഴും എൻ്റെ അച്ഛൻ ചോദിച്ചു, നിനക്ക് ഈ റൂമിനകത്ത് നിന്ന് കയറി പുറത്തോട്ട് ഇറങ്ങുന്ന സമയത്ത് ഈ കാല് ഉണ്ടാവില്ല, ഈ കാലിൻ്റെ ബാക്കിയുള്ള പോർഷൻ ഉണ്ടാവില്ല, ഒരു കുഞ്ഞു കാലായിരുന്നു, അപ്പോൾ അത് ഉണ്ടാവില്ല, നിനക്ക് ഓക്കെ ആണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് കാല് ഉറച്ചു മാറ്റുന്നുള്ള എൻ്റെ തീരുമാനമാണ്, അപ്പം ഞാനിത് ഉറച്ചു നിൽക്കുന്നു, എനിക്ക് പോയിട്ട് വന്നേ പറ്റൂ എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഞാൻ അച്ഛൻ്റെ അടുത്ത് എനിക്ക് കാല് മുറിച്ച് മാറ്റണം, എനിക്ക് മുന്നോട്ട് പുറത്തോട്ട് നടക്കണം, 2 കാല് നടക്കണം എന്നുള്ള തീരുമാനത്തിലാണ് ചെയ്യുന്നതല്ല. 8 വയസ്സിൽ ഞാൻ 8 വയസ്സിൽ സ്റ്റക്കാ. കാരണം എൻ്റെ മോൻ്റെ ഏജ് വെച്ച് ഞാൻ കമ്പയർ ചെയ്യുമ്പോഴേ ഞാൻ ആ മൊമെന്റിൽ സ്റ്റക്കായി നിൽക്കുക. അല്ലെങ്കിൽ ഷ്യാമിൻ്റെ അമ്മയുടെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ എന്തായിരിക്കും എൻ്റെ ഫീലിങ്സ് എന്ന് ആലോചിച്ചിട്ട് ഞാൻ നിൽക്കുന്നത്. എനിവേ, അപ്പം എന്നിട്ട് കാല് മുറിച്ച് മാറ്റി എത്ര ദിവസം കൊണ്ട് ഷ്യാം ഉദ്ദേശിച്ചതുപോലെ ആ ഒരു നടക്കാൻ പറ്റി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് എഴുന്നേറ്റ് നിൽക്കാൻ സാധിച്ചു? എനിക്ക് കാല് മുറിച്ച് മാറ്റിയിട്ട് ഒരു ഓൾമോസ്റ്റ് 41 സ്റ്റിച്ച് ഉണ്ടായിരുന്നു. ഈ കാലിന്റെ ടിപ്പ് മുതൽ ബാക്ക് ആൻഡ് അറ്റം വരെ നെർവ്സ് ഒത്തിരി ഉണ്ടായിരുന്ന കാരണം അത് മൊത്തം സർജറി ചെയ്യേണ്ടി വന്നു. ഒരു 41 സ്റ്റിച്ചസ് ഉണ്ടായിരുന്നു. വിത്ത് ദ 41 സ്റ്റിച്ചസ് ഞാനൊരു 11 ഡേയ്സിനകത്ത് സ്റ്റിച്ചോട് വെച്ചിട്ട് തന്നെ ഒരു തടിക്കാല് വെച്ചിട്ട്, അന്ന് തടിക്കാലൊക്കെ ആയിരുന്നു, അപ്പോൾ തടിക്കാല് വെച്ചിട്ട് അതിന് പുറത്ത് നടക്കാൻ പഠിച്ചു. ഒരു 3 ദിവസം ഞാൻ സ്റ്റെപ്പ് കയറി നടന്നു, എല്ലാ കാര്യങ്ങളും ചെയ്ത് കാണിച്ചു കൊടുത്തപ്പോൾ ഫിസിയോതെറാപ്പിസ്റ്റ് പറഞ്ഞു, ഇനി താഴെ വരണ്ട, നീ ഇനി താഴെ ഇറങ്ങി വേണ്ട, മുകളിൽ നടന്നോളാൻ പറഞ്ഞു. വേറെ കുഴപ്പമൊന്നുമില്ല. ലൈക്ക് അവിടെ അത് കഴിഞ്ഞിറങ്ങുമ്പോഴും എനിക്ക് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് ചോക്ലേറ്റ് ഒക്കെ വെച്ചിട്ട് നേഴ്സുമാർ എല്ലാവരും എന്നെ ഭയങ്കര രീതിയിലാണ് എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത് പുറത്ത് വിടുന്നത്. അതൊരു വലിയ പ്രൗഡ് മൊമെന്റ് ആയിരുന്നു. എൻ്റെ അമ്മയ്ക്ക് കൊടുക്കാൻ പറ്റിയ, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവുന്നതിൽ ഞാൻ അമ്മയ്ക്ക് കൊടുത്ത ഏറ്റവും വലിയൊരു റിവാർഡാണ്. അതെ, എടുത്ത് കിടക്കേണ്ട ഒരു റിവാർഡായിരുന്നു ആ ഒരു പ്രൗഡ് മൊമെന്റ്. എനിക്കത് ഫീൽ അമ്മ പറഞ്ഞിട്ടുണ്ട്, എടാ നിന്നെ എടുത്ത് നടക്കുന്ന മൊമെന്റ് ഞാൻ മിസ് ചെയ്തു. അമ്മയ്ക്ക് അതൊരു എന്താ പറയാ, അമ്മയ്ക്ക് മോർ ദൻ ഒരു, അമ്മ എൻ്റെ അടുത്ത് അത് മിസ് ചെയ്യുന്നെന്ന് പറയുന്നത് അമ്മ ഭയങ്കര സന്തോഷമായി. നടക്കുന്നതിൽ 2 കാല് നടക്കുന്ന ഫ്രണ്ടിക്കാണ്. കാര്യം ജനിച്ച സമയത്ത് അമ്മ കാണുമ്പം, അമ്മയെ കൊണ്ട് കാണിക്കുന്ന സമയത്ത് ഈ കുട്ടിയെ കൊണ്ട് എങ്ങനെ പുറത്തിറങ്ങി നടക്കും, അല്ലെങ്കിൽ എങ്ങനെ മുന്നോട്ട് ജീവിക്കും എന്നുള്ളൊരു വലിയൊരു ചോദ്യം ഉണ്ടായിരുന്നു അമ്മയുടെ ഫ്രണ്ടില്. അപ്പം ഷീ ലൈക്ക് ഓക്കെ, നമുക്ക് കൺട്രോൾ ഇല്ലാത്ത കാര്യങ്ങളാണത്, അപ്പം മുന്നോട്ട് ജീവിച്ചേ പറ്റൂ. ആ ഒരു തോന്നലാണ് അമ്മ എന്നെ ഇതുവരെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. അപ്പം പക്ഷേ അമ്മ ആ സ്ഥലത്ത് നിന്ന്, അമ്മ എടുത്തുകൊണ്ട് കിടന്ന സ്ഥലത്ത്, അല്ലെങ്കിൽ അന്ന് മുതൽ ഇന്ന് വരെയും, അല്ലെങ്കിൽ ആ ഒരു ടൈം വരെയും അമ്മ എന്നെ എടുത്തുകൊണ്ട് നടക്കുന്ന സമയത്ത് മോൻ ഇങ്ങനെ ആവുമെന്ന് അമ്മ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല. സ്വന്തം കാലിൽ നിൽക്കും എന്നുള്ളത് അമ്മ പ്രതീക്ഷിച്ചിരുന്നില്ല. അപ്പൊ അതൊരു വലിയൊരു ഒരു ചേഞ്ച് നേട്ടമായിരുന്നു. അതായത് അമ്മയ്ക്ക് ഇതൊരു വലിയ നേട്ടമായിരുന്നു. പിന്നെ ഗ്രാജുവലി സ്കൂളിൽ പോയി തുടങ്ങി. ഞാൻ അപ്പോഴും സ്കൂളിൽ പോകുന്നുണ്ട് എല്ലാപ്പോഴും. ഈവൻ LKG പഠിച്ചിട്ട് പിന്നെ ഞാൻ UKG ഇരുന്നില്ല. ഭയങ്കര ബുദ്ധി ഉണ്ടായിരുന്നിട്ട് UKG 1ാം ക്ലാസ്സിൽ ഇരുത്തി. അപ്പോൾ അങ്ങനെ കുറെ അനിയത്തി കൂടെ തന്നെ പഠിച്ചു വന്നതൊക്കെ, അങ്ങനെ കുറെ കാര്യങ്ങൾ. 10ാം ക്ലാസ് കഴിഞ്ഞു, +1 +2 കഴിഞ്ഞു. ഇതിന്റെ 10ാം ക്ലാസ് കഴിഞ്ഞു. ഇല്ല, ഞാൻ ഡിഗ്രി സൈക്കോളജിയാണ് പഠിച്ചിരുന്നത്. BSc സൈക്കോളജി ആയിരുന്നു. MG കോളേജിലായിരുന്നു പഠിച്ചിരുന്നതൊക്കെ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ കഴിഞ്ഞില്ല. ഇൻ ബിറ്റ്വീൻ ട്രാൻസ്പ്ലാന്റേഷൻ ഒക്കെ വേണ്ടി വന്നു. കിഡ്നി ട്രാൻസ്പ്ലാന്റ് എത്രാമത്തെ വയസ്സിലാണ് ചെയ്യുന്നത്? എനിക്ക് 22ാം വയസ്സിലായിരുന്നു. 22 വയസ്സ് വരെ ഈ 3 കിഡ്നി ആയിട്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഓക്കെ, കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ പക്ഷേ ഒരു ഫെയിലർ ആയിരുന്നു അല്ലേ? അതെ, അത് ഫെയിലർ ആയിരുന്നു. ആ ഫെയിലർ തന്നെയാണ് ഇപ്പൊ ഞാൻ ജീവിക്കുന്നത്. ഒരു റിജക്ഷൻ ആയിരുന്നു. ഒരു 3 മാസം ആയപ്പോഴത്തേക്ക് റിജക്റ്റഡ് ആയി. 42% സ്റ്റെം സെൽ റിജക്ഷൻ ആണ് ഉണ്ടായത്. അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. സോ ആ റിജക്ഷനിൽ തന്നെ ഡയറക്റ്റ് ഇമ്മ്യൂണോ സപ്രഷൻ, അതിനകത്തൊരു വലിയ സ്റ്റോറി തന്നെ ഉണ്ട് ആക്ച്വലി. ഒരു സൈഡ് പറയാനാണെങ്കിൽ അത് വേറൊരു സൈഡാണെന്നല്ലേ. എനിക്ക് എൻ്റെ ലൈഫിൽ ഓരോ സ്റ്റേജിലും, ലൈക്ക് ഒരു വയസ്സായപ്പോൾ ഒരു സ്റ്റേജിലാണെങ്കിലും 2 വയസ്സായപ്പോഴാണെങ്കിലും ഒരു 10 വർഷം എന്ന് പറഞ്ഞാൽ 10 സ്റ്റേജസ് ഓഫ് ലൈഫുകളുണ്ട്, 10 സ്റ്റേജസ് ഓഫ് സ്റ്റോറീസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളിലോട്ട് പോകുന്നൊരു ജീവിതമാണ്. എനിക്ക് തോന്നുന്നു ഒരുപാട് സർജറീസ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ 16 സർജറി. 16. അപ്പം വളരെ വലിയൊരു ഇൻസ്പിറേഷണൽ സ്റ്റോറിയാണ് ഇനി എനിക്ക് കേൾക്കാനുള്ളത്. ഇതുവരെ നമ്മൾ കേട്ടതില്ല ഷ്യാമിന്റെ ഹെൽത്ത് കണ്ടീഷൻസ്, അല്ലെങ്കിൽ ഷ്യാം എങ്ങനെയാണ് ഇത്രയും വരുന്നത് എന്നുള്ളൊരു സ്റ്റോറി. പക്ഷെ ഇനി എനിക്ക് ഷ്യാമിൽ നിന്ന് കേൾക്കാനുള്ളത്, ഞാൻ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ആയൊരു സ്റ്റോറി. ഈ സൈക്ലിംഗ് അല്ലെങ്കിൽ ജമ്പിങ്, ഇത്രയും ഹൈറ്റിന്റെ മുകളിൽ താഴേക്ക് ചാടുക, അങ്ങനെ ഒരിക്കലും നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്ന് പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെയാണ് ഷ്യാം നേടിയെടുത്തത്. ഈ ആദ്യം സൈക്ലിങ്ങിലേക്ക് ഇറങ്ങുന്നത് ഏത് പ്രായത്തിലാണ്? എനിക്ക് 10 വയസ്സുള്ളപ്പോഴാണ്, അല്ല 10ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുന്ന സമയത്ത് 16 വയസ്സിലാണ് ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ ഒരു സിനാരിയോ എന്ന് പറഞ്ഞാൽ, ഞാനിപ്പോൾ പുറത്തോട്ട്, വീട്ടിനകത്താണ് ഞാൻ കംപ്ലീറ്റ്ലി സ്പെൻഡ് ചെയ്യുന്നത് ടൈം മൊത്തം. അപ്പം പുറത്തോട്ട് നോക്കിയിരിക്കുക, താഴെ ഒരു റോഡുണ്ട്. ആ റോഡിൻ്റെ ഭാഗത്ത് കുട്ടികൾ വന്നിട്ട് സ്കിഡ് ചെയ്ത് കളിക്കുന്നു സൈക്കിൾ കൊണ്ടുവച്ചിട്ട്.
അപ്പോൾ എനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ താഴെ പോയിട്ട് അവരോട് തന്നെ ഞാൻ സ്കിഡ് ചെയ്യാനായിട്ട് എൻ്റെ കാല് യൂസ് ചെയ്തു. എനിക്ക് കാല് അവിടെ ഔട്ട് സൈഡ് ഒബ്ജക്റ്റ് ആണ്, അപ്പോൾ അത് ഞാൻ യൂസ് ചെയ്ത് സ്കിഡ് ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പോൾ അവരിങ്ങനെ ചിരിച്ചിട്ട് പറഞ്ഞു, ലൈക്ക് അവർ കൊച്ചു കുട്ടികളാണ്, അപ്പം അവരങ്ങനെ അതൊരു കളിയാക്കിയതൊരു ഇത്. ഞാൻ പറഞ്ഞു, എടാ ഞാൻ ഒരു കാര്യം ചെയ്യും, ഞാൻ ഒരിക്കൽ സൈക്കിൾ മേടിക്കും. അപ്പം ഞാൻ എൻ്റെ പെൻഷൻ വികലാംഗ പെൻഷൻ പൈസ കൂട്ടി വെച്ചിട്ട് ഒരു 4 months വെയിറ്റ് ചെയ്തിട്ട് കിട്ടുന്ന പൈസ ഓരോ രൂപയായിട്ട് കൂട്ടി വെച്ചിട്ട് ഞാൻ ഒരു സൈക്കിൾ മേടിച്ചു. എൻ്റെ ഫസ്റ്റ് തന്നെ അനിയത്തി പഠിച്ചു സൈക്കിൾ. അപ്പോൾ ഓക്കെ, അപ്പോൾ എനിക്ക് അതൊരു ഇതായി. അപ്പം അതിന് വേണ്ടിയിട്ട് എൻ്റെ അമ്മ എന്ത് ചെയ്തു, കാല് എനിക്ക് അതിൽ ഉറച്ചിരിക്കത്തില്ല, എനിക്ക് മുട്ടിന് താഴോട്ട് കൺട്രോൾ ഇല്ലാത്തതുകൊണ്ട് കാല് ഉറച്ചിരിക്കത്തില്ല. അമ്മ അന്ന് സ്റ്റിച്ച് ചെയ്യുമായിരുന്നു, അമ്മ വരയ്ക്കുമായിരുന്നു പണ്ട്. അമ്മ വരയ്ക്കാൻ ഡിപ്ലോമ ഒക്കെ എടുത്തിട്ടുള്ള ഒരാളായിരുന്നു. എനിക്ക് വേണ്ടിയിട്ടാണ് അമ്മ എല്ലാം മാറ്റി വെച്ചിട്ട് എൻ്റെ ജീവിതത്തിന് വേണ്ടി അമ്മ ഇറങ്ങിയത്. അപ്പം അമ്മ ഈ സ്റ്റിച്ചിങ് ഒക്കെ ചെയ്തുകൊണ്ട് തന്നെ എനിക്ക് അമ്മ ഒരു സ്ട്രാപ്പ് ഉണ്ടാക്കി തന്നു. കാലിങ്ങനെ വെച്ചിട്ട് അതിന്റെ പുറത്ത് ഒട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ വെച്ചിട്ട് ചെയ്ത്. അപ്പൊ അങ്ങനെ അമ്മ ഉണ്ടാക്കി തന്നു. അപ്പൊ ഞാൻ അത് വെച്ചിട്ട് ഉരുട്ടി കിടന്നു, എപ്പോഴും വീഴും. അപ്പൊ ഇത്രയും സർജറി ചെയ്തിട്ടുള്ള ബോഡിയും കൂടെയാണ്. അപ്പൊ എന്നും വീണ് മുറിഞ്ഞിട്ടൊക്കെ ഞാൻ വീട്ടിലോട്ട് വരും. ഒരു 1 week അത് തന്നെയായിരുന്നു. ഒരു അമ്മയ്ക്ക് ഒരു വലിയ പ്രശ്നമായിരുന്നു. നാട്ടുകാരാണെങ്കിലും ഇങ്ങനെ എപ്പോഴും അമ്മ എടുത്തുകൊണ്ട് നടക്കുന്ന എല്ലാവരും കണ്ടൊരു ശീലിച്ചിട്ടുള്ളതാണ്. സ്വന്തമായിട്ട് നടക്കാൻ തുടങ്ങിയെങ്കിലും സ്റ്റിൽ ഈ പറഞ്ഞ ഒരു സൈക്കിളിന്റെ മുകളിൽ കയറിയപ്പം ആൾക്കാർ ചിന്തിക്കുന്ന രീതി മാറി. കാര്യം നമുക്ക് ബാലൻസും ഒരു വലിയൊരു ചലഞ്ചായിരുന്നു. ഓക്കെ, അപ്പൊ അത് തുടക്കത്തിൽ ആ ചലഞ്ച് ഉറപ്പായിട്ടും അതൊരു 1 week എടുത്തു. അത് ഒരുപാട് ഇങ്ങനെ വീണതിൻ്റെ മുറിവായിട്ടൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ ഒരുപാട് ഇനി വേണോ എടാ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കും. ഞാൻ പറയും ഞാൻ പഠിക്കും, ഒരു 1 week, ഇനി ഒരു വർഷം എടുത്തിട്ടാണെങ്കിലും ഞാൻ പഠിക്കും സൈക്കിള്. അങ്ങനെ ഒരു 1 week ആയപ്പോൾ ഞാൻ പഠിച്ചു. അപ്പം ആദ്യത്തെ ഒരു 1 kilometer ചവിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയ ചലഞ്ചാണ്. ഒരു കാലിൽ മാത്രമേ പ്രഷർ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ 1 kilometer ചവിട്ടുക എന്നുള്ളത് വലിയ പ്രഷറായിരുന്നു. പക്ഷേ ഞാൻ 1 kilometer മാറ്റി, പിന്നെ 2 kilometer ആയി. അപ്പോഴാണ് ഞാൻ ഈ ലോകം കാണുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ വീട്ടിൻ്റെ ഒരു കിലോമീറ്റർ മാറിയിട്ടൊരു സ്ഥലം ഞാൻ കാണുന്നു. ഹോസ്പിറ്റലിൽ പോവും, ബസ്സിൽ പോയിട്ട് തിരിച്ചു വരും, അമ്മ എന്നെ എടുത്തുകൊണ്ട് വരും, അല്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് നടന്നു വരുന്നത് മാത്രമാണ് എൻ്റെ ലൈഫ്. അതിനപ്പുറത്തോട്ട് ഒരു സ്ഥലം കാണുക എന്ന് പറയുന്നത് ഞാൻ ആദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സോ അങ്ങനെ ഞാൻ ഈ 1 kilometer 2 kilometer ആയി, അത് പിന്നെ 20 kilometer ആയി. അപ്പോൾ ഈ ട്യൂബിട്ട് യൂറിൻ എടുക്കാൻ വേണ്ടിയിട്ട് 2 മണിക്കൂറിനകത്തൊരു ടൈമിനകത്ത് ഞാൻ പോയിട്ട് തിരിച്ചു വരും. ഈ 2 മണിക്കൂർ എന്നുള്ള ടൈം ഞാൻ അതിനകത്ത് ഈ കിലോമീറ്റർ കൂടി വന്നു. 2 മണിക്കൂറിൽ ഞാനൊരു 10 kilometer ചവിട്ടുന്ന ലെവലിലോട്ടൊക്കെ മാറി. അപ്പൊ ഈ 10th class കഴിഞ്ഞിരിക്കുന്ന സമയം പഠിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ടൈമിലായിരുന്നു ഒരു ഞാൻ ഈ ഡൗൺ ഹില്ലൊക്കെ ചെയ്യുമായിരുന്നു. ഈ എനിക്കിങ്ങനെ ഒരിടത്ത് ഇരിക്കുന്ന എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല, വെറുതെ ചവിട്ടണതിനും എനിക്ക് അങ്ങനെ ഇൻട്രസ്റ്റ് ഇല്ല. കൊണ്ട് ഈ വലിയ വലിയ മലയുള്ള മുകളിൽ പോയിട്ട് അതിന്റെ മുകളിൽ നിന്ന് താഴോട്ട് ഇറങ്ങുക, അതൊക്കെ എൻ്റെ ഒരു അന്നത്തെ ഒരു ക്രേസ് ആയിരുന്നു. നമ്മളവിടെ ഒരു ഫുൾ മലയോര പ്രദേശമായതുകൊണ്ട് അതെന്റെ ഒരു വലിയ ക്രേസ് ആയിരുന്നു. അപ്പൊ നമുക്ക് എന്തെങ്കിലും പറ്റുമെന്നുള്ളൊരു പേടി തോന്നിയിട്ടില്ല? എനിക്ക് അങ്ങനെ പേടികളൊന്നും തുടക്കത്തിൽ അങ്ങനെ ഉണ്ടായിരുന്നില്ല. അതിനേക്കാളും വലിയ വേദന പേടിയോട് എനിക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കിത് ഭയങ്കര ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നി. എനിക്ക് എന്തോ ഒരു ചലഞ്ച് തരുന്ന പോലെ തോന്നി. എനിക്ക് നോർമലി ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ഡിഫിക്കൽട്ടി തരുന്ന ഒരു ഫീൽ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഈ ചെയ്തുകൊണ്ടിരിക്കുക ഒരു ദിവസം എനിക്ക് ഈ BP മെഡിസിൻ എടുത്തിട്ടുണ്ടായിരുന്നു. കാര്യം കിഡ്നിക്ക് എപ്പോഴും ചലഞ്ചസ് ഉണ്ടായിരുന്നു. അപ്പോൾ കിഡ്നി എപ്പോഴും ഡൗൺ ആവുന്ന ഒരു ഇഷ്യൂസ് ഉണ്ട്, എപ്പോഴും BP ഹൈ ആണ്, അങ്ങനെ ഒരു സാധനം. അപ്പം ഞാൻ മെഡിസിൻ എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു ടൈമിലായിരുന്നു ഒരിടത്ത് വെച്ചിട്ട്, അപ്പോൾ അതിന് മുന്നേ ഒരു സർജറി ഉണ്ടായിരുന്നു. ബ്ലാഡർ ഓഗ്മെന്റേഷൻ എന്നൊക്കെ പറഞ്ഞ് പല മൾട്ടിപ്പിൾ സർജറീസും എല്ലാം എക്സ്ട്രീം സർജറീസും ബാംഗ്ലൂർ വരെ ചെയ്തിട്ടുള്ള സർജറീസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന മെഡിസിൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ മെഡിസിൻസ് എടുക്കെ ഞാൻ ഈ ഒന്ന് തല കുനിഞ്ഞിട്ട് ഈ കാലെടുത്തിട്ട് സ്ട്രാപ്പ് ചെയ്യണമല്ലോ. അപ്പോൾ സ്ട്രാപ്പ് ചെയ്തിട്ട് ഇങ്ങനെ പൊങ്ങിയതും ബോധമില്ലാതെ വണ്ടിയിൽ തന്നെ ഇരുന്നു, സൈക്കിളിൽ തന്നെ ഇരുന്നു. BP ഡൗൺ ആയിട്ട്. അപ്പം ബ്ലാക്ക് ഔട്ട് ആയിട്ട് ഞാൻ വണ്ടിയിൽ തന്നെ ഇരുന്നു. വണ്ടി ഇറങ്ങി പോകുന്നു, മലയുടെ മുകളിലിരിക്കുന്നു. അപ്പം അവിടെ നിന്ന് ഒരു വലിയൊരു റോഡാണ്, അത് കീഴിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിൽ വലിയൊരു അത്യാവശ്യം ഗ്രാവലായിരുന്നു കംപ്ലീറ്റ്ലി. അതൊരു വലിയ ഹൈറ്റ് ഉള്ളൊരു മലയുടെ മുകളിലാണ്. അപ്പം അവിടെ നിന്ന് ഇങ്ങനെ കംപ്ലീറ്റ്ലി താഴെ ഇറങ്ങി വന്ന് സൈക്കിള് തെറിച്ചു, ഞാൻ തല അടിച്ച് വീണു. അതൊരു 7 ദിവസം കോമയിലായി. അവിടെ നിന്നൊക്കെ പിന്നെ അതിവിടെ മൊത്തം ബ്ലഡ് ക്ലോട്ട് ഒക്കെ ഉണ്ടായിരുന്നു. അതെ ഈ കാണുന്നത്, അതെ 7 ദിവസം ആവശ്യത്തിന് പ്രശ്നങ്ങളായിട്ടാണ് നമ്മൾ ഉണ്ടായത്. അതിനിടയ്ക്ക് കൂടെ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളും ഉണ്ട്. അത് ഞാൻ വിചാരിച്ചില്ല അങ്ങനെ ഉണ്ടാവുമെന്നൊന്നും. പക്ഷെ അതുവരെ എന്റെ കൺട്രോളിലായിരുന്നു എല്ലാ കാര്യങ്ങളും. പക്ഷെ ഇത് എന്റെ കൺട്രോളിലല്ലാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായപ്പോൾ എനിക്ക് അതിന്റെ പുറത്തൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അതെ. എത്ര നാൾ അതിന്റെ റെസ്റ്റ് വേണ്ടി വന്നു? ഞാനൊരു 3 മാസം വരെ അതിനകത്ത് കംപ്ലീറ്റ്ലി. അമ്മ ചോദിച്ചില്ലേ, എടാ മൊത്തത്തിൽ നീ പ്രശ്നമാണ്, ഇടയ്ക്ക് നീ എന്തിനാണ് ഇങ്ങനെ കൂടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നതെന്ന്? അമ്മ മാത്രമായിരിക്കണം, നാട്ടുകാരും എല്ലാവരും പേടിച്ചു പോയി. ഞാൻ തിരിച്ചു വരുമെന്ന് തന്നെ എല്ലാവർക്കും ഒരു ഇതായിരുന്നു. അപ്പൊ അതിൽ നിന്നൊക്കെ തിരിച്ചു വന്നു. പിന്നെ ഒരു 3 മാസത്തോളം, ഒരു 6 മാസത്തോളം സ്പെൻഡ് ചെയ്തു ഞാൻ വീട്ടിനകത്തും ഒക്കെ ആയിട്ടൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്തു. എന്നിട്ട് വീട്ടിൽ അടങ്ങിയിരുന്നില്ല, തിരിച്ചു വന്നിട്ട് പിന്നെ എന്നാ ചെയ്തു? പിന്നെ ഞാൻ റേസിംഗിലോട്ടായി. കാര്യം ഇനി വീണ് കഴിഞ്ഞാൽ പ്രശ്നം
മൊത്തത്തിലാവുമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ റേസിങ്ങിലോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമില്ല, ഇത്രയും ഡൗൺ ഹിൽ അത്ര റിസ്ക് കുറച്ച് കുറഞ്ഞിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ റേസിങ്ങിൽ ഇറങ്ങി ഒരു 3 വർഷത്തോളം അതിൻ്റെ പുറത്തായിരുന്നു. പാരാ ഒളിമ്പിക്കിൽ മത്സരിക്കണമെന്നൊരു ഡ്രീമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ആ ടൈമിലാണ് ഈ പറഞ്ഞ ബ്ലാഡർ ഓഗ്മെന്റേഷൻ ചെയ്തെന്ന് ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴോട്ട് ഈ ബ്ലാഡറിൽ ഈ പറഞ്ഞ ബിറ്റാഡിനൊക്കെ ഇട്ടിട്ട് നമ്മൾ ബ്ലാഡർ വാഷ് എന്നൊക്കെ പറയുന്ന കുറേ സാധനങ്ങളുണ്ടായിരുന്നു. അപ്പോൾ ഈ എൻ എസ് വാട്ടർ, നമ്മൾ നോർമൽ സറിങ് വാട്ടർ, ഈ ട്രിപ്പ് ഇടുന്നതൊക്കെ വെച്ചിട്ടൊക്കെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പ്രൊസീജിയേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെ അമ്മ ചെയ്തു തരും. പക്ഷേ ഈ 2 മണിക്കൂർ എന്നുള്ള ടൈമിനകത്ത് ഇതൊക്കെ ചെയ്തുകൊണ്ട് വരുന്നു, മനസ്സിലായോ? അപ്പം ആ ഒരു ടൈമിലാണ് എനിക്ക് അടുത്തൊരു ഇത് കിട്ടുന്നത്, ഒരു സൈക്ലിങ്ങിനകത്ത് കിട്ടുന്ന ഒരു വലിയൊരു ചലഞ്ച് എന്നൊക്കെ എനിക്ക് വേണമെങ്കിൽ പറയാം. അന്നത്തെ ദിവസത്തിൽ ഒരു 250 കിലോമീറ്റർ റൈഡ് ചെയ്യണം. അതായത് നമ്മുടെ കാട്ടാക്കട മുതൽ ആലപ്പുഴ പോയി തിരിച്ചു വരണം. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ വേറെ സ്ഥലത്തു നിന്നൊക്കെ വരുന്നുണ്ട്, മലപ്പുറത്തു നിന്നൊക്കെ ആൾക്കാർ വരുന്നുണ്ട്. ഞാൻ അവിടെ എത്തിയാൽ മതി എന്നുള്ളതായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഇതിൻ്റെ ഒരു 1 വീക്ക് എടുത്തു അമ്മയെ പ്രിപ്പയർ ചെയ്യിക്കാനായിട്ട്. എനിക്കിങ്ങനെ പുറത്തോട്ട് പോകണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയ്ക്ക് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഈ ഇത്രയും യൂറിൻ ബാഗ് കാര്യങ്ങളെല്ലാം കൊണ്ടുപോകണം. ഇപ്പം ഞാൻ ഒരു ദിവസം തന്നെ പോയിട്ട് ഞാൻ തിരിച്ചു വരും, പക്ഷെ എന്നാലും ഈ യൂറിൻ ട്യൂബ് ഇട്ട് പോകണം. അപ്പം അമ്മ ആദ്യം ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ 100 കിലോമീറ്റർ 5 മണിക്കൂർ സൈക്കിൾ ഓട്ടും, അത് അമ്മയ്ക്കായി. ഞാൻ ഇപ്പോൾ പോയിട്ട് വരുന്നൊക്കെ അമ്മ എടുത്ത് ഞാൻ കള്ളം പറയാം. അപ്പം ഞാൻ 20 കിലോമീറ്റർ പോയുള്ളൂ. അപ്പം ഇത്ര ദൂരം ഞാൻ പോയിട്ട് വന്നു. അപ്പം പക്ഷെ ഞാൻ പോയിട്ട് വരുന്നതൊക്കെ അങ്ങ് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ വർക്കല പോയി തിരിച്ചു വരും. അപ്പൊ ഒരു 5 മണിക്കൂർ കൊണ്ട് എനിക്ക് അത്രയും 100 കിലോമീറ്റർ പോയിട്ട് തിരിച്ചു വരുന്ന ഒരു ലെവലിലോട്ട് ഞാൻ മാറിയിട്ടുണ്ടായിരുന്നു. അത്രയും ഞാൻ സൈക്ലിംഗ് ഒരു കാലം ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ടൈമിലായിരുന്നു ഈ ഒരു ചലഞ്ച് വരുന്നത്. അപ്പോൾ ഒരു ദിവസം 200 കിലോമീറ്റർ 250 കിലോമീറ്റർ ചവിട്ടണം. അപ്പം ഓക്കെ, ഇപ്പം ഞാൻ ചവിട്ടുന്നത് എനിക്ക് ഓക്കെയാണ്. അപ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് പുഷ് ചെയ്താൽ മതി എന്നുള്ളതായിരുന്നു എൻ്റെ തോട്ട്. അങ്ങനെ ഞാൻ രാവിലെ എല്ലാം പ്രിപ്പയർ ചെയ്തു, ഇറങ്ങി യൂറിൻ ട്യൂബ് ഇട്ടു. ബ്ലാഡർ ആക്ച്വലി ഈ കുടലിൻ്റെ ഒരു പാർട്ട് വെച്ച് ബ്ലാഡറിനെ വലുതാക്കിക്കുക, ഒരു വലിയ സർജറി ചെയ്തേക്കുക. അപ്പോൾ ഈ ബ്ലാഡർ ഭയങ്കര സെൻസിറ്റീവ് ആണ്. അപ്പം ഈ ബ്ലാഡർ ട്യൂബ് ഇട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെത്ത് സംഭവിക്കും. കാര്യം ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിപ്പോവും. ഈ ബ്ലാഡർ നിറഞ്ഞിട്ട് നമുക്ക് പുറത്ത് യൂറിൻ ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ബ്ലാഡർ ബ്ലാസ്റ്റ് ആയിപ്പോവും. റിട്ടേൺ കിഡ്നിയിലോട്ട് കയറിയിരിക്കുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അതാണ് കിഡ്നി ഡാമേജ് ചെയ്തതും ഫെയിലിയർ ചെയ്തതും. അപ്പോൾ ഈ പൊട്ടുക എന്നൊരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ ട്യൂബ് ഇട്ടിട്ട് പുറത്ത് പോയി. ട്യൂബ് ഇട്ടിട്ട് നമ്മൾ യൂറിൻ ബാഗുമായിട്ട് കണക്ട് ചെയ്തിട്ട് കാലിനൊരു സ്പേസ് ഉണ്ട്, കാലിന് അന്നൊരു അറയുണ്ടായിരുന്നു. ആ അറയ്ക്കകത്ത് യൂറിൻ ബാഗ് ഇട്ട് വെച്ചു. അപ്പോൾ പുറത്ത് കാണത്തില്ല, പുറത്ത് ട്യൂബ് മാത്രമേ കാണത്തുള്ളൂ ഈ ഒരു കാലിൻ്റെ ഇവിടെ. അപ്പം നമ്മൾ ഈ ഷോർട്സ് ഇട്ടിട്ടാണ് നമ്മൾ സൈക്ലിംഗ് ഷോർട്സ് ഇട്ടിട്ടാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെ ഞാൻ സൈക്ലിംഗ് സ്റ്റാർട്ട് ചെയ്തു. വീട്ടിൻ്റെ അവിടെ നിന്ന് ഒരു 11 കിലോമീറ്റർ 15 കിലോമീറ്റർ ആയപ്പോഴത്തേക്ക് ഞാൻ ഒരു ഹൈവേ എത്തി. അപ്പോൾ നല്ല പെയിൻ വന്നു ബ്ലാഡറിൽ. അപ്പം ഞാൻ എന്തെന്ന് കണ്ടപ്പോൾ നോക്കിയപ്പോഴത്തേക്കും ഈ ട്യൂബ് വഴി ബ്ലീഡിങ് പൊക്കോണ്ടിരിക്കുന്നു, ബ്ലഡ്. അത് ഈ ട്യൂബ് നമ്മൾ കാല് ഇങ്ങനെ മുകളിലോട്ടും താഴോട്ടാവുന്നുണ്ട്. അപ്പോൾ ഈ ബ്ലാഡറിനകത്ത് ട്യൂബ് ഇട്ടൊക്കെയാണ്, നമ്മൾ നോർമലി പെനിസിൽ കൂടെ ട്യൂബ് ഇട്ടൊക്കെയാണ്. അപ്പം ബ്ലാഡറിൽ പോയിട്ട് ഈ ട്യൂബ് ഉരയുന്നുണ്ടായിരുന്നു. അപ്പോൾ ബ്ലാഡറിൽ എന്ന് പറഞ്ഞിട്ട് ബ്ലീഡിങ് വരുന്നുണ്ടായിരുന്നു. അപ്പം എനിക്ക് പെയിൻ എടുക്കുന്നുണ്ട്, പക്ഷെ ഭയങ്കര എക്സ്ട്രീം പെയിനാണ്. ഓക്കെ, എന്നെ കൊണ്ട് സഫർ ചെയ്യാൻ പറ്റുന്നതിനപ്പുറം പെയിനാണ്. കാര്യം ബ്ലാഡറിൽ നമുക്കറിയാലോ യൂറിൻ നിറഞ്ഞിരിക്കുമ്പോൾ നമുക്ക് തിങ്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ബ്ലീഡിങ് വന്നപ്പോഴത്തേക്കും ഓക്കെ, ഞാൻ അവിടെ മാറി കുറച്ച് നേരം ഇരുന്നു. അപ്പം അമ്മയുടെ അടുത്ത് ഞാനൊരു പ്രോമിസ് ചെയ്തിട്ടുണ്ട്, ഞാൻ അവിടെ പോയിട്ട് ഞാൻ അച്ചീവ് ചെയ്തിട്ട് തിരിച്ച് വരും എന്നുള്ളതായിരുന്നു ഞാൻ അമ്മയുടെ അടുത്ത് പ്രോമിസ് ചെയ്തൊരു കാര്യം. അപ്പം അന്ന് മറ്റേ സേവ് ആലപ്പാട് അങ്ങനത്തെ ഒരു ഇതിൻ്റെ പുറത്തായിരുന്നു ഞാൻ ചെയ്യുന്നതൊക്കെ. അപ്പം ഒരു സോഷ്യൽ ഇനിഷ്യേറ്റീവിന് വേണ്ടിയിട്ടായിരുന്നു അന്ന് ഞാൻ ചെയ്തിരുന്നത്. അപ്പം ആ ഒരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു ഈ ട്യൂബ് ഇട്ട് ഞാൻ പോയത്. ഞാൻ സൈക്കിൾ ഓട്ടണമെന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ്. എന്നെ സംബന്ധിച്ച് എനിക്ക് അമ്മയെടുത്ത് പ്രൂവ് ചെയ്യാനുള്ള കാര്യം. ഞാനൊരു ദിവസം മാറി നിന്ന് എനിക്ക് എൻ്റെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ എപ്പോഴും ഈ ഒരു തോട്ടാണ്, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഞാൻ ചെയ്ത് പോയിട്ട് ഞാൻ തിരിച്ച് വന്നു, എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ മാനേജ് ചെയ്തു എന്നുള്ള സാധനം. അപ്പം ഓക്കെ, ഞാൻ ദൂരോട്ട് നോക്കിയപ്പോൾ ഹൈവേയുടെ ഒരറ്റം മുതൽ ഒരറ്റം വരെ എനിക്ക് കാണാൻ പറ്റും. വാട്ട് ഹാവ് ടു ഡു. അപ്പം ഞാൻ നോക്കി ഓക്കെ, എന്നാൽ ഈ മുറിവ് വെച്ചിട്ടാണ് ഞാൻ ചവിട്ടാം, കുഴപ്പമില്ല. അപ്പോൾ ഈ ഓരോ പ്രാവശ്യം ചെയ്യുമ്പോഴും മുറിവ് വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഈ ഹൈറ്റ് ഉള്ള സ്ഥലങ്ങളാണ് ഈ പറഞ്ഞ ഹൈവേ പോകുമ്പോഴത്തേക്ക്. എന്നാൽ തീരദേശം പിടിക്കാമെന്ന് വെച്ചിട്ട് വേറൊരു റോഡ് തിരഞ്ഞു. അപ്പോൾ കുറച്ചുകൂടെ നമുക്കറിയില്ല. അങ്ങോട്ട് ഇറങ്ങിയപ്പോഴത്തേക്കും ഈ സീയിലെ വിൻഡ് ഇങ്ങോട്ടുണ്ടായിരുന്നു. വിൻഡ് നമുക്ക് ഒരിക്കലും സൈക്കിൾ ഓട്ടി നമുക്ക് മുന്നോട്ട് പോകാൻ പാടായിരിക്കും, ചവിട്ടി നീങ്ങത്തില്ല. അപ്പം ഞാൻ കൂടുതൽ എഫേർട്ട് ഇട്ട് ചവിട്ടി. അപ്പം ഈ വീണ്ടും പ്രശ്നമായിട്ട് ഈ കാലിനകത്ത് മുറിയാൻ തുടങ്ങി. കാലിനകത്തുള്ള സ്കിന്ന് ഷ്രെഡ് ആവാൻ തുടങ്ങി. ഇത്രയും ഫ്രിക്ഷൻ അകത്ത് വരുന്ന കാരണം കാലിനകത്ത് ഭയങ്കരമായിട്ട് ഷ്രെഡിങ് ഉണ്ടായി. ഞാൻ ഓൾമോസ്റ്റ് 125 കിലോമീറ്റർ ഞാൻ ചവിട്ടിയതെന്ന് ഞാൻ അറിഞ്ഞില്ല. കംപ്ലീറ്റ് ഒരു എക്സ്ട്രീമിൻ്റെ പുറത്ത് ചവിട്ടിയതാണ്. അതൊരു രാവിലെ ഇറങ്ങി ചവിട്ടിയതാണ്. അവിടെ എത്തിയിട്ട് ഞാനൊരു സ്പേസിൽ പോയി ഇരുന്ന സമയത്ത് ഒരു ആൽമര ചോട്ടിൻ്റെ അവിടെ പോയിരുന്ന സമയത്ത്, ആലപ്പുഴ അവിടെ ഒരു സ്ഥലത്ത് പോയിരുന്ന സമയത്ത് ഇരുന്നിട്ട് അവർ വിളിച്ച് ഞാൻ സംസാരിച്ചു. ഞാൻ ഇങ്ങനെ സ്ഥലത്തുണ്ടെന്ന് പറഞ്ഞ് ഇങ്ങനെ വരാമെന്ന് ലൊക്കേഷൻ അയച്ചു കൊടുത്തു. അവിടെ ഇരുന്നിട്ട് കുറച്ചൊന്ന് എണീറ്റ് വെള്ളം കുടിക്കാന്നുള്ള രീതിയിൽ എടുത്ത സമയത്ത് ഞാൻ ഈ ട്യൂബിൽ ബ്ലീഡിങ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഞാൻ കാണുന്നില്ല, ശ്രദ്ധിക്കുന്നില്ല, എൻ്റെ മൈൻഡിൽ അതൊന്നും ഇല്ല. അപ്പം ഞാൻ നോക്കിയപ്പോഴത്തേക്ക് ഇരുന്നിടത്ത് എണീക്കുമ്പം ഇരുന്നിടത്ത് അത്രയും ബ്ലഡ്.
അപ്പം ശരിക്കും ഈ ഒരു സൈഡിൽ എനിക്ക് ബട്ടക്സ് ഇല്ല, കാല് മുറിഞ്ഞ് എടുത്ത് മാറ്റിയത് കാരണം ബട്ടക്സ് ഇല്ല. അപ്പം ഒരു സൈഡ് ഇരുന്നിട്ടാണ് നമ്മൾ സൈക്കിൾ ചവിട്ടുന്നത്, ഒരു സൈഡിൽ ബട്ടക്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് ആ ഒരു സീറ്റ് കൊണ്ട് ഉരഞ്ഞിട്ട്, ഈ സീറ്റ് ഭയങ്കര നാരോ ആണ് ഈ സൈക്ലിംഗ് ചെയ്യുന്ന സീറ്റൊക്കെ, അപ്പോൾ അത് കൊണ്ട് ഫ്രിക്ഷനിൽ ഉരഞ്ഞിട്ട് ഈ ഇടുക്കിൻ്റെ ആ ഒരു പോർഷനൊക്കെ കംപ്ലീറ്റ്ലി കീറിപ്പോയി. ഞാൻ അറിഞ്ഞില്ല, 2 പീസ് ആയിട്ടുണ്ടായിരുന്നു അവിടെയൊക്കെ, ഞാൻ അറിഞ്ഞില്ലായിരുന്നു. പിന്നെ കാല് നോക്കിയപ്പോഴത്തേക്ക് ഈ അത്രയും നേരം വേർക്കുന്ന ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഇരുന്നപ്പോഴത്തേക്കും ബോഡി ഡൗൺ ആയിട്ട് കൂൾ ഡൗൺ ആയിട്ട് വേർക്കാൻ തുടങ്ങി ഭയങ്കര രീതിയിൽ. അപ്പോൾ വിശർക്കുന്ന സമയത്ത് നോക്കിയപ്പോഴത്തേക്ക് കാലിനകത്ത് ഭയങ്കര നീറ്റ്, തുറന്നു നോക്കിയപ്പോൾ കാലിനകത്ത് ഈ ഒരു അറ്റം മുതൽ അങ്ങ് ഫ്രണ്ട് അറ്റം വരെ തൊലിയൊന്നുമില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. ആൻഡ് തിരിച്ച് ചവിട്ടിയില്ലല്ലോ? ഞാൻ തിരിച്ച് ചവിട്ടി, അതാണ് വേറൊരു ടെസ്റ്റ്. അപ്പോൾ എന്നിട്ട് ട്യൂബ്, ഈ ബാഗ് ഓക്കെ, യൂറിൻ നോക്കിയപ്പം യൂറിൻ ട്യൂബും, അപ്പോൾ ഈ കാലിനകത്ത് വലിച്ചെടുത്തപ്പോൾ ഒരു ഫുൾ ബാഗ്, യൂറിൻ ബാഗ് മൊത്തം ബ്ലഡ് ഫുൾ, അതിനകത്ത് ഇങ്ങനെ ബ്ലഡും യൂറിനും കൂടെ മിക്സ് ചെയ്തിട്ടൊരു അവസ്ഥയിലിരിക്കുന്നത്. അത് ഞാൻ അപ്പം തന്നെ കളഞ്ഞിട്ട് നോക്കിയപ്പോൾ കാലെനിക്ക് ഇപ്പം ഈ പുറത്തെടുത്തിട്ട് കാലകത്തോട്ട് വെച്ചപ്പം നല്ല രീതിയിൽ നീറ്റൽ ഭയങ്കര ഇതായി. അപ്പം എനിക്ക് ചവിട്ടാൻ പറ്റില്ല എന്ന് എനിക്ക് തോന്നി. അപ്പം ഞാനൊരു അടുത്ത കടയിൽ നിന്ന് മറ്റേ പ്ലാസ്റ്റിക് മാസ്കിൻ ടേപ്പ് ഉണ്ടല്ലോ, അത് വാങ്ങിച്ച് കാല് മൊത്തം റാപ്പ് ചെയ്തിട്ട് ഞാൻ കയറുന്ന സൈക്കിൾ പൊട്ടി. അപ്പോൾ പിന്നെയും ഈ ട്യൂബ് എഴുതാൻ തുടങ്ങി, വീണ്ടും എഗെയിൻ ഈ ട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ വേറെ ട്യൂബ് ഇടാനൊന്നും പോസിബിലിറ്റി ഇല്ല, തിരിച്ച് വരാനോ എനിക്ക് പറ്റത്തില്ല. ഇനി ഞാൻ ട്രെയിനിൽ കയറി വന്നാലും എനിക്ക് തിരിച്ച് വീട്ടിൽ എത്താൻ പറ്റില്ല, മരണപ്പെടുമെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ആ ട്യൂബ് ഊരിയില്ല, ഞാൻ അങ്ങനെ തന്നെ വെച്ചിട്ട് അവരെൻ്റെ അടുത്ത് പറഞ്ഞ്, അവർ വന്നപ്പോൾ ഞാൻ ആരെയും അറിയിച്ചില്ല, ഇങ്ങനത്തെ ഒരു കാര്യം നടന്നതുപോലും അറിയിച്ചില്ല. ഒരു പുറത്ത് കാണാനും പറ്റുന്നുള്ള രീതിയിലായിരുന്നു കാര്യം. അങ്ങനത്തെ ഒരു ബ്ലാക്ക് കളർ ഷോർട്സ് ആയിരുന്നു, അപ്പോൾ അതറിയത്തില്ല. അപ്പം അങ്ങനെയായിരുന്നു ലൈക്ക്. എന്നിട്ട് അവരോട് വന്നിട്ട്, അപ്പോൾ എൻ്റെ കൂടെ 2 പേര് വരണമെന്നും കൂടെ പറഞ്ഞു തിരിച്ച് നാട്ടിൽ. അപ്പോൾ അവരൊരു 10-15 പേരുണ്ടായിരുന്നു. അവരെല്ലാം ട്രെയിനിൽ കയറി ട്രിവാൻഡ്രത്തോട്ട് വന്നു. എൻ്റെ കൂടെ 2 പേര് ചവിട്ടണം, ഞാൻ ചവിട്ടണം ആഗ്രഹം പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ 2 പേര് ചവിട്ടണം എന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ചുകൂടെ എനിക്ക് ചവിട്ടുമ്പോൾ ആ ഒരു ഇത് ചെയ്യുക എന്നുള്ളതാണ് വീണ്ടും എൻ്റെ അൾട്ടിമേറ്റ് ആണ്. പിന്നെയും പെയിൻ കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ പിന്നെ ഞാനൊരു വേറൊരു മൈൻഡ് സെറ്റ് ആയിരുന്നു. പക്ഷേ വീട്ടിൽ എത്തിയപ്പോട്ട് ആരെയും അറിയിച്ചില്ല, വാഷ്റൂമിൽ പോയിട്ട് ഈ കംപ്ലീറ്റ് ടേപ്പ് അൺറാപ്പ് ചെയ്തിട്ട് മറ്റേ വെള്ളത്തിൽ ഒരു ഫുൾ ബക്കറ്റ് വെള്ളം എടുത്തിട്ട് അതിന് മുക്കി വെച്ച്, നല്ല സുഖമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു 2 വീക്സ് മൊത്തം ബ്ലഡ് പോയതിൻ്റെയൊക്കെ ഒരു അവസ്ഥയിൽ ഞാൻ മൊത്തവും കിടന്നുപോയി, വീട്ടിനകത്ത് കിടന്ന്. പിന്നെയാണ് അമ്മ അറിയുന്നത് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അതൊരു അമ്മയും അത്തിയും അറിഞ്ഞില്ല, ഞാൻ ഇങ്ങനെ എല്ലാം മറച്ചു വെച്ച് നടക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇത്രയും അത് ചെയ്യാൻ ആ ഡ്രൈവ് ചെയ്ത ഒരു ഫോഴ്സ് എന്തായിരുന്നു? എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആ ഒരു തോന്നലായിരുന്നു ശരിക്കും പറഞ്ഞാൽ എന്നെ ഡ്രൈവ് ചെയ്തത്. അപ്പം അങ്ങനെ ഒരു റിസ്ക് എടുക്കുക എന്നുള്ള മെൻറ്റാലിറ്റി അപ്പോഴേ ഉണ്ട്. എന്ത് വന്നാലും പെയിൻ ഒരു ഫാക്ടറാണ്. ഓക്കെ, പെയിൻ എനിക്ക് വേദനിക്കും, പക്ഷെ അതെനിക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റും. എനിക്ക് എത്ര ഇപ്പം സ്കൂളിലാണെങ്കിൽ പോലും കുട്ടികളൊക്കെ എന്നെ എടുത്തിട്ട് അടിക്കുമായിരുന്നു. ഈ യൂറിൻ ട്യൂബ് നനയുന്നൊരവസ്ഥയ്ക്കുള്ളതുകൊണ്ട് എല്ലാവരും അങ്ങനത്തെ രീതിയിലായിരുന്നു. ഞാൻ 8ാം ക്ലാസ് വരെ പഠിക്കുമ്പോഴും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു, എന്നെ അടിക്കുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഞാൻ ആരും തിരിച്ചടിക്കത്തില്ല. അമ്മ മറ്റേ KGF പറയുന്നില്ലേ, മറ്റേ അമ്മ പറഞ്ഞിട്ട് ആ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് ആരും അടിക്കത്തില്ല. അപ്പോൾ അമ്മ വന്ന് കരയുന്നൊരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. ഓരോ സ്കൂൾ സ്ട്രഗിൾസ് എന്നിട്ട് വേറൊരു സെഗ്മെൻ്റ് ആണ് ശരിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്, നമുക്ക് തീർച്ചയായിട്ടും ചിന്തിക്കാൻ സാധിക്കും. കാരണം ആ ഒരു സമയത്ത് കുട്ടികൾക്ക് ഇതിന്റെ സീരിയസ്നെസ് അറിയില്ല. അവർ നോക്കുമ്പോൾ ഒരാളിങ്ങനെ വന്നിരിക്കുന്നു, കളിയാക്കാം, കുറ്റപ്പെടുത്താൻ, പരിഹസിക്കാം, അങ്ങനെ ഒരുപാട്. പക്ഷേ 8ാം ക്ലാസ്സിന് ശേഷം അമ്മയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്, ഇനി എൻ്റെ ദേഹത്ത് ആരെങ്കിലും തുടർന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് പെരുമാറും എന്ന്. അമ്മ മിണ്ടിയില്ല. അമ്മ പറഞ്ഞില്ല, കാര്യം അത്രയും വർഷം അമ്മ അന്ന് സംസാരിക്കും, ഇത്രയും പ്രശ്നങ്ങളുള്ള കുട്ടിയാണ്, ഈ കുട്ടീനെ സൂക്ഷിക്കണം നിങ്ങൾ, അവനെന്തെങ്കിലും പറ്റിയ വേറെ ആരും ഉണ്ടാവില്ല അവന് നോക്കാനായിട്ട്, അമ്മ മാത്രമേ ഉണ്ടാവുള്ളൂ എന്നൊക്കെ രീതിയിൽ അമ്മ ഡെയിലി വന്ന് കരയുമായിരുന്നു അവിടെ വന്നിട്ട്. അപ്പം ഞാനത് കാണുമ്പോൾ എനിക്ക് അമ്മ അടുത്ത് പറയാറുണ്ട്, അമ്മ എനിക്ക് തിരിച്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അമ്മ പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് കാര്യം അമ്മ പറഞ്ഞിട്ടുണ്ട്, നിന്നെ അടിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ ഒന്ന് സംസാരിക്കാൻ പറ്റും, പക്ഷെ നീ തിരിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് സംസാരിക്കാൻ അമ്മയ്ക്ക് ഒരു റോളില്ല. അപ്പം അതുകൊണ്ടാണ് ഞാൻ ചെയ്തിരുന്നത്. പക്ഷെ അതിനുശേഷം അമ്മ പറഞ്ഞു, നിന്നെ ദ്രോഹിച്ചു കഴിഞ്ഞാൽ നീ തിരിച്ച് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അധികം ഒന്നും ആൾക്കാർക്ക് എന്നെ ചെയ്യേണ്ടി വന്നിട്ടില്ല. ഒരു 3 സസ്പെൻഷൻസ് ഒക്കെ ചെറുതായിട്ട് ഇങ്ങനെ അടുത്തൂടെ പോയിട്ടുണ്ടായിരുന്നു. അല്ല, നമുക്ക് പെയിൻ വലിയ ഫാക്ടർ അല്ലല്ലോ. പക്ഷെ അതൊരു ഒരിക്കലും ഇത് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ഞാനും അത് ഇത്രയും പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങളല്ല. എന്നാലും സർവൈവലായിരുന്നു ഓഫ് കോഴ്സ്. അത് കഴിഞ്ഞിട്ട് എപ്പോഴാണ് ഈ ജമ്പിങ് എന്ന് പറയുന്ന ഹരം മനസ്സിൽ കയറുന്നത്? അതിന് ഈ സൈക്ലിംഗ് ഒരു വലിയ സ്റ്റോറി ഉണ്ട്, ഇനിയും ഉണ്ട്. എൻ്റെ കിഡ്നി ഇതിനകത്ത് ഫെയിലിയർ ആയിക്കൊണ്ടിരിക്കുന്നു. 2.5 ക്രിയേറ്റിനൊക്കെ പോകുന്നു. അപ്പോൾ ഫെയിലിയറായി ഒരു പോയിന്റ് എത്തി മൊത്തത്തിൽ ഫെയിലിയർ ആവുന്ന സിറ്റുവേഷനായി, ഡയാലിസിസ് വേണമെന്നൊരു സിറ്റുവേഷനായി. എനിക്ക് 21 വയസ്സുള്ളപ്പോഴായിരുന്നു. ഇതിൻ്റെ ഇടയ്ക്കും ഒരുപാട് സർജറീസ്, കിഡ്നി റിമൂവൽ നടത്തിയിട്ടുണ്ടായിരുന്നു. ഈ കിഡ്നി ഫെയിലിയർ ആയെന്നൊരു സംഭവം ആയപ്പോഴത്തേക്കും. അപ്പം ആ ടൈമിലായിരുന്നു ഓക്കെ, ലൈഫ് മൊത്തം പോയി, ഇനി മുന്നോട്ട് ഈ ഒരു ചോയ്സസ് ഇല്ല. പാരാഒളിമ്പിക്സ് ഡ്രീമൊക്കെ നശിച്ചു, എല്ലാം നശിച്ചു. എൻ്റെ ലൈഫ് വാട്ട് ഐ എം ബിൽഡിങ്, എൻ്റെ എല്ലാം കാര്യങ്ങളും നശിച്ചു. 16 വർഷം വീട്ടിനകത്തിരുന്നത്, എന്നിട്ട് അത് പുഷ് ചെയ്ത് വന്നിട്ടും കാര്യങ്ങളുണ്ടായില്ല എന്നൊരു സംഭവം ഉണ്ടായി. ദെൻ ഓക്കെ,
ഈവൻ ഇഫ് ഐ എം ഡെഡ് അല്ലെങ്കിൽ ഞാൻ തിരിച്ച് വന്നാലും ഞാൻ അമ്മയ്ക്കൊരു വഴക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ തിരിച്ച് വരുമെന്നുള്ളത്. പക്ഷേ എന്നാലും ഈവൻ ഇഫ് ഐ എം ഡെഡ് ആ കുറച്ച് സമയം എനിക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാൻ ആരെയും അറിയിച്ചില്ല. അമ്മയെ മാത്രം ഒരു 1 മന്ത് ഇരുന്ന് അമ്മയും ഞാനുമായിട്ടിരുന്ന് കരഞ്ഞ് എനിക്കിത് മുന്നോട്ട് ചെയ്തേ പറ്റൂ എന്നുള്ളത് ഞാൻ ഉറപ്പിച്ചിട്ട് ഒരു വീട്ടിൽ നിന്ന് ഞാൻ എല്ലാം പാക്ക് ചെയ്ത് യൂറിൻ ബാഗ്, ഈ പറഞ്ഞ NS വാട്ടർ ഒക്കെ ഒരു 10-25 കിലോയോളം ബാഗിൻ്റെ സൈക്കിളിൻ്റെ ബാക്കിൽ വെച്ച് കെട്ടിയിട്ട് ഞാൻ ഇറങ്ങി ചവിട്ടാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഓൾമോസ്റ്റ് ഒരു 6 ദിവസം കൊണ്ട് 1000 സംതിങ് കിലോമീറ്റർ ഞാൻ സൈക്കിൾ ഓടിയിട്ടുണ്ടായിരുന്നു. ഞാൻ കണ്ണൂർ വരെ എത്തിയിട്ടുണ്ടായിരുന്നു ആ ടൈമിലായിരുന്നു കംപ്ലീറ്റ്ലി ബോഡി റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ അവിടെ, അതൊരു വലിയ സ്റ്റോറിയായിരുന്നു. റിജക്റ്റ് ചെയ്തിട്ട് ഞാൻ രാത്രി ഒരു ലോഡ്ജിൽ കിടക്കുമായിരുന്നു. അപ്പോൾ എൻ്റെ 2 ക്ലോത്തേ ഉണ്ടാവുള്ളൂ ഞാൻ സൈക്കിൾ ഓട്ടുന്നത്. കാരണം ക്ലോത്ത് വയ്ക്കാനുള്ള സ്പേസ് ഇല്ല. കംപ്ലീറ്റ്ലി മെഡിസിൻ സാധനം തന്നെ ഇരിക്കുന്നത്. ഒരു ഫുൾ ബാഗ് മൊത്തം മെഡിസിനാണ്. അപ്പം അതും കഴിഞ്ഞിട്ടാണ് പോകുന്നത്. അതിന് ഓൾമോസ്റ്റ് 32 ടാബ്ലറ്റ്സ് പെർ ഡേ എടുക്കുന്ന ഒരു ടൈമാണ്. 32 ടാബ്ലറ്റ്സ് എടുത്തിട്ടാണ് എല്ലാ ദിവസവും 32 ടാബ്ലറ്റ് കഴിച്ചിട്ടാണ് നമ്മൾ ജീവിക്കുന്നത്. ആ ടൈമിൽ ഞാൻ ഒരു 6 വർഷത്തോളം അങ്ങനെയായിരുന്നു. അപ്പോൾ ഈ മെഡിസിൻ്റെ പുറത്ത് ഇതൊക്കെ ചെയ്യുന്നതും എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ മെഡിസിൻ്റെ ഗുണം കൊണ്ടല്ല, മെഡിസിൻ്റെ സൈഡ് ഉണ്ട്, പക്ഷേ ഞാൻ ഗഡ്സിലാണ് അത്. അപ്പോൾ ഈ ഗവി ഒക്കെ പോലുള്ള സ്ഥലങ്ങളിലൂടെ അങ്ങനെ ഞാൻ കുറേ ട്രാവൽ ചെയ്തു ആ ടൈമിൽ. ആ ഒരു 6 ദിവസം ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ ലൈഫ് മൊത്തം ഞാൻ സ്പെൻഡ് ചെയ്തു കേരളത്തിനകത്ത്. അതിൻ്റെ അവിടെ എത്തി ഒരു ലോഡ്ജിനകത്ത് നിൽക്കുന്ന സമയത്ത് ഒരു സമയത്തേക്കും ലൈക്ക് വൊമിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. വൊമിറ്റിംഗ് ആയിരുന്നു സ്റ്റാർട്ടിങ്. പിന്നെ ബോധം പോകാൻ തുടങ്ങിയ സമയത്ത് ഞാൻ അന്ന് കോവിഡൊക്കെ ഉണ്ടായിരുന്നു. ആ ടൈമിൽ കോവിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയമായിരുന്നു. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ എൻ്റെ ബോധം പൊക്കോണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഇങ്ങനെ ചെറിയൊരു സൈഡിൽ ഇങ്ങനെ വെച്ചിട്ട് ഫോണിങ്ങനെ നീക്കി വെച്ചിട്ട് ഞാൻ വിളിച്ചിട്ട് അന്ന് ഞാൻ ഈ നനയ്ക്കായിട്ടേക്കുവാ തുണിയൊക്കെ. അപ്പം ഡ്രസ്സൊന്നും ഉണ്ടാകത്തില്ല. അപ്പം ഞാൻ ഒറ്റയ്ക്കല്ലേ, അപ്പം പിന്നെ അതൊരു വലിയ കെയർ അല്ല. പക്ഷെ നനച്ചിട്ട് ഞാൻ എടുത്തിട്ട് അപ്പം ഞാൻ പയ്യെ ഡ്രസ്സൊക്കെ ഒരു ഷോർട്സ് വലിച്ചിട്ടിട്ട് ഞാൻ പോലീസിന് 108 വിളിച്ചിട്ട് ഞാനിങ്ങനെ വിളിച്ചിട്ടും അവർക്ക് ഇനി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവർക്ക് മനസ്സിലായി ഞാൻ എന്തോ സീരിയസ് ആയിട്ട്. അവർ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് നേരെ പോലീസിനെ അറിയിച്ചു. പോലീസ് വന്നു, എന്നെ സ്ഥലമൊക്കെ കണ്ടെത്തി, ലൊക്കേഷൻ കണ്ടെത്തി അവർ വന്ന് എന്നെ കൊണ്ടുപോയി നേരെ ഹോസ്പിറ്റലിൽ. പിറ്റേ ദിവസമാണ് എനിക്ക് ബോധം വരുന്നത്. നേരെ അവിടെ നിന്ന് എന്നെ റാപ്പ് ചെയ്തു. കംപ്ലീറ്റ്ലി ഇവിടെ കൊണ്ടുവന്ന് ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്തു. ആ ടൈമിൽ എനിക്ക് ഇവിടെ സ്ട്രെങ്ത് വിടാൻ പറ്റില്ല, ടെമ്പററി ഡയാലിസിസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് പെർമനൻറ്റ് ഡയാലിസിസ് അതിന് മുന്നേ തന്നെ പ്രിപ്പയർ ചെയ്ത് കയ്യിലൊരു AV ഫിസ്റ്റുലൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് അഡാപ്റ്ററൊക്കെ ചെയ്ത് കയ്യിൽ വെച്ചിട്ടുള്ളതുകൊണ്ട് ഡയാലിസിസ് അപ്പോൾ തന്നെ. അതെ, ഇതാണ് അഡാപ്റ്റർ. അപ്പം അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു. ആഫ്റ്റർ അതിനുശേഷം എന്തായിരുന്നു ഈ പറഞ്ഞ പിന്നെ ബാക്ക് ടു ലൈഫിലൊന്നുമില്ല എന്നൊരു സംഭവം ആവുകയും ഒരു 3 വർഷത്തോളം ഈ പറഞ്ഞ ജെന്നി വരികയും ഡയാലിസിസ് ചെയ്യാം 3-4 മണിക്കൂർ എല്ലാ ദിവസവും ഒരു വീക്ക്ലി ട്വൈസ് പോയി കിടക്കുക. അപ്പോൾ അങ്ങനെ ഒരു കമ്മ്യൂണിറ്റി ആയി, അങ്ങനത്തെ ഒരു സ്ഥലത്ത് ജീവിച്ച് തീർക്കുക എന്നുള്ളതായി. പക്ഷേ പിന്നീട് ട്രാൻസ്പ്ലാന്റേഷൻ ഒന്നും പോസിബിൾ അല്ല എന്നൊരു സംഭവമായിരുന്നു. കാര്യം ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ട്, സ്പൈനലായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ട്. സ്പൈനൽ ബൈഫിഡ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പുറത്ത് ഈ കാല് കാണുന്നത് ഒരു വലിയ പ്രശ്നമൊന്നും അല്ല. അന്ന് ഇപ്പോഴും അല്ല, ഞാൻ എപ്പോഴും അത് പറയത്തില്ല. കാലിൻ്റെ ഒരു പ്രശ്നം എനിക്കൊരു ഡിഫിക്കൽട്ടി അല്ല. എസ്പെഷ്യലി ഞാൻ അപ്പോഴൊക്കെ തെങ്ങ് വരെ കയറുമായിരുന്നു. ഈ കാലൊന്നും വയ്ക്കാതെ തെങ്ങ് വരെ കയറുമായിരുന്നു. അപ്പം എനിക്ക് ചെയ്യാൻ സ്വിമ്മിങ് ചെയ്യുമായിരുന്നു, സ്കേറ്റിംഗ് ചെയ്യും, എനിക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ സ്പോർട്സും ഞാൻ ചെയ്യും. എനിക്ക് അങ്ങനെ ഒരു കാല് തന്നെ ഒരിക്കലും കാല് മാത്രമാണ് പ്രശ്നം. പക്ഷെ ഇന്റേണലി കുറെ പ്രശ്നങ്ങളുണ്ട്. എല്ലാം ഓരോ പ്രശ്നങ്ങൾക്കും അതിന്റെ കോംപ്ലക്സിറ്റി വളരെ റയറസ്റ്റ് കണ്ടീഷനാണ്. ഓരോ പ്രശ്നങ്ങളും റയറസ്റ്റ് കണ്ടീഷനാണ്. അതും എല്ലാം കണക്റ്റഡും ആണ്. മെയിൻലി ഇതുമായിട്ടൊക്കെ കണക്റ്റഡും ആണ്. സോ ഈവൻ നെർവ് ആണെങ്കിലും എനിക്ക് ഈ സ്പൈനൽ ബൈഫിഡ എന്നുള്ള കണ്ടീഷൻ റിമൂവ് ചെയ്ത് കളഞ്ഞ സമയത്ത് ഒരു ട്യൂമർ പോലത്തെ ഒരു സാധനമായിരുന്നു. അത് റിമൂവ് ചെയ്ത് കളഞ്ഞ സമയത്ത് എൻ്റെ ഹോൾ നെർവസ് സിസ്റ്റത്തിനെയും ബാധിച്ചു, ബ്ലാഡറിനെയും ബാധിച്ചു. എനിക്ക് 16 വയസ്സുള്ളപ്പോഴും എനിക്ക് 8 വയസ്സുകാരൻ്റെ 3 വയസ്സുകാരൻ്റെ ബ്ലാഡറായിരുന്നു. സോ അതിൽ പിന്നെ 2 കിഡ്നിയിൽ നിന്ന് 2 യൂറിറ്റർ വരുന്നുണ്ടായിരുന്നു. അതിൽ റിഫ്ലക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. നെഫ്രോ യൂറിറ്ററെക്ടമി എന്ന് പറഞ്ഞ കണ്ടീഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ കുറേ ചലഞ്ചസ് ഉണ്ടായിരുന്നു. പിന്നെ ബ്ലഡ് ഓഗ്മെന്റേഷൻ ചെയ്യുന്നതാണെങ്കിലും ഇതൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. കുറെ സ്ട്രഗിൾസ് ഉണ്ടായിരുന്നു. ദൈവത്തിന്റെ ഒരു വികൃതിയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ചിരിച്ചുകൊണ്ട് പറയുന്നത്. അതെ അതെ. ഓക്കെ, അപ്പൊ ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിലേക്ക് തിരിച്ചെത്തിട്ടുണ്ട്. ഈ ജമ്പിങ് എന്ന് പറയുന്നത് ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു? അതിനോടൊരു ഹരം തോന്നുന്നത് എപ്പോഴായിരുന്നു? ഓക്കെ, ഈ ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞ പോസിബിലിറ്റി വരുന്ന ഒരു പോയിന്റ് ഉണ്ടായിരുന്നു. ഈ കിഡ്നി ഈ ഡയാലിസിസ് ചെയ്തിട്ട് ഒരു പോയിന്റ് എത്തിയ സമയത്ത് ഹാർട്ടിനൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നു തുടങ്ങി, എക്കൊക്കെ ചെറിയ വേരിയേഷൻസ് വന്നു തുടങ്ങി. അപ്പോൾ എത്രയും പെട്ടെന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്യണം, ഇല്ലെങ്കിൽ ഇത് ഇനി അധികകാലം പോകത്തില്ല എന്നൊരു സൈഡായിരുന്നു. അപ്പം അന്നുവരെ ചെയ്യാൻ പറ്റില്ല എന്നൊരു കാര്യം. ഓക്കെ, നമുക്കൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് വെക്കാം. അപ്പം അമ്മ സംബന്ധിച്ചു. അമ്മ എൻ്റെ മോനെ രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ് അമ്മയുടെ അൾട്ടിമേറ്റ് എയിം.
അപ്പം സമ്മതിച്ചിട്ട് ഓക്കെ ഇപ്പം അമ്മ ഓ നെഗറ്റീവ് ഞാൻ ബി പോസിറ്റീവ് ഓക്കെ ഒന്ന് നോക്കി വെക്കുക എന്നുള്ള രീതിയിൽ ഒന്ന് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ക്രോസ് മാച്ച് ചെയ്ത് ഓക്കെ ആണെന്ന് പറഞ്ഞു. പക്ഷേ ആസ്മ ഒരു ബുദ്ധിമുട്ട് അമ്മയ്ക്ക് തരാൻ പറ്റുമോ എന്നുള്ള ടെൻഷൻ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു, ആസ്മയൊക്കെ ഉള്ള കാരണം. കുഴപ്പമില്ല ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ട് അന്നങ്ങനെ സർജറി ചെയ്തു. സർജറി ചെയ്ത് പുറത്ത് കൊണ്ടുവന്നിട്ട് കിഡ്നി ഓക്കെ തിരിച്ച് ഇത് ചെയ്തു എന്നുള്ള സാധനം വന്നു. പക്ഷേ 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് റിജക്റ്റഡ് ആയി. പക്ഷേ കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നതിന് മുന്നേ ഒരു സാധനം കൂടെ ഉണ്ടായിരുന്നു. നോർമലി ട്രാൻസ്പ്ലാന്റേഷൻ എന്ന് പറഞ്ഞാൽ സ്റ്റെറോയിഡ്സ് കൊടുക്കും, ന്യൂറോടോക്സിൻസ് കൊടുക്കും. ന്യൂറോടോക്സിൻസ് എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മ്യൂണിറ്റി സപ്രസ് ചെയ്യാനാണ്. നമ്മളെ ഇമ്മ്യൂണിറ്റി ഉണ്ടാവില്ല അത് ചെയ്ത് കഴിഞ്ഞാൽ ട്രാൻസ്പ്ലാന്റേഷൻ ആണ്. കാര്യം ഔട്ട്സൈഡ് ഒരു ഒബ്ജക്റ്റിനെയാണ് നമ്മുടെ ബോഡിയിൽ എടുത്ത് വയ്ക്കുന്നത്. പിന്നെ സ്റ്റെറോയിഡ്സ് ഇടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇത്രയും വലിയ ഇമ്മ്യൂണോ സപ്രസൻസ് തരുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ ന്യൂറോടോക്സിൻസ് തരുന്നുണ്ട്. ഇത് നമ്മുടെ ബോഡി അഫക്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ള സൈഡുകൊണ്ട് പിന്നെ ഈ റിജക്റ്റഡ് ആവാതിരിക്കാനുള്ള പോസിബിലിറ്റി കുറയ്ക്കാനും വേണ്ടിയിട്ട് ഈ സ്റ്റെറോയിഡ്സ് തരും. ഇത് ബാലൻസ് ചെയ്യണമല്ലോ, നമുക്ക് വേറെ ഒരു തരത്തിലുള്ള മെഡിസിൻസ് എടുത്തു അത് ബാലൻസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് അത്രയും വലിയൊരു മെഡിസിൻ തന്നെ തന്നേ പറ്റും. പക്ഷേ ആ മെഡിസിൻ തന്നു കഴിഞ്ഞാൽ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, അതായത് ഈ സ്റ്റെറോയിഡ്സ് തന്നുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിസിക്കലി ഒന്നും പുഷ് ചെയ്യാൻ പറ്റില്ല. പിന്നീട് മസിൽസ് ഒക്കെ ഡ്രെയിൻ ആയിപ്പോകും. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ന്യൂറോടോക്സിൻസ് തന്നെ ഡയറക്റ്റ്ലി എടുക്കാം. പക്ഷെ അതിനൊരു പ്രശ്നം എന്നുള്ളത് കഴിഞ്ഞാൽ കുറച്ച് നാളെ നമുക്ക് ലൈഫ് എക്സ്പെൻസ് ഉണ്ടാവത്തുള്ളൂ. കാര്യം നമ്മൾ ഈ പറഞ്ഞ ബ്രെയിനിനെ അത് ബാധിക്കും, ഇന്റേണലി കരളിനെ ബാക്കിയുള്ള ഓർഗൻസിനൊക്കെ അത് ഡയറക്റ്റ്ലി ബാധിക്കും ഈ പറഞ്ഞ മെഡിസിൻസ് സൈഡ് എഫക്ട്സ്. സോ അപ്പം ഞാനത് ചോയ്സ് ആയിട്ട് എടുത്തു. ഓക്കെ ഇനി എൻ്റെ ജീവിതം ഉണ്ടെങ്കിൽ ഞാനത് ഫിസിക്കലി പുഷ് ചെയ്താലും മതി, പക്ഷേ എനിക്ക് എന്ത് പറയാം, എനിക്ക് അങ്ങനെ ഒരു ചോയ്സ് ആയിരിക്കണം എൻ്റെ ലൈഫ് എന്നുള്ളത്. കാര്യം ഞാൻ ആൾറെഡി ഫിസിക്കലി പുഷ് ചെയ്യുന്നിട്ടാണ് ഞാനൊരു ഇച്ചിരിയെങ്കിലും എനിക്ക് സന്തോഷം തോന്നിയിട്ടുള്ളത്. ഞാൻ എന്തെങ്കിലും ചെയ്തു എന്നൊരു തോന്നൽ എനിക്ക്, ഞാൻ ജീവിച്ചിരിക്കുന്നു തോന്നലെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഓക്കെ ദെൻ അത് ട്രൈ ഔട്ട് ചെയ്യാന്നുള്ള രീതിയിലാണ് ഞാൻ ആ സർജറി ചെയ്യുന്നത്. ദെൻ സർജറി കഴിഞ്ഞ് ബാക്കിൽ ലൈഫിലോട്ട് വന്നിട്ട് വിത്ത് ദ വൂണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇന്റേണലി ഒരു 7 ലെയർ ഓഫ് സ്കിന്നിന് അണ്ടറിൽ ഈ പറഞ്ഞ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നിടത്ത്, ഇത്രയും സർജറീസ് ചെയ്തിരിക്കുന്നിടത്ത് എൻ്റെ ഈ വയറൊക്കെ ഇവിടെ ഒരുപാട് സർജറീസ് ചെയ്ത കാരണം ഇവർക്കൊന്നും ഈ തുന്നിക്കെട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെല്ലാം ടൈറ്റായിട്ട് പിടിച്ചിട്ടാണ് ചെയ്തിരുന്നത്. അപ്പോൾ വിത്ത് ദ വൂണ്ട് തന്നെ സ്റ്റിച്ചോടെ വെച്ചിട്ട് തന്നെ ഞാൻ വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യുകയും ഫിസിക്കലി പുഷ് ചെയ്യാനൊക്കെ ആ ടൈമിൽ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഡോക്ടേഴ്സ് സമ്മതിക്കുമോ? അവർക്ക് ആക്ച്വലി അവർക്ക് ആൾറെഡി അറിയാം ഇതിനെ ഒന്നും പിടിച്ചാൽ കിട്ടത്തില്ല. അതെ അതെ. പക്ഷെ ഡോക്ടറൊക്കെ ഭയങ്കര പ്രൗഡായിരുന്നു. ഷാമിന്റെ വഴിക്ക് വിട്ടേക്കാണ് അത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ സർജറി എടുക്കുന്നതും എനിക്ക് അങ്ങനെ ചോയ്സസ് തരുന്നതും മുന്നോട്ട് തരുന്നത്. പക്ഷെ എല്ലാം സൂക്ഷിച്ച് ചെയ്യാന്നുള്ള സൈഡ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് എപ്പോഴും ഓക്കെ ഈ വീടിനകത്തുനിന്ന് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതായിരുന്നു എൻ്റെ അൾട്ടിമേറ്റ് കാര്യം. അപ്പം ഞാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ എനിക്ക് ഫിസിക്കലി പുഷ് ചെയ്ത് കഴിഞ്ഞു, അടുത്ത് എനിക്കൊന്നും ചെയ്യാനില്ല. പക്ഷേ ഈ ഫിസിക്കലി പുഷ് ചെയ്യുമ്പോഴും എനിക്ക് ഈ മെഡിസിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് കാരണം തന്നെ ഈ ട്രോമ ആയിട്ട് ലെവലിലായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. വേറെയും കുറേ ലൈഫുകൾ ഉണ്ടായിരുന്നു കേട്ടോ, ട്രോമ റിലേറ്റഡ് ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ബട്ട് ഇത്രയും കേൾക്കുമ്പോൾ അത് കേൾക്കുന്ന എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ സോ വേറെ കുറേ സ്കൂളിലൊക്കെ അനുഭവിച്ചതും കോളേജിൽ അനുഭവിച്ചതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. പക്ഷേ ഈ പറഞ്ഞ നമ്മളിപ്പം ഈ ഒരു ലൈഫ് മുന്നോട്ട് പോസിബിലിറ്റി ഇല്ല എന്നൊക്കെ പിന്നൊരു ഇതാണല്ലോ, നമുക്ക് കുറച്ച് നേരം ജീവിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനകത്ത് എന്താ ചെയ്യാൻ പറ്റുക എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. പക്ഷേ നമുക്ക് മുന്നോട്ട് പോകാൻ പോസിബിലിറ്റീസ് ഇല്ല. മുന്നേ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു, ഒരു ഗോൾ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. ഒരു വിഷൻ ഉണ്ടായിരുന്നു, ഇപ്പം അതില്ല. കാര്യം എനിക്ക് പിന്നെയും സൈക്കിളിലോട്ട് പോകാൻ പറ്റില്ല. കാര്യം എന്താ പറയുക, ഈ പറഞ്ഞ ചലഞ്ചസ് ഉണ്ട്. കാര്യം ഡീഹൈഡ്രേഷൻസ് ഉണ്ടാവാം, കുറേ ചലഞ്ചസ് ഉണ്ട്. നമുക്ക് മുന്നോട്ട് അധികം പുഷ് ചെയ്യാൻ പറ്റില്ല. പിന്നെ നമുക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല, നാഷണൽ ലെവലിലൊന്നും പോയി പാടില്ല. കാര്യം ഇത്രയും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട്, എല്ലാം നമുക്ക് എതിരാണ് അത് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതിലൊക്കെ. അപ്പം സോ ഞാൻ തീരുമാനിച്ചു ഓക്കെ ദെൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുമോ, ഒന്നും ചെയ്യാനില്ല. അപ്പം സൂയിസൈഡാണ് അൾട്ടിമേറ്റ് എൻ്റെ ഫ്രണ്ടിൽ. കാരണം പണ്ടേ സൂയിസൈഡിലായിരുന്നു ഞാൻ. ഭയങ്കര എനിക്ക് ജീവിതത്തിലൂടെ അങ്ങനെ ഒരു കാഴ്ചപ്പാടായിരുന്നു. കാര്യം ആൾറെഡി ചെയ്യുന്ന ഒരാൾക്ക് അങ്ങനെ ഒരു ടെൻഡൻസി ഉണ്ടായിരുന്നു. പിന്നെ 100% ഒരു ഡിപ്രഷൻ എക്സ്ട്രീംസും ഉണ്ടാവും, ഒരു സൂയിസൈഡ് എക്സ്ട്രീംസും നോക്കും. കാര്യം മുന്നോട്ട് ജീവിക്കാൻ അർത്ഥമില്ലാത്തൊരു സൈഡ് ഉണ്ടാവും. അതൊരു വലിയൊരു എനിക്കൊരു 1ാം ക്ലാസ്സിലും 2ാം ക്ലാസ്സിലും പഠിക്കുമ്പോൾ തന്നെ അങ്ങനെ ഒരു തോട്ട് ഉണ്ടായിരുന്നു. അതിനൊരു വലിയ ഫാക്ടർ ഒരു ഡാർക്ക്നെസ് ഒക്കെ വേണമെങ്കിൽ പറയാം അതിന്. നമുക്കിപ്പം എന്നെ സ്കൂളിൽ കളിയാക്കുന്നവരൊക്കെ എനിക്ക് അന്ന് ട്യൂബ് എടുക്കുമായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അവരോട് ചെയ്യാൻ തോന്നിയിട്ടുള്ളത് ലൈക്ക് ഈ ട്യൂബ് ഇടുന്ന സമയത്ത് ഇതും അതുപോലെ അവർക്ക് ഇട്ടിട്ട് അതുവഴി ആസിഡ് കടത്തിവിടുക എന്നൊക്കെ ഞാൻ അന്ന് ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഡാർക്ക്നെസ്സും എനിക്കുണ്ട്. അതൊക്കെ ഞാൻ എന്നെ തന്നെ ഹെർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു ഈ കാര്യങ്ങളിലൊക്കെ. പിന്നെ ഈ പറഞ്ഞ എനിക്ക് ടെസ്റ്റസ് റിമൂവൽ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്കിങ്ങനെ ഒരു സൈഡ് ക്രഷ് ഉണ്ടായിരുന്ന ഒരു കുട്ടിയുടെ അടുത്ത് ഞാൻ പോയി പറഞ്ഞ സമയത്ത് കഴിവില്ലാത്ത ഒരാളെ, ഈ കുട്ടികളെ ഉണ്ടാക്കാൻ കഴിവില്ലാത്ത ഒരാളെ എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ ഒരു സൈഡ് ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ എൻ്റെ വലിയൊരു ഡാർക്ക്നെസ് ആയിരുന്നു. അതൊക്കെ നമുക്ക് 16 വയസ്സ് കഴിയും, ഒരു 18 വയസ്സൊക്കെ ആകുമ്പം അറിയാലോ, യു ക്യാൻ ഇമാജിൻ. സോ അതൊക്കെ നമുക്കൊരു, ഞാൻ എന്നെ സംബന്ധിച്ച് ഞാൻ കണ്ണുകൊണ്ട് കാണുന്നതാണ്, ഞാൻ ഈ ലോകത്തെ കണ്ണുകൊണ്ട് കാണുന്നതാണ്. ഞാൻ എൻ്റെ ശരീരം വെച്ചല്ല വിലയിരുത്തുന്നത് തന്നെ. അപ്പം എന്നെ ആൾക്കാർ വിലയിരുത്തുന്ന ശരീരം വെച്ചിട്ടാണ്. അപ്പോൾ അതായിരുന്നു എൻ്റെ ഒരു വലിയൊരു ഒരു ബുദ്ധിമുട്ട്. അതെ അതെ, ചലഞ്ച്.
അപ്പോൾ അവരങ്ങനെ പറയും, അതൊക്കെ ഒരു വലിയൊരു ഹേർട്ടും അതൊരു വലിയ ഫ്രസ്ട്രേഷൻസ് ആവുകയും അങ്ങനെ കുറേ ബാക്ക് സ്റ്റോറീസ് ഓഫ് കോഴ്സ് ഉണ്ട്. ഒരുപാട് ചലഞ്ചസ് ആയിട്ട് പോകുന്നതൊക്കെ ഉണ്ടായിരുന്നു. സോ അതായിരുന്നു ആ ഒരു സമയത്ത്. അപ്പം ആഫ്റ്റർ അങ്ങനെ ഒരു പോസിബിലിറ്റി ഇല്ലയെന്ന് കണ്ടപ്പോൾ ഒരു സൂയിസൈഡ് ലെവലായിരുന്ന സമയത്ത് എങ്ങനെ മരിക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഇത്. കാര്യം ഒരിക്കലും അമ്മയ്ക്ക് തോന്നരുത് ഞാൻ ഇന്ന കാരണം കൊണ്ട് ഇങ്ങനെ അമ്മ എനിക്ക് സെക്കൻഡ് ലൈഫ് തന്നു, പക്ഷെ അത് ഞാൻ പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്തില്ല. പക്ഷെ നാട്ടുകാർ അമ്മയെ പറയരുത് എന്നുള്ളൊരു തോന്നലൊക്കെ എനിക്കുണ്ടായിരുന്നു. കാര്യം ഇങ്ങനൊരു മോൻ ജന്മം കൊടുത്തിട്ട് അവൻ മരിച്ചല്ലോ അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്തല്ലോ എന്നൊരു തോന്നൽ അമ്മയുടെ കാര്യം പറയരുതെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. അപ്പോൾ അതായിരുന്നു എൻ്റെ മെയിൻ എയിം. അപ്പം ഞാൻ ഈ സ്ലാക്ക് ലൈൻ പഠിക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ഇതായിരുന്നു. അതായത് ഈ റോപ്പ് വാക്കിങ് ചെയ്യുക. അപ്പോൾ ഒരു കാലം വെച്ച് അത് ചെയ്യാൻ കുറച്ച് ഡിഫിക്കൽട്ടായിരുന്നു. അപ്പം ഞാൻ എൻ്റെ മറ്റേ കാലം വെച്ചിട്ട് പക്ഷേ ആ കാലം ഞാൻ ഡെവലപ്പ് ചെയ്തെടുക്കണം. ഞാൻ ആ സ്ലാക്ക് ലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കാലം ഡെവലപ്പ് ചെയ്തെടുക്കണം. അത് ആ ഒരു സൈക്കിളിൽ നിന്ന് പോയതാണ്. പക്ഷെ കുറച്ച് പഠിച്ചായിരുന്നു ആ ടൈമിൽ. അപ്പോഴാണ് ഒരു അനിമെ കാണുന്നത്, അറ്റാക്ക് ഓൺ ടൈറ്റൻ എന്ന് പറഞ്ഞൊരു അനിമെ. അപ്പോൾ എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ് ആ ഒരു അനിമയുടെ ക്യാരക്ടറും ഒക്കെ എനിക്ക് ഭയങ്കര റിലേറ്റബിളാണ്. അപ്പോൾ അതിൽ നിന്നാണ് ഇതിൻ്റെ ഒരു സ്കൈ ഡൈവിങ്ങിൻ്റെ ഒരു ചെറിയ ടിപ്പ് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഒരു ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് പറയാം മിഡ് എയറിൽ എന്നെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ മരിച്ചോളാം, നിങ്ങൾ എന്നെ, അങ്ങനെ ഒരു സൈഡായിരുന്നു എനിക്ക്. അപ്പൊ സൂയിസൈഡ് ചെയ്തൊന്നും തോന്നുന്നില്ല. അപ്പൊ ആർക്കും അങ്ങനെ തോന്നത്തുമില്ല, ഞാൻ എന്തോ വലിയ കാര്യം അച്ചീവ് ചെയ്തു. അപ്പൊ അതായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് അപ്പം ഞാൻ ചിന്തിച്ചൊരു കാര്യം, ഒരു 6 ദിവസമൊക്കെ ഉറക്കമില്ല ആ ടൈമിലൊന്നും. ഉറക്കം എന്ന് പറയുന്ന സാധനം എനിക്കില്ല. കംപ്ലീറ്റ്ലി ഓവർ തിങ്ക് ചെയ്ത് അങ്ങനത്തെ ഒരു എക്സ്ട്രീമിൽ നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പം ഞാൻ എന്ത് ചെയ്തു, ഓക്കെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എന്താ, ഒറ്റയ്ക്ക് ചെയ്താൽ പറ്റിയല്ലോ. അപ്പം ഉറപ്പായിട്ട് ഇത്രയും ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ഇത്രയും ഡിഫിക്കൽട്ടി ഉള്ള ഒരാളും ഏറ്റെടുക്കാൻ പോകുന്നില്ല. അങ്ങനെയാണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷനിൽ ഞാനിങ്ങനെ മെയിൽസ് അയക്കുന്നത്. അവർ റിജക്ട് ചെയ്തു, നോർമലി റിജക്ട് ചെയ്തു. അങ്ങനെ 144 പ്രാവശ്യം ഞാൻ ട്രൈ ചെയ്തു. 144 അയച്ചു. അവരുടെ ഓരോ മെമ്പേഴ്സിനൊക്കെ അയച്ചു, അതിലുള്ള ഓരോ ആൾക്കാർക്ക് ഞാൻ അയച്ചു. അതിൽ ഒരാളിങ്ങനെ ഇത് ചെയ്തിട്ട് പറഞ്ഞു, ലൈസൻസിങ് പാർട്ട് നമ്മൾ അവരൊരു ബോർഡ് മീറ്റിംഗ് കൂടിയിട്ട് ലൈസൻസിങ് പാർട്ട് നമ്മൾ ചെയ്യാം, പക്ഷേ യു ഹാവ് ടു ഫൈൻഡ് എ ഡ്രോപ്പ് സോൺ. സോ ആ സൈഡിലാണ് ഞാൻ പിന്നെ അടുത്ത എൻ്റെ ചലഞ്ച്, ഒരു ഡ്രോപ്പ് സോൺ കണ്ടെത്തുക അതിനുവേണ്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുറേ മെയിൽ അയച്ചെങ്കിൽ അതെനിക്ക് ഓർമ്മയൊന്നുമില്ല എത്ര മെയിലാണെന്ന്. ഒരുപാട് കാര്യങ്ങൾ കണക്ഷൻസ് ബിൽഡ് ചെയ്യുക ഒക്കെ നോക്കിയ സമയത്ത്, അതും ഈ റൂമിൽ കടന്നുകൊണ്ടാണ് ഈ ചെയ്യുന്നതെല്ലാം. അപ്പം കടന്നിട്ട് ഇത് സ്വന്തമായിട്ട് പുഷ് ചെയ്യണമെന്നൊരു ഒരു ചേഞ്ച് വന്നു എൻ്റെ ലൈഫിൽ. ആ ഒരു ത്രെഡ് തന്നെ ചേഞ്ച് ചെയ്തു. അപ്പോഴാണ് ഞാൻ ഇനി മുന്നോട്ടൊരു പോസിബിലിറ്റി കിട്ടി, ഇനി ഇത് അച്ചീവ് ചെയ്യണം. അതെ, പിന്നെ കണ്ടു, ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടു. പക്ഷേ ഇതിനകത്ത് ഒരുപാട് ചലഞ്ചസ് ഉണ്ട്, എങ്ങനെ ഇത് ചെയ്യുക എന്നുള്ളൊരു കംപ്ലീറ്റ് ചലഞ്ചസ് ഉണ്ട്. അപ്പോൾ ഈ ഡ്രോപ്പ് സോൺ കണ്ടെത്തുക എന്നുള്ളത് ഒരു വലിയ ചലഞ്ചായിരുന്നു. അവരെന്നെ ഏറ്റെടുക്കുക എന്നുള്ള വലിയ. അപ്പോൾ സ്കൈ ഡൈവ് തായ്ലാൻഡ് ഒരു അക്കാഡമിയിൽ അവിടുത്തെ ഒരു ആൻഡി എന്ന് പറഞ്ഞിട്ടൊരു സാറ്, ഒരു ചീഫ് ഇൻസ്ട്രക്ടർ ഉണ്ടായിരുന്നു. ഹീ ഈസ് ലൈക്ക് റെഡി ടു സപ്പോർട്ട് മീ, നീ ഇഞ്ഞ് വരൂ നമുക്ക് നോക്കാം, വിൻടേണിൽ ചെയ്തിട്ട് വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ ഹൈദരാബാദ് 1-2 കണക്ഷൻസ് അജ്മൽ എന്നൊക്കെ പറഞ്ഞ് 1-2 കണക്ഷൻ ത്രൂ ഞാൻ അവരെ കണക്ട് ചെയ്യും. അങ്ങനെയൊക്കെ ആയിരുന്നു. അങ്ങനെ രാഹുൽ എന്ന് പറഞ്ഞ ആൾക്കാർ, അങ്ങനെ കുറച്ച് ആൾക്കാർ വഴി കണക്ട് ചെയ്തു. ഞാൻ അവിടെ എത്തിയിട്ട് ഞാൻ അതിന് മുന്നേ ഞാൻ വിൻടേണിൽ ചെയ്തിട്ട് വന്നു. ഫസ്റ്റ് ജമ്പിൻ്റെ ദിവസം, അപ്പോൾ അന്നത്തെ ദിവസം ഇതിനകത്ത് ട്രെയിനിങ് ഒക്കെ ഉണ്ട്. ട്രെയിനിങ് കഴിഞ്ഞ് പിന്നെ പഠിക്കാനൊക്കെ ഉണ്ട്, പഠിച്ച് അതിനകത്ത് എക്സാം ഒക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അങ്ങനെ ഒരു സൈഡ് ഉണ്ട്. അതൊക്കെ പാസ്സായി. അതൊക്കെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പഠിക്കുന്ന കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോ ത്രെഡിനെ പറ്റിയാണെങ്കിലും ഓരോ കാര്യങ്ങളെ പറ്റിയാണെങ്കിലും എൻ്റെ റിസ്കിനെ പറ്റിയാണെങ്കിൽ. അപ്പോൾ എനിക്ക് റിസ്കിനെ പറ്റി പറയുമ്പോഴൊന്നും എനിക്ക് പ്രശ്നമേ സിമ്പിൾ കാര്യം. ഓക്കെ, നമ്മുടെ അൾട്ടിമേറ്റ് എയിം ബാക്ക് എൻഡ് ചിലപ്പം അതാണെങ്കിലും എനിക്ക് ഓക്കെ. സമയത്തും ബോഡിയിൽ പെയിൻസ് ഇല്ലേ? ഞാൻ ഈ പറഞ്ഞ എനിക്ക് അപ്പോഴും ഈ എക്സ്ട്രീം സ്കോളിയോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഈ സൈഡിൽ ബട്ടക്സ് ഇല്ലാതെ ഞാൻ ചരിഞ്ഞിരുന്നു നടക്കുന്നൊരു വെയിറ്റ് ഒക്കെ വെച്ചിട്ടൊക്കെ എനിക്ക് എക്സ്ട്രീം സ്കോളിയോസിസ് ഉണ്ടായിരുന്നു. എൻ്റെ സാക്രോ എന്ന് പറയുന്ന ആ ഒരു പോർഷൻ L5 തൊട്ടുള്ള മൊത്തം പോർഷൻ ബെൻഡായിട്ട് നമ്മുടെ ഈ ഹിപ്പിനകത്ത് ഗ്രൈൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പെയിൻ എല്ലാം വെച്ചിട്ടാണ് നടക്കുന്നതും പോകുന്നതൊക്കെ. എപ്പോഴും എനിക്ക് സ്പൈനിൻ്റെ ലെവലിൽ ഒരു എക്സ്ട്രീം പെയിനും ആ ഒരു സ്ട്രഗിളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ നടക്കുന്നതും എൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. ഈവൻ സൈക്ലിംഗ് ചെയ്യുമ്പോഴും എല്ലാം ഇത് ഗ്രൈൻഡ് ചെയ്യും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര എക്സ്ട്രീം സ്കോളിയോസിസിലോട്ട് പോയി. ഇപ്പോൾ അതിലാണ് ഞാൻ ജീവിക്കുന്നത്. വളഞ്ഞു പോയിക്കൊണ്ട് ഇപ്പം ഒരു ചെറിയ ഇടി കിട്ടിയാൽ തന്നെ പാരലൈസ് ആവും. ചെറിയൊരു തട്ട് കിട്ടിയാൽ തന്നെ സ്പൈനിൽ. അപ്പം ഒരു സൈഡിൽ വട്ടക്സ് ഉള്ളൂ, ഒരു സൈഡ് മൊത്തം ഇല്ല ഇരിക്കുന്നത്. അപ്പം ഒന്നും ചെയ്യാനും പറ്റില്ല. അപ്പം ബം പ്രൊട്ടക്ഷൻസ് ഒന്നും കിട്ടില്ല. അപ്പോൾ ഈ ലാൻഡിങ് ഒക്കെ ഒത്തിരി ഡിഫിക്കൽട്ടാണ്. ഇതിനൊന്ന് ലാൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ യു ക്യാൻ ഇമാജിൻ ഇത്രയും ഹൈറ്റിൽ നിന്ന് വന്നിട്ട് ലാൻഡ് ചെയ്യുമ്പോൾ ഉള്ള ചലഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പം പക്ഷേ ഞാൻ ഇതൊക്കെ എനിക്ക് എന്നെ സംബന്ധിച്ച് ഇതൊന്നൊരു റിസ്ക് അല്ല. എന്നെ സംബന്ധിച്ച് ഇത് ചെയ്യുക എന്നുള്ളതാണ്, ലൈസൻസ് പാസ്സാവുക എന്നുള്ളതൊക്കെ ആയിരുന്നു എൻ്റെ ഫസ്റ്റ് ചലഞ്ച്. ശരി, എന്നാൽ പിന്നെ ഓക്കെ ആ ഒരു ടൈമിലായിരുന്നു. ഓക്കെ,
ഇങ്ങനെ ഫസ്റ്റ് ഇൻസ്ട്രക്ടറിൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഈ ചീഫ് ഇൻസ്ട്രക്ടറിന് ഞാൻ ആൾറെഡി എൻ്റെ സ്റ്റോറിയൊക്കെ പറഞ്ഞ് പുള്ളിക്കൊരു ഐഡിയ ഉണ്ട്, എന്നെപ്പറ്റി ചെറുതായിട്ടൊരു ഐഡിയ ഉണ്ട്. അപ്പം ഞാൻ ഇതാണെന്നുള്ളത് പുള്ളിക്ക് അറിയാം. പുള്ളി എൻ്റെ അടുത്ത് 2 ഓപ്ഷൻ ചോദിച്ചു. നിനക്ക് ഇൻസ്ട്രക്ടറിനോട് ജമ്പ് ചെയ്യണോ, നിനക്ക് ഒറ്റയ്ക്ക് ചെയ്യണോ? പുള്ളി വേറെ ആരുടെ അടുത്ത് ഇതുവരെ ചോദിച്ചിട്ടില്ല സാധനം, എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ഒറ്റയ്ക്ക് ചെയ്താൽ ഇതുവരെ ഞാൻ ഇതുവരെ എത്തിയില്ല, പിന്നെ ഒറ്റയ്ക്ക് ചെയ്താൽ മതി. എനിക്കിങ്ങനെ ഞാൻ മുന്നേ ആകാശവും കണ്ടിട്ടില്ല, ആകാശം എന്നുള്ള വ്യൂവും കണ്ടിട്ടില്ല, പ്ലെയിനിൽ നിന്ന് ചാടിയിട്ടുമില്ല. അപ്പം ഇതിനുള്ള ആക്ച്വലി ഫൈനാൻഷ്യൽ ട്രാൻസ്ഫോർമേഷൻ കഴിഞ്ഞിട്ട് എനിക്കൊരു ലൈഫ് ഉണ്ടല്ലോ. അപ്പം അത് എനിക്ക് 35K പെർ മന്ത് എനിക്ക് സ്പെൻഡ് ആവുന്നുണ്ട് മെഡിസിന് വേണ്ടിയിട്ട്. അപ്പം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ അധികം നാൾ സ്പെൻഡ് ആവത്തില്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ നമുക്കൊരു വിഷൻ വന്നപ്പോൾ ഓക്കെ അതിനകത്ത് സ്പെൻഡ് ചെയ്ത് നോക്കാം, ഇഫ് ഇറ്റ്സ് ഹാപ്പൻ എന്നുള്ള രീതിയിലാണ് ആ എമൗണ്ട് എടുത്ത് ഞാൻ ഇന്നത്തെ സ്പെൻഡ് ചെയ്യുന്നു. ഇന്നത്തെ സ്പെൻഡ് ചെയ്തിട്ട് ഇത് ലേൺ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ചലഞ്ച്. അങ്ങനെ ഫസ്റ്റ് ജമ്പ് പോയി ചെയ്തു. ഒറ്റയ്ക്ക് ചെയ്തു. നോർമലായിരുന്നു, ഭയങ്കര ഫീൽ നോർമലായിരുന്നു. എനിക്ക് ഇത്രയേ ഉള്ളൂ എന്നൊരു തോന്നി. പക്ഷെ വേറെ ഉള്ള ആൾക്കാർക്കൊക്കെ ഫുൾ അഡ്രിനലിൻ കയറിയിട്ടുള്ള പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനത്തെ ഒരു എക്സ്ട്രീം ആയിരുന്നു. അപ്പം എനിക്ക് ആ എക്സ്പീരിയൻസ് വളരെ നോർമലായിട്ട് എനിക്കില്ല, എനിക്കത് ചെയ്യണമെന്നുള്ള സാധനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇത് പാസ്സാവണം, അത്രേ ഉള്ളൂ. അതിനകത്ത് വേറെ ഒന്നും എനിക്കത് ചിന്തിച്ചിട്ടില്ല. അപ്പം പോയിട്ട് വന്നു, ലാൻഡ് ചെയ്തപ്പോൾ ഓക്കെ, എല്ലാം കംഫർട്ടബിൾ. സ്വന്തമായിട്ട് തന്നെ 6000 ഫീറ്റിലെത്തുമ്പോൾ ആൾട്ടിമീറ്റർ നോക്കിയിട്ട് നമ്മൾ തന്നെ സ്വന്തം പുള്ളി ചെയ്യണം. ദെൻ ലാൻഡ് ചെയ്തു. സെക്കൻഡ് ജമ്പായി. തേർഡ് ജമ്പിൽ എനിക്കൊരു അവർ 2 പേരും ലീവ് ചെയ്ത സമയത്ത് ഞാൻ സ്പിൻ ചെയ്യാൻ തുടങ്ങി. സ്പിൻ ചെയ്യുമ്പോൾ നമുക്ക് ജി ഫോഴ്സ് വന്നിട്ട് നമ്മൾ ബ്ലാക്ക് ഔട്ട് ആയി പോകും. സോ ആ ഒരു സിറ്റുവേഷനിൽ മിഡ് എയറില്ല, നമുക്ക് ആരെയും രക്ഷിക്കാൻ പറ്റില്ല. ഒരു 4 സെക്കൻഡ് ഞാൻ ഡെത്ത് സംഭവിക്കും. അതിന് കാരണം ഈ സ്പിൻ ചെയ്തിട്ട് ഞാൻ ബാക്ക് ഫ്ലൈ ആയിപ്പോയി, അതായത് ഞാൻ അപ്സൈഡ് ഡൗൺ ആയിപ്പോയി. അപ്പോൾ പാരഷൂട്ട് തുറന്നാലും ഈ തുറന്നിട്ട് എന്നെ തന്നെ കവർ ചെയ്യും പാരഷൂട്ട്. അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ AED ഫയർ ചെയ്താൽ പോലും നമുക്കൊന്നും രക്ഷപ്പെടാൻ പറ്റില്ല. സോ അങ്ങനെ സിറ്റുവേഷനിൽ ഞാൻ എന്ത് ചെയ്തു, ഈ പറഞ്ഞ പാരഷൂട്ട് പുള്ളി ചെയ്ത സമയത്ത് ഈ ബാക്ക് ഫ്ലൈ ആയിട്ട് പാരഷൂട്ട് പുള്ളി ചെയ്ത സമയത്ത് ഈ പാരഷൂട്ട് എൻ്റെ കാലിൽ കുരുങ്ങി, ഈ ഒരു സ്പിന്നിൽ തന്നെ കുരുങ്ങിപ്പോയി. അപ്പം പക്ഷെ എനിക്ക് ലക്കലി എൻ്റെ ബ്രെയിൻ കൊളൈഡായി പോകില്ല, അല്ലെങ്കിൽ ബ്ലാക്ക് ഔട്ട് ആയില്ല എന്നുള്ള കാര്യങ്ങൾ എനിക്കൊരു വലിയ കാര്യം. എനിക്ക് തോന്നുന്നു ഇത്രയും വലിയ പുഷൊക്കെ ചെയ്തുകൊണ്ടായിരിക്കും ആ സമയത്തുള്ള ഒരു ചലഞ്ചിന് എനിക്ക് ഈസിലി എനിക്ക് ടാക്കിൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഈ കാല് കുരുങ്ങി സെക്കൻഡ് തന്നെ ഞാനത് കാണുകയും ഇവിടെ തന്നെ കാല് കുരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ കാണുകയും ഉടനെ തന്നെ ഞാൻ റിഫ്ലെക്സ് തന്നെ റിലീസ് ചെയ്തിട്ടും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ അന്ന് രക്ഷപ്പെട്ടത്. താഴെ എത്തിയപ്പോൾ തന്നെ എല്ലാവരും ഓക്കെ സെറ്റായി, കാര്യം ഇനി മുകളിൽ ഇതൊന്നും സംഭവിക്കാനില്ല. ദെൻ പിന്നെ അവിടെ നിന്ന് തന്നെ തായ് ആർമിയുടെ തായ് പോലീസ് പ്രൂവ് ചെയ്ത് കാണിച്ചു നമുക്കത് ചെയ്യാൻ പറ്റും, നമുക്കുള്ള ചലഞ്ചസ് ഒന്നും ചലഞ്ചസ് അല്ല, സ്പിന്നിൽ തന്നെ ഞാൻ മാനേജ് ചെയ്തു കംപ്ലീറ്റ്ലി. ആ സ്പിന്ന് ഞാൻ സ്വന്തമായിട്ട് പാരച്യൂട്ട് പുള്ളി ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. വാട്ട് എവർ ഹാപ്പൻസ് പുള്ളി ചെയ്യുക എന്നുള്ളതും രക്ഷപ്പെടുക എന്നുള്ള സംഭവമാണ്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. അപ്പം ഓക്കെ. അപ്പം പിന്നെ എനിക്കങ്ങനെ ആ ഒരു ഇതിനോട് എനിക്ക് ആ സിറ്റുവേഷൻ പോലും എനിക്ക് ഫിയർ പോലും തോന്നിയിട്ടില്ലായിരുന്നു. നോർമലി അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ആൾക്കാർ പാനിക്കായിട്ട് ബ്ലാക്ക് ഔട്ട് ആയി പോകും. സോ എനിക്കത് ഭയങ്കര ഈസിലി എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ബിക്കോസ് ഓഫ് എനിക്ക് ഉണ്ടായിട്ടുള്ള ലൈഫ് സ്റ്റൈൽ ആയിരിക്കും, അല്ലെങ്കിൽ അങ്ങനെ സിറ്റുവേഷനിൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റിയത്. അത് കഴിഞ്ഞ് ദെൻ സെക്കൻഡറി അടുത്ത 5-6 ജംപ്സ്. അതിന് മുന്നേ ഒരു ടണലും ചെയ്യേണ്ടി വന്നു. അപ്പോൾ അത് തായ് പോലീസിൻ്റെ അണ്ടറിൽ തന്നെ ഒരു ടണൽ അവർ തന്നെ അറേഞ്ച് ചെയ്ത് തന്നു. അത് ഞാൻ പോയി ചെയ്തിട്ട് വന്നു. പക്ഷേ 6th ജമ്പിൽ എഗെയിൻ ഒരു സ്പിൻ ഉണ്ടായി. അന്നാണ് ഞാൻ ശരിക്കും ഈ സ്കൈ ഡ്രൈവിൻ്റെ എക്സ്ട്രീം ഒരു സാധനം ഞാൻ കാണുന്നത്. തുടക്കത്തിൽ തന്നെ പുള്ളി ചെയ്തു. ദെൻ ഞാൻ പുള്ളി ചെയ്യുന്നൊരു 9000 ഫീറ്റിലായിരുന്നു. അതിനുശേഷം ഞാൻ മറ്റേ ഈ വൈകിട്ട് സമയമായിരുന്നു, നല്ല ഗോൾഡൻ മറ്റേ ആ ഒരു ഫീലായിരുന്നു. അന്നായിരുന്നു ഞാൻ ഇങ്ങനെ മുകളിൽ ഇങ്ങനെ പറന്നു വരുമ്പോൾ ഈ ക്ലൗഡിനകത്തിറക്കി പാരഷൂട്ട് ഇങ്ങനെ ആവും. പക്ഷെ അതൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് അന്നായിരുന്നു ഞാൻ ശരിക്കും സ്കൈ ഡൈവ് ചെയ്യാൻ വന്നിട്ട് ഞാൻ ശരിക്കും വ്യൂ കാണുന്നതും ഒക്കെ അന്നായിരുന്നു. അപ്പം അതിനുശേഷം പിന്നെ നമുക്കിത് ചെയ്യാൻ പറ്റില്ല എന്നൊരു സംഭവമായി. എനിക്കിനി സ്കൈ ഡൈവ് ചെയ്യാൻ പറ്റില്ല, കാര്യം ഇനി സ്പിന്നുണ്ടോ, കാര്യം ആർട്ടിഫിഷ്യൽ ലിംബ് വെച്ചിട്ടാണ് ചെയ്യുന്നതൊക്കെ. എയറോഡൈനാമിക്സ് ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല എന്നൊരു സംഭവം. അപ്പം ഓക്കെ ഞാൻ പക്ഷേ ഐ വിൽ പ്രൂവ് മൈ ബെസ്റ്റ് എന്നുള്ള സംഭവം. പക്ഷേ എൻ്റെ കയ്യിൽ ഫൈനാൻഷ്യലി അപ്പോൾ ഒന്നുമില്ല. ഞാൻ ഉണ്ടായിരുന്ന എല്ലാം കുറച്ച് എമൗണ്ട് FD ഇട്ട്, കാര്യം മെഡിസിൻ വാങ്ങിക്കണമല്ലോ. അപ്പോൾ അതിന് FD ഇട്ടിട്ട് ഞാൻ പാരലി തന്നെ കയ്യിലുള്ള പേയ്മെന്റ് ക്രൗഡ് ഫണ്ടിങ് ആണ്. അതിൽ കുറച്ച് എമൗണ്ട് ഞാൻ മാറ്റിയിട്ട് ക്യാമറ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം വർക്കും ചെയ്യാൻ പറ്റും, എനിക്ക് എൻ്റെ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഞാൻ 2 ടീമിൽ ചിന്തിച്ചു. എനിക്ക് വർക്ക് ചെയ്യാനായിട്ട് എനിക്ക് ക്യാമറ വേണം, കാര്യങ്ങൾ എനിക്ക് അതിനകത്ത് ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, എനിക്ക് എഡിറ്റിംഗ് അറിയാം. അപ്പോൾ ഇതൊക്കെ വെച്ചിട്ട് അതൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെ പഠിച്ചതൊക്കെ, ഞാൻ യൂട്യൂബിൽ നോക്കി തന്നെ പഠിച്ചതും എല്ലാം, എഡിറ്റിംഗ് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും പഠിക്കുന്നതും ക്യാമറയെ പറ്റി പഠിക്കുന്നതും എല്ലാം ഞാൻ അങ്ങനെ തന്നെയാണ്. ഒരു ചെറിയ ക്യാമറ വാങ്ങിച്ചിട്ട് അതിനെ പഠിച്ച് ഒരു സെക്കൻഡറി ക്യാമറ മേടിച്ചിട്ട് പഠിച്ചു. ദെൻ അത് കഴിഞ്ഞിട്ട് ഈ ഇപ്പം ഉണ്ടായിരുന്ന എമൗണ്ടിൽ ഞാനൊരു നല്ലൊരു ക്യാമറ മേടിച്ചിട്ട് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ഇത് കഴിഞ്ഞിട്ട് വന്നിട്ട് ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരുന്നു. കംപ്ലീറ്റ് ഒരു കാലിലൊക്കെ ആണെങ്കിലും
ഇപ്പോൾ എറണാകുളത്തൊക്കെ ഷൂട്ട് ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ കംപ്ലീറ്റ്ലി ഗിംബൽ ക്യാമറയൊക്കെ ചുമലിൽ ബാക്കിലിട്ടിട്ട് ഞാൻ ഒരു കാലിലാണെങ്കിലും ഈ ഇപ്പം നമ്മുടെ ട്രെയിനിൻ്റെ ഇങ്ങേറ്റം മുതൽ അങ്ങേറ്റം വരെ ഓടിയിട്ടാണ് നമുക്ക് മറ്റേ ഡിസേബിലിറ്റി കോച്ച് കയറാനായിട്ട്. അപ്പം നമ്മൾ അറിയാലോ നമ്മുടെ നാട് ഒരിക്കലും ഡിസേബിൾ ഫ്രണ്ട്ലി അല്ല, ഇവൻ ബസ് പോലും ഫ്രണ്ട്ലി അല്ല, ഒരു സ്ഥാപനം പോലും ഫ്രണ്ട്ലി അല്ല. സോ അങ്ങനെയുള്ളടത്ത് ഞാൻ ഒരുപാട് ചലഞ്ചൊക്കെ എടുത്തു. ഇപ്പം പലപ്പോഴും കാലൊന്നും ഉണ്ടാവാറില്ല, കാലൊക്കെ പൊട്ടിപ്പോയിട്ടുള്ള അവസ്ഥയായിരിക്കും. ഇപ്പോഴും ഉണ്ടാകുന്നത് ഞാൻ സ്വന്തമായിട്ട് പല കാലിൻ്റെയൊക്കെ വെച്ചിട്ട് ഞാൻ ഒരു സാധനം ഉണ്ടാക്കിച്ച് നടക്കുകയാണ്. കാര്യം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യാനുള്ള എൻ്റെ ഒരു ഫൈനാൻഷ്യലി ഇല്ല. അത്യാവശ്യം 10-20 ലക്ഷം രൂപയൊക്കെ ആവും. സോ ഇപ്പോഴും ഞാൻ എൻ്റെ ഡ്രീം എന്നുള്ള രീതിയിലാണ് പുഷ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റെ ബേസിക് നീഡ്സ് പോലും ഞാൻ പറയാറില്ല പലയിടത്തും. എനിക്ക് ഈ ഡ്രീം അച്ചീവ് ചെയ്യുന്നതുകൊണ്ട് ഇത്ര ഫണ്ട് വേണം, ലൈക്ക് ഒരു 3 to 4 crores വേണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ വർക്ക് ചെയ്യുന്നു. പലരും അന്ന് തൊട്ട് എന്താ ആ ഡ്രീം? ഞാൻ ചോദിക്കട്ടെ, ആ ഡ്രീം എന്താണ്? ശ്യാം എന്തോ ഒരു വലിയ സ്വപ്നം കണ്ട് ഒരിക്കലും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിരുന്ന പല പല കാര്യങ്ങൾ ചെയ്ത് ഇപ്പൊ വലിയൊരു ഡ്രീം കണ്ടോണ്ടിരിക്കുകയാണ്. എന്താണ് ആ ഡ്രീം? ഈ ഒരിക്കലും പറ്റില്ല എന്ന് പറഞ്ഞൊരു ഡ്രീം ആയിരുന്നു ഈ സ്കൈ ഡൈവിംഗ് അടുത്ത ലൈസൻസ് എടുക്കുക എന്നുള്ളത്. അതായിരുന്നു എൻ്റെ അടുത്ത ഡ്രീം. അത് 2 വർഷം കഴിഞ്ഞിട്ടാണ്, 1.5 വർഷം കഴിഞ്ഞിട്ടായിരുന്നു ഞാൻ വീണ്ടും കയ്യിലുണ്ടായിരുന്ന FT വീണ്ടും റിലീസ് ചെയ്തിട്ട് ആ FT വീണ്ടും ഇട്ടു. 1-2 ട്രൈ ചെയ്ത് നോക്കാം, പിന്നെയും ഫെയിലായി, എന്താ ഒന്നുകൂടെ ഫെയിലായി, അത്ര തന്നെ. പക്ഷേ ഇപ്പോൾ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞു ഓക്കെ എനിക്ക് വിത്തൗട്ട് ലെഗ് ചെയ്യണം. അപ്പോൾ എയറോഡൈനാമിക്സിൽ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ പോകണില്ല, തീരെ ഒന്നുമില്ല. അപ്പം ഞാൻ ഓക്കെ ചെയ്ത്. അപ്പം ഞാൻ വിൻഡ് ടണലിനകത്ത് ഒരു കൈ വെച്ച് ഫ്ലൈ ചെയ്യാൻ പഠിച്ചു. പക്ഷേ ട്രാക്കിംഗ് എന്ന് പറയുന്ന സംഭവമുണ്ട്, 2 കൈയും ബാക്കിലോട്ട് പോകും. അപ്പം നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റില്ല എയറിനെ. ആ ഒരു സിറ്റുവേഷനിൽ എൻ്റെ ഇൻസ്ട്രക്ടറും ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ട്. കാല് മടക്കി വെച്ചിട്ട് ഒരു കാലം മടക്കി വെച്ചിട്ട് സിമിലർ എന്നെ പോലെ ട്രൈ ഔട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. ഷീ കുഡ്ന്റ് ഈവൻ ഡു ദാറ്റ്. സോ അവർ പറയുന്നൊരു കംപ്ലീറ്റ് ഒരു വീഡിയോ ഉണ്ട്. അപ്പം അവരെ കൊണ്ട് പറ്റിയില്ല. അപ്പം അടുത്ത് അവരെൻ്റെ അടുത്ത് ചോദിച്ചു ഇത് എങ്ങനെ ചെയ്യാൻ പോകുന്നു, നിൻ്റെ പ്ലാൻ എന്താണെന്ന് ചോദിച്ചു. ബട്ട് ഞാൻ ട്രൈ ചെയ്ത് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഫസ്റ്റ് ഡേ തന്നെ ആ ട്രാക്കിംഗ് ദിവസം തന്നെ ഞാൻ ട്രാക്കിംഗ് ചെയ്ത് കാണിച്ചു കൊടുത്തു. വിത്തൗട്ട് എയറോഡൈനാമിക്സ് ഞാൻ ചെയ്ത് കാണിച്ചു. ഞാൻ ചെയ്ത് കാണിച്ചു കൊടുത്തു. അപ്പം ഞാൻ ആ ടൈമിൽ ഞാൻ സ്കിൽഡ് ആയി. എനിക്ക് 2 സിമിട്രി, 2 കാലം ഇല്ലെങ്കിൽ കുഴപ്പമില്ല, ഒരു കാലം മാത്രമാണ് ഇല്ലെങ്കിൽ അത് സിമിട്രിയെ ബാധിക്കും. കാര്യം നമുക്ക് ഫ്ലൈറ്റ് എപ്പോഴും പറക്കുന്ന 2 വിങ്ങിലാണ്. അപ്പൊ സിമിട്രി ഇല്ല, ഒരു കയ്യിൽ വിങ്ങില്ല എന്നെങ്കിൽ ഫ്ലൈറ്റ് സ്പിന്നാവും, അല്ലെങ്കിൽ അത് കൊളൈഡാവും, അല്ലെങ്കിൽ ആ ടൈമിൽ സംഭവിക്കും. സോ സിമിലർ ആണ് ഈ എയറോഡൈനാമിക്സിനകത്തും വരുന്നത്. അപ്പം ഞാൻ ഫ്ലൈ ചെയ്ത് കാണിച്ചു കൊടുത്തു. എനിക്കത് മാനേജ് ചെയ്യാൻ പറ്റും, എനിക്ക് ഷോൾഡർ കൊണ്ട് മാനേജ് ചെയ്യാൻ പറ്റും എന്നൊക്കെ ഞാൻ കാണിച്ചു കൊടുത്തു. എനിക്ക് ആ ഒരു ഫിസിക്കലി എനിക്കിപ്പോഴും അറിയത്തില്ല ഞാൻ എങ്ങനെയാണ് അത് ഫ്ലൈ ചെയ്യുന്നതെന്നുള്ളത്. എനിക്കതൊക്കെ ഭയങ്കര ഇൻബോൺ ആയിട്ട് തോന്നുന്നത്. കാര്യം ഞാൻ അതുപോലെ ഞാൻ സ്കിൽഡ് ആവേം, ഞാൻ ആംഗിൾ ട്രാക്കിംഗ് ഒക്കെ ചെയ്യുന്ന ഇപ്പം അങ്ങനത്തെ ലെവലോട്ട് ഞാൻ അതിനകത്ത് ബാക്കി ഇപ്പം പലരും കോടിക്കണക്കിന് രൂപ ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കുന്ന സാധനങ്ങൾ ഞാൻ എയറിൽ ഞാൻ പഠിച്ചു, ചെറിയ സെക്കൻഡ്സിനകത്ത് ഞാൻ പഠിച്ചു. ഇപ്പം ഞാൻ ബാക്ക് ഫ്ലിപ്പ് ഫ്രണ്ട് ഫ്ലിപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. അങ്ങനെ ലൈസൻസ് പാസ്സായി. ദെൻ ഇപ്പം B ലൈസൻസ് ഒരു 101 പ്രാവശ്യത്തോളം ഞാൻ ഫസ്റ്റ് തൊട്ട് സോളോ ജമ്പ് ഇതുവരെ 101 പ്രാവശ്യം ഞാൻ ജമ്പ് ചെയ്തിട്ടുണ്ട്. 101 പ്രാവശ്യം ജമ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അടുത്ത് സ്കിൽഡ് ആവണം ഒരു 3500 ജമ്പോളം എനിക്ക് ഇനി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് ലൈഫിൽ. ദെൻ വിങ് സ്യൂട്ട് ഫ്ലൈയിങ്, അതാണ് എൻ്റെ അടുത്ത ലക്ഷ്യം, ഡ്രീം. അതായത് വിങ് സ്യൂട്ട് ഫ്ലൈ എന്ന് പറയുമ്പോൾ നമുക്കറിയാലോ ഒരു 500 km/h ഫ്ലൈ ചെയ്യുന്ന ഒരു സ്ക്വിറൽ പോലത്തെ സാധനമാണ്. അപ്പം ദ സ്ക്വിറൽ വിങ് സ്യൂട്ട് എന്ന് പറഞ്ഞാൽ വേൾഡ് ലീഡിങ് കമ്പനി ആക്ച്വലി എനിക്ക് വേണ്ടി ഒരു സ്യൂട്ട് ഉണ്ടാക്കുന്നുണ്ട്. ഈ സ്യൂട്ട് ചെയ്യാൻ, ഈ ഒരു വിങ് സ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ ഒരു കാല് വേണം. കാര്യം ഇതിന് വേണ്ടിയിട്ട് ഞാൻ കാല് ഡെവലപ്പ് ചെയ്യണം. അപ്പോൾ ആ ഒരു സൈഡിൽ ജെൻ റോബോട്ടിക്സ് എന്നൊരു കമ്പനിയായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഞാനും അവരോട് നിന്ന് ഡിസൈൻ ചെയ്യുന്നുണ്ട്. ആ ഒരു കാല് ഡിസൈൻ ചെയ്യുന്നുണ്ട് അതിന് വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് അവരുടെ സൈഡിൽ നിന്ന് ചെയ്യാൻ പറഞ്ഞു. പിന്നെ ഞാൻ എനിക്ക് വേണ്ടി ഒരു കമ്പനി ഡെവലപ്പ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഫോർ ഹൂ ലൈക്ക് മീ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മോട്ടോക്രോസ് ചെയ്യുന്നുണ്ട്. മോട്ടോക്രോസ് ചെയ്യുന്നതിനകത്ത് അതിന് വേണ്ടി ഒരു കാല് സെപ്പറേറ്റ് ഉണ്ടാക്കണം, നടക്കുന്നതിന് വേണ്ടി കാല് ഉണ്ടാക്കണം. അപ്പോൾ ഞാൻ ഓരോന്നിനും വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ ഇങ്ങനെ എൻ്റെ മൈൻഡും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനുള്ള കാര്യങ്ങൾ ആൾക്കാരൊക്കെ ഞാൻ കോർഡിനേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അറ്റ് എ ടൈം. സോ ഇതൊക്കെ എൻ്റെ ഒരു അടുത്ത വിഷൻസ് ആണ്. ആൻഡ് എനിക്കൊരു NGO പോലെ സ്റ്റാർട്ട് ചെയ്യണം, റീഹാബിലിറ്റേഷൻ. എന്നെ പോലെ സഫർ ചെയ്യുന്ന ആൾക്കാരെ തിരിച്ചു കൊണ്ടുവരണം, ഈ സമൂഹത്തിൽ ഒരു ചേഞ്ച് ഉണ്ടാക്കണം. ഈ പറഞ്ഞ ട്രാൻസ്പോർട്ടിലാണെങ്കിലും നമ്മുടെ സൊസൈറ്റിയിലാണെങ്കിലും ഇപ്പം ഒരു ബിൽഡിംഗ് പണിയാൻ പോകുന്നിടത്ത് ഒരു ചെറിയ ആർക്കിടെക്ചർ ചേഞ്ച് വരുത്തിയാൽ മാത്രം തന്നെ ഒരുപാട് ആൾക്കാർക്ക് അത് ബെനിഫിഷ്യൽ ആക്സസ് ചെയ്യാൻ പറ്റും, ആക്സസിബിൾ ആക്കുക. ഇപ്പോൾ ഇവന്തോ ഒരു ചെറിയ ഒരു 2 mm ഒരു ഹൈറ്റുള്ള സ്ഥലത്ത് ഒരു വീൽ ചെയർ ആൾക്ക് യൂസ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ ഒരു ഫ്രണ്ട് വീൽ ചെയറാണ്, ആ ഒരൊറ്റ ഫ്രണ്ടാണ് എനിക്ക് ക്ലോസ് ആയിട്ട് ഉണ്ടായിരുന്ന കുറേ കാലം. സോ ആ പുള്ളിയുടെ കൂടെ ഞാൻ കംപ്ലീറ്റ് ചെയ്തു. ഇപ്പം ഞാൻ ഒരു കാലിലാണെങ്കിലും പുള്ളിക്ക് ഒരു 80 kg ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ പുള്ളീനെ ഞാൻ ഒറ്റ കൈകൊണ്ട് എടുക്കാറുണ്ട്, എനിക്കൊണ്ട് പറ്റും. സോ അപ്പം ആ ഡിഫിക്കൽട്ടി എനിക്കറിയാം, ഹൗ ചലഞ്ചിങ് എനിക്കറിയാം. ഞാനും നാളെ പാരലൈസ് ആവാൻ ചാൻസ് കൂടുതലുള്ള ഒരാളാണ്. ഈ സ്പൈൻ വന്ന് ലാൻഡ് ചെയ്യുന്നത്, ഈവൻ ഇങ്ങനെ ഒരു കണ്ടീഷനിൽ മുന്നോട്ട് പോയാൽ തന്നെ ഞാൻ സ്പൈനിലാണെങ്കിലും ഞാൻ പാരലൈസ് ആകാനുള്ള ചാൻസസ് കൂടുതലുള്ള ഒരാളാണ്. ബട്ട് എനിക്ക് ഈ റിസ്ക് ഒക്കെ അറിയാമെങ്കിലും ലൈക്ക് ഐ വിഷ് ടു പുഷ് മൈ ലിമിറ്റ് ടു എക്സ്ട്രീംസ്. സോ ദാറ്റ്സ് വൈ. അപ്പം അങ്ങനെ ഒരു സൈഡ് ഉണ്ടെങ്കിലും
എനിക്ക് ഇങ്ങനൊരു ചേഞ്ച് ഉണ്ടാക്കണം. ഞാൻ ഇങ്ങനെ വീണ് പോകുന്നതിന് മുന്നേ എനിക്കിത് ഇവിടെ ഈ ഇന്ത്യ പോലെ രാജ്യത്ത് ഇങ്ങനെ ചേഞ്ച് ആണ്. പല രാജ്യത്തും ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ കുറേ ചേഞ്ചസ് ഉള്ളത്. പക്ഷേ ഇന്ത്യയിൽ അത് വരുത്തണം എന്നുള്ളത് വലിയൊരു കാര്യം. ഞാൻ യൂറിൻ ട്യൂബിട്ടാണ് എടുക്കുന്നത്. അപ്പം എനിക്കറിയാം ഇപ്പം ഞാനിപ്പോൾ വീൽ ചെയറിലായി പോയി കഴിഞ്ഞാൽ എനിക്ക് എത്ര ആക്സസിബിലിറ്റി ഉണ്ട്, വാഷ്റൂമിലും ആണെങ്കിലും എവിടെയെങ്കിലുമൊക്കെ എത്ര ആക്സസിബിലിറ്റി ഉണ്ട്, ഒന്നിലും ഉണ്ടാവില്ല. സോ അത് ഈ ഡോറിൻ്റെ സൈസ് ഉൾപ്പെടെ ഹൈറ്റ് കയറാനുള്ള ബുദ്ധിമുട്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. സോ ഇതിലൊക്കെ സൊസൈറ്റി മാറണം എന്നുള്ളൊരു സൈഡിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ ഒരു NGO സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ പ്ലാനിലുണ്ട്, എൻ്റെ ഫ്രണ്ടിൽ പ്ലാനിലുണ്ട്. സോ ഇതൊക്കെയാണ് ഞാൻ വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. ഓക്കെ. ഇപ്പൊ ശ്യാം, പക്ഷേ നമ്മുടെ നാട്ടിൽ ഇങ്ങനൊരു സ്പോർട്സ് ഉണ്ടെന്നോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു എക്സ്ട്രീം സ്പോർട്സ് ലെവലിലേക്ക് ആളുകൾക്ക് ചെയ്യാൻ പറ്റുമെന്നൊന്നും എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ആർക്കും തന്നെ അറിയത്തില്ല എന്ന് തോന്നുന്നു. അപ്പൊ ആ ഒരു സെഗ്മെന്റിലേക്ക് വരുമ്പോൾ ശ്യാമിന്റെ ആഗ്രഹം എന്താ? നമ്മുടെ നാട്ടിൽ നിന്ന് ഈ ഒരു സ്പോർട്സിന് കിട്ടേണ്ട ഒരു എൻകറേജ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നാണ് വിശ്വസിക്കുന്നത്? എനിക്ക് തോന്നുന്നു കേരള ടൂറിസം ആണെങ്കിലും കേരളത്തിലുള്ള ഈ ഒരു എൻവയോൺമെൻറ്റ് ഇതിലാണെങ്കിലും എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു ഏരിയ ഉണ്ട്, യു ഹാവ് ടു പുഷ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ എനിക്കൊരു മെൻറ്ററായിട്ട് ഫ്രണ്ടിൽ വരണമെന്നൊരു ആഗ്രഹമുണ്ട്. വെൻ ഐ ഹാവ് ഫൈനാൻഷ്യൽ എബിലിറ്റീസ് ഉള്ള സമയത്ത്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന റൺ ചെയ്യുന്ന സമയത്ത്, ഇന്ത്യയിൽ അതിൻ്റെ ലീഗലൈസ് ചെയ്യുന്ന സമയത്ത്, ഇവിടെ കുറച്ച് ചലഞ്ചസ് ഉണ്ട്. ഇന്ത്യയിൽ അത് ലീഗലൈസ് ചെയ്യുന്ന ടൈമിൽ ഉടനെ തന്നെ ലീഗലൈസ് ചെയ്യും. അതിൻ്റെ ഇടയിൽ ബാക്ക് ആൻഡ് വർക്കുകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ആ ലീഗലൈസ് ചെയ്യുന്ന ടൈമിൽ ഇവിടെ ഒരു ഡ്രോപ്പ് സോൺ കൊണ്ടുവരിക, ഇവിടെ വിൻഡ് ടണൽസ് കൊണ്ടുവരിക എന്നുള്ള സൈഡിൽ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ പുറത്തുള്ള ആൾക്കാരൊക്കെ ഇവിടെ വരും, ഇവിടെ വിൻഡ് ടണൽ ചെയ്യാനും സ്കൈ ഡൈവ് ചെയ്യാനൊക്കെ വരും. ആൻഡ് ഇതുപോലുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യും. നമുക്കിവിടെ നല്ല ടെറൈൻ ഉണ്ട്, നല്ലൊരു കാര്യങ്ങളുണ്ട്. ഓഫ്കോഴ്സ് നമുക്കൊരു നല്ലൊരു ഇത്രയും ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലത്തും അവിടെ എക്സ്ട്രീം സ്പോർട്സ് ആയിട്ടുള്ള റെഡ് ബുൾ പോലുള്ള കമ്പനീസ് വരിക. അപ്പോൾ അതൊക്കെ ഒരു വലിയൊരു ചലഞ്ചായിട്ട് ഞാൻ കാണുന്നുണ്ട്. എൻ്റെ മുന്നിൽ അതൊക്കെ വെൻഡർ ചെയ്ത് നിന്ന് വർക്ക് ചെയ്യണം എന്നൊക്കെ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ഇതുപോലുള്ള സ്പോർട്സിന് സപ്പോർട്ട്സ് ആണെങ്കിലും കിട്ടണമെന്ന് ഞാൻ ഇപ്പോൾ ഇത് ഒളിമ്പിക്സിൽ ആഡ് ചെയ്തിട്ടില്ല ബിക്കോസ് ഓഫ് ദ റിസ്ക് ആൻഡ് എവരിത്തിങ്. അപ്പം ആക്ച്വലി ഇപ്പൊ ഷാമിന്റെ റിസ്ക് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കും. പക്ഷെ നോർമൽ ഒരു വ്യക്തി വന്നു കഴിഞ്ഞാൽ റിസ്ക് എന്താണ്? നമ്മൾ ചെറുതായിട്ടൊന്ന് എക്കണോമിക്കലി നമ്മൾ ചെറുതായിട്ടും ചരിഞ്ഞു പോയി കഴിഞ്ഞാൽ ഫ്ലിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ പാരഷൂട്ട് തന്നെ പുള്ള് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. അപ്പം ലാൻഡ് ചെയ്യുന്നതും ക്രാഷ് ലാൻഡ് ആവുന്നതാണെങ്കിലും ലൈക്ക് വിങ് സൂട്ട് എന്ന് പറഞ്ഞ സ്ഥാനത്താണെങ്കിലും ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. മരണം വരെ സംഭവിക്കാം. എന്തുകൊണ്ട് സംഭവിക്കും? ഇപ്പൊ 500 പേര് ചെയ്യുന്നതിൽ ഇത്ര ആൾക്കാർ പെർ ഡേ മരിക്കുന്ന ഒരു സൈഡ് ഉണ്ട്. അതിനകത്തൊരു മരണം റേഷ്യോ ഭയങ്കര ഹൈ ആണ്. അതുകൊണ്ടായിരിക്കും മേ ബി ഇത്രയും സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് കൂടുതലും. പിന്നെ ഫൈനാൻഷ്യൽ സൈഡ്, ഇപ്പൊ റെഡ് ബുൾ മാത്രമാണ് അങ്ങനെ ഒരു സാധനം ചെയ്യുന്നത്. അപ്പം എനിക്കിപ്പം അതുപോലൊരു സംഭവങ്ങളാണ് ഞാനും തിങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ളൊരു സാധനങ്ങൾ ഇന്ത്യയിൽ നിന്നും അങ്ങനെ ഒരു ഇനിഷ്യേറ്റീവ്സ് വരണം എന്നുള്ളതാണ് ഞാനും തിങ്ക് ചെയ്യുന്നത്. പുറത്ത് പല കൺട്രീസ് അത് ചെയ്യുന്നുണ്ട്. സോ ഇന്ത്യയിൽ നിന്നും കാരണം ഇപ്പൊ ക്ഷാമത ചെയ്യാനാണെങ്കിലും തായ്ലൻഡിലും നോർവേയിലൊക്കെ പോവുകയാണ്. അതെ. അപ്പൊ അതുപോലുള്ള കാര്യങ്ങൾ ഇന്ത്യയിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഒരു സംഭവമായിരിക്കും. അപ്പോൾ അവിടെയും ഈ പറഞ്ഞ സ്പോർട്സ് ഇപ്പൊ എനിക്കാണെങ്കിൽ പോലും സ്പോർട്സ് ലെവലിൽ ഇപ്പൊ ഇന്ത്യ ലെവലിലാണെങ്കിലും കേരളത്തിൽ നിന്നാണെങ്കിലും സപ്പോർട്ടൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട്. മന്ത്രിമാരുകളിൽ നിന്നും ഒക്കെ എല്ലാ ആൾക്കാരിൽ നിന്നൊക്കെ സപ്പോർട്ട്സ് പ്രതീക്ഷിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് കിട്ടട്ടെ. കാരണം മേ ബി അതിനെക്കുറിച്ചുള്ള ഒരു അറിവില്ലായ്മ കൊണ്ടായിരിക്കും പലപ്പോഴും അത് സാധിക്കാതെ വരുന്നത്, അല്ലെങ്കിൽ അവർക്ക് അത് ചെയ്യാൻ പറ്റാതെ. ഇപ്പൊ അവർക്കൊരു കണ്ണ് തുറക്കുന്ന ഒരു വ്യക്തിയായി മാറ്റട്ടെ ശ്യാം, അല്ലേ? ഓക്കെ. ഇതിനിടയ്ക്ക് എപ്പോഴും സിനിമയിൽ അഭിനയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശ്യാമിന്റെ സ്റ്റോറി ദീപിച്ചേട്ടൻ പറയുന്ന സമയത്ത് ശ്യാം ഏതോ മൂവിയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെന്തായിരുന്നു സംഭവം? ദീപിച്ചേട്ടനെ പറ്റി പറയുമ്പോഴാണ് മീലേൺ എന്ന് പറയുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഒരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്ന 548 എന്നൊരു കമ്മ്യൂണിറ്റി റൺ ചെയ്യുന്ന എൻ്റെ 7 years ആയിട്ട് എൻ്റെ ഒരു വലിയൊരു മെൻറ്ററാണ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ബാക്ക് ബോണാണ് ഇപ്പോഴും. അതുപോലെയുള്ള 1-2 പേരുണ്ട്, ശോഭ ചേച്ചി, അങ്ങനെ 1-2 ആൾക്കാരുണ്ട്. സോ ഇവരെല്ലാം ഉള്ളതുകൊണ്ടാണ് ഞാനിങ്ങനെ മുന്നോട്ട് പുഷ് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരാളാണ്. അപ്പം പുള്ളി ഇങ്ങനെ അങ്ങനെ ഒരു ഇതിലാണ്. പക്ഷേ ഞാൻ എൻ്റെ ബാക്ക് എൻഡിൽ ഇങ്ങനെ ഫിലിം സൈഡ് എനിക്കുള്ളതുകൊണ്ട് തന്നെ എനിക്കൊരു ഫിലിം ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനൊരു ക്യാരക്ടർ ഉണ്ട്, വന്ന് അഭിനയിക്കാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് അരുൺ സോൾ എന്ന് പറഞ്ഞിട്ടൊരു അരുൺ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനായിരുന്നു. പുള്ളി ഇങ്ങനെ എൻ്റെ സ്റ്റോറി എടുക്കാൻ വന്നായിരുന്നു. പുള്ളിക്ക് എൻ്റെ ഒരു സ്പാർക്ക് തന്നിട്ടുണ്ട്, ഒരു സ്റ്റോറിയിൽ എനിക്ക് അഭിനയിക്കാൻ കഴിയുമെന്നൊക്കെ തോന്നിയിട്ടുണ്ടായിരുന്നു. പുള്ളി എന്നെ വിളിച്ചു. ഓക്കെ, എനിക്ക് പുള്ളി പറഞ്ഞ ഇത്രയേ ഉള്ളൂ. അവിടെ ചെന്നപ്പോൾ ഡയറക്ടർ, അപ്പോൾ സാറാണെങ്കിലും സാറിൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതൊരു ചെറിയ സിനിമയാണ്, മുരളി ഗോപി സാറിൻ്റെ സ്ക്രിപ്റ്റാണ്, ചെറിയ സിനിമയാണ്. പക്ഷേ അതിനകത്ത് നിനക്ക് അഭിനയിക്കാൻ പറ്റുന്ന സാധനമൊന്നുമില്ല, നിനക്ക് തരാൻ പറ്റുന്ന ഒരു റോൾ ഇതിനകത്തില്ല, നിനക്ക് ഇതിൽ വീക്കായിട്ടാണ് അഭിനയിക്കേണ്ടത്. പക്ഷേ നിന്റെ ലൈഫ് വെച്ച് ചിന്തിക്കുമ്പോൾ ഇത് വളരെ ചെറിയ സാധനമാണ്. അപ്പം അത് നിനക്ക് അഭിനയിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചു. പുള്ളി ഇങ്ങനെ വലിയ കാര്യത്തിൽ സംസാരിച്ചു. ഞാൻ പറഞ്ഞു വൈനോട്ട്, എനിക്കത് സന്തോഷമേ ഉള്ളൂ ഞാൻ അത് അഭിനയിക്കുന്നതിൽ. അപ്പം അതൊരു വലിയൊരു ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. എനിക്ക് ഈ സിനിമ കാണണം, അത് സിനിമയൊക്കെ ഭയങ്കര ആഗ്രഹമുള്ളതാണ്. അപ്പം ഭാവിയിൽ എങ്ങനെ സിനിമയൊക്കെ ചെയ്യണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. ടോം ക്രൂസ് ചെയ്ത സാധനങ്ങളൊക്കെ നമ്മൾ സിനിമയിൽ കൊണ്ടുവരാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഉറപ്പായിട്ടും ചെയ്യുന്നുണ്ടെങ്കിൽ വലുതായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നല്ല ക്യാരക്ടേഴ്സിനെ കൊണ്ടുവന്ന് നല്ലൊരു സാധനം ചെയ്യണമെന്നൊരു ഇതുണ്ട് ഉറപ്പായിട്ടും. സോ
അതിലും ഈ പറഞ്ഞ സൈഡിലൊക്കെ ഞാൻ പുഷ് ചെയ്യുന്നുണ്ട്. ശ്യാം ഇപ്പൊ ഒരുപാട് ലോകം കണ്ടിട്ടുണ്ട്. 16 വയസ്സിന് ശേഷം ഒരുപാട് ലോകം കണ്ടു. ഇപ്പം നോർമൽ ഒരു വ്യക്തി കാണുന്നതിനേക്കാൾ ഉപരി ലോകം കണ്ടു. കാരണം അത്രയും സ്കൈ ഡൈവ് ചെയ്തോണ്ടിരിക്കുക. അപ്പൊ ഇത് മുകളിൽ നിന്ന് കാണുന്നത് മുഴുവൻ താഴെ നമ്മളിങ്ങനെ കണ്ടോണ്ടിരിക്കുകയാണല്ലോ. ഇത്രയും ലോകം കണ്ടതിൽ നിന്നും ശ്യാമിന് മനസ്സിലായ ഒരു 3 പോയിന്റ് എന്തായിരിക്കും? ഒന്ന്, എൻ്റെ പ്രശ്നങ്ങൾ ഞാൻ അടുത്ത് വെച്ച് കാണുമ്പം ഇപ്പം മിസ്റ്റർ ബീൻ തന്നെ പറഞ്ഞു, അടുത്ത് വെച്ച് കാണുമ്പോഴാണ് അതൊരു വലിയ പ്രോബ്ലം ആയിട്ട് കാണുന്നത്. പക്ഷെ ദൂരെ വെച്ച് കാണുമ്പം വളരെ പ്ലസൻ്റ് ആയിട്ടിരുന്ന് കാണാൻ പറ്റുന്ന ഒരു ഫീലിലോട്ട് എൻ്റെ മൈൻഡ് സെറ്റ് മാറിയിട്ടുണ്ട്. അത് തന്നൊരു അപ്രോച്ചാണ്. പിന്നെ ഒത്തിരി ടൈപ്പ് ഓഫ് ആൾക്കാരെ കാണാൻ പറ്റി. ഒത്തിരി മീൻസ് മാനുബിൾ, അങ്ങനെ ഒരു ഡാർക്ക് സൈഡ് ഉണ്ടെങ്കിലും നല്ല സൈഡുള്ള ഒരുപാട് ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ ലോകം ഞാൻ കണ്ടിട്ടുള്ളൂ. പക്ഷെ ആ ചെറിയ ലോകം എന്നെ സംബന്ധിച്ച് പുറത്ത് നോക്കുമ്പോൾ വലിയ ലോകമാണ് ഞാൻ കണ്ട ലോകം. പക്ഷേ അതുപോലെ അഡ്വഞ്ചറസിന്, മരണത്തിന് ഭയക്കാത്ത ആൾക്കാർ, എൻ്റെ കാറ്റഗറി ഓഫ് എനിക്ക് നോർമലി ആൾക്കാരുടെ അടുത്ത് പോയി സംസാരിക്കാൻ അറിയത്തില്ല. പക്ഷേ ഇതുപോലുള്ള ആൾക്കാരുടെ അടുത്ത് എനിക്ക് ഒരുപാട് സംസാരിക്കാനുണ്ടാവും. എനിക്ക് ഇന്ന ഡ്രീമുകളുണ്ട്, ഇന്ന കാര്യങ്ങളുണ്ടെന്നൊക്കെ എനിക്ക് ഓപ്പണായിട്ട് സംസാരിക്കാൻ പറ്റും. അതുപോലെ ടോം ക്രൂസ് പോലുള്ള ആൾക്കാരെയൊക്കെ നമുക്ക് ഇപ്പം അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോഴും നമുക്കതൊക്കെ ചെയ്യാൻ പറ്റുന്ന മൂവി കാണുമ്പം എനിക്കിതൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഈ പാരച്യൂട്ട് ഡിപ്ലോയ് ചെയ്യുന്നതും കാര്യങ്ങളും അല്ലെങ്കിൽ ഈ പറഞ്ഞ സ്പിൻസ് ഉണ്ടാവുന്നതും എല്ലാം നമുക്ക് കംപ്ലീറ്റ്ലി നമുക്കത് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അങ്ങനെ ഒരു വിഷണറി നമുക്കത് ഒരു തിയേറ്ററിന് മുന്നേ ഇരിക്കുന്ന തന്നെ ഫീൽ ചെയ്യുക എന്നൊക്കെ പറയുന്നത് അതൊരു പുതിയ ലോകം എനിക്ക് എൻ്റെ ഉള്ളിൽ തന്നെ തന്നിട്ടുണ്ട്. എൻ്റെ മൂന്നാമത്തെ ഒരു സംഭവം, എനിക്ക് എൻ്റെ കേപ്പബിലിറ്റി എവിടെയെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് സ്കിൽ ലെവൽ എവിടെയാണെന്നുള്ളത് ഞാൻ തിരിച്ചറിഞ്ഞു. എൻ്റെ പാഷൻ ഞാൻ പിന്നെയും റിഫൈൻ ചെയ്ത് ഞാൻ തിരിച്ചറിഞ്ഞു. എനിക്ക് ഫിസിക്കലി പുഷ് ചെയ്യാൻ പറ്റുന്നതിൽ ഏറ്റവും എക്സ്ട്രീംസ് എന്താണെന്നുള്ളത് ഞാൻ പിന്നെയും കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇനിയും മുന്നോട്ടുണ്ടാവും. സോ അതിലൊരു ഒരു വേൾഡിന് ഒരു മൈൻഡ് സെറ്റ് എനിക്ക് ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇതൊരു 3 പോയിന്റാണ്. അമ്മയും കൂടി ഡൈവ് ചെയ്യാൻ തോന്നിയിട്ടുണ്ടോ? ഉറപ്പായിട്ടും. അമ്മ ഡൈവ് ചെയ്യുന്നതിൻ്റെ അടുത്ത് എനിക്ക് ഇപ്പുറത്ത് ഞാൻ മറ്റേ ക്യാമറ ഫ്ലൈയിങ് ആയിട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യണമെന്ന് കാര്യം എന്തെങ്കിലും അത് ഞാൻ ഉടനായിട്ട് എടുക്കും. ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആയിക്കോട്ടെ. ഉറപ്പായിട്ടും തീർച്ചയായിട്ടും അമ്മയ്ക്ക് അങ്ങനെ അമ്മ ശരിക്കും ഒരു സിനിമ പോലും കാണാൻ പറ്റില്ല. അപ്പൊ എന്റെ ആദ്യത്തെ സിനിമ ഇറങ്ങുമ്പോഴാണ് അമ്മ ലോക കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അമ്മ ഞാൻ കൊണ്ടുപോയി. അപ്പം അടുത്ത് എന്റെ സിനിമ കാണിക്കുക എന്നുള്ളതാണ് എന്റെ ഫസ്റ്റ് ടൈം. അപ്പോൾ അത് ഞാൻ കാണിക്കണം. പിന്നെ അമ്മ ലോകം മൊത്തം കാണിക്കണം എന്നുള്ളത് എൻ്റെ വലിയ ഡ്രീമാണ്. കാര്യം ഞാൻ കണ്ട ലോകം അമ്മയെ കാണിക്കണം. എനിക്ക് കാണാനുള്ള ലോകത്തിൻ്റെ കൂടെ അമ്മയുണ്ടാവും. അപ്പോൾ അതും എൻ്റെ ഒരു വലിയ ഡ്രീമാണ്. ഫൈനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവുക എന്നുള്ളതാണ് ഇനി എൻ്റെ അടുത്ത ലക്ഷ്യം. തീർച്ചയായും അവിടെ ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി മുന്നോട്ട് എന്നെ പോലെ സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യണം എന്നുള്ളത് ഒരു വലിയ ഇനിഷ്യേറ്റീവ്സ് എൻ്റെ ഫ്രണ്ടിലുണ്ട്. ഞാൻ ജീവിതത്തിലേക്ക് തിരിച്ചു ചോദിക്കുകയാണെങ്കിൽ ഒരു 8 വയസ്സ് വരെ അമ്മയുടെ ഇടുപ്പിൽ നടന്നുകൊണ്ടിരുന്ന ഒരാൾ, അമ്മയുടെ അവയവം പോലെ ജീവിച്ച ഒരാൾ, പിന്നീട് സ്വന്തം കാലിൽ നടക്കാൻ തുടങ്ങി, സൈക്കിൾ ഓട്ടാൻ തുടങ്ങി, ജമ്പ് ചെയ്യാൻ തുടങ്ങി, കുറെ റെക്കോർഡ്സ് നേടി, ഇപ്പൊ ചിറക് വെച്ച് പറക്കാൻ കൊതിക്കുന്നു. തിരിഞ്ഞു നോക്കുമ്പോൾ ലൈഫിൽ ഏറ്റവും പ്രൗഡ് മൊമെന്റ് ആയിട്ട് ശ്യാമിന് തോന്നിയിരിക്കുന്നത് എന്താണ്? ഇപ്പോഴും പ്രൗഡ് മൊമെൻ്റ് ആയിട്ട് ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ടായിരുന്നു. കാര്യം എൻ്റെ അമ്മ ഇൻഡിപെൻഡൻ്റ് ആക്കിയത് തൊട്ട് ഞാൻ ഓരോ ചെയ്യുന്ന കാര്യങ്ങളിലും ഓരോ സർട്ടിഫിക്കറ്റ്സ് വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ അസ് ഓഫ് നൗ എനിക്കിപ്പോഴും അങ്ങനൊരു ഇപ്പോഴും എനിക്കിനി ചെയ്യാൻ ഒത്തിരി ഉണ്ട്. അപ്പോഴും എനിക്ക് ആ ഒരു സാധനത്തിന് ഞാൻ അത്രയും വിഷണറി ആയിട്ട് കാണുന്നതുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല അങ്ങനെ ഒരു സൈഡ് ഉണ്ട് എന്നുള്ളത്. പക്ഷേ ഞാൻ സ്റ്റിൽ ഓരോ കാര്യങ്ങളിലും ഞാൻ പ്രൗഡാണ്. ഓക്കെ, ഞാൻ എൻ്റെ അമ്മ ഇങ്ങനെ, പക്ഷേ ഇപ്പോഴും ഞാനത് ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇതൊക്കെ ഞാൻ ചെയ്യുമ്പോഴാണ് ഞാൻ സൊസൈറ്റി തന്നെ ആ ചേഞ്ച് വരുത്തുന്നത്. ഞാൻ എൻ്റെ ജീവിതം പ്രോപ്പറായിട്ട് യൂസ് ചെയ്യുമ്പോഴാണ്, അല്ലെങ്കിൽ ഞാനത് ചെയ്ത് ചിലപ്പോൾ എൻ്റെ എൻഡിലായിരിക്കും ഞാൻ ആ പ്രൗഡ് മൊമെൻറ്റ് ശരിക്കും അച്ചീവ് ചെയ്തൊരു ഫീൽ എനിക്ക് ഉണ്ടാവുക എന്നുള്ളതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഇപ്പോഴും എനിക്ക് ആ ഒരു തോന്നലുണ്ട്, ഓക്കെ അതായിരിക്കും എന്നെ പ്രൗഡ് ചെയ്യാൻ പോകുന്നത് എന്നൊരു സാധനം. പക്ഷേ ഈ ലോകം കീഴടക്കിയാലും എനിക്ക് അങ്ങനെ ഒരു സാധനം ഫീൽ ചെയ്യാൻ ചാൻസ് കുറവാണ്. എനിക്ക് എന്നെപ്പോലെ സഫർ ചെയ്യുന്ന ആൾക്കാരെ, ഈവൻ ഫിസിക്കലി ആണെങ്കിലും ഫൈനാൻഷ്യലി ആണെങ്കിലും വോട്ടെവർ, എന്നെപ്പോലെ സഫർ ചെയ്യുന്ന ആൾക്കാരെ ഈ പറഞ്ഞ അൺപ്രിവിലേജ്ഡ് ആണ്. ദേ ആർ ദ അൺപ്രിവിലേജ്ഡ് അക്കോർഡിംഗ് ടു മീ. നമുക്കൊരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രിവിലേജസ്. അതാണ് ഞാൻ കാണുന്ന പ്രിവിലേജസ്. ബാക്കി ഏത് സൊസൈറ്റി എന്താണെങ്കിലും. സോ ആ പ്രിവിലേജ് ഇല്ലാത്ത ആൾക്കാർക്ക് ഒരു പ്രിവിലേജസ് ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് എയിം എന്ന് പറയുന്നത്. ദെൻ ഞാനിത് അച്ചീവ് ചെയ്യുന്നതിനോട് ഈവൻ എനിക്ക് ഈ പറഞ്ഞ ഫിസിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, ഫൈനാൻഷ്യൽ കണ്ടീഷൻസ് ഉണ്ട്, ഈ പറഞ്ഞ ചലഞ്ചസും ഉണ്ട്, ഫിസിക്കൽ ചലഞ്ചസും ഉണ്ട്, ആൻഡ് ഫിസിക്കൽ ഇന്റേണൽ ഇഷ്യൂസും ഉണ്ട്, ആൻഡ് ഹെൽത്ത് കണ്ടീഷൻസ് ഉണ്ട്. എല്ലാം കൂടെ റെയർലി ജനിച്ച ഒരാളാണ്. ഇതെല്ലാം കൂടെ ഉള്ള പ്രശ്നമാണ്. അപ്പം വൺസ് ഞാൻ ഇതുപോലൊരു എക്സ്ട്രീം അച്ചീവ് ചെയ്ത് കഴിഞ്ഞാൽ ഐ എം becoming like inspiration for everyone in the world. അല്ല, ഇപ്പോഴേ ശ്യാമൊരു ഇൻസ്പിറേഷൻ ആണ്. കാരണം ഇങ്ങനെ ഒരു വ്യക്തി, അത്രയും ഡിസബിലിറ്റീസ് ആയിട്ട് ജനിച്ചൊരു വ്യക്തി ഇന്ന് ഇത്രയും അച്ചീവ്മെന്റ്സ് നേടിയിരിക്കുക എന്ന് പറയുന്നതിന് അപ്പുറത്തേക്ക് വേറെ ഒന്നും ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ എനിക്ക് കണക്ട് ചെയ്ത് പറയാൻ പറ്റും, ഇന്ന് ജീവനോട് ഇങ്ങനെ ഇരിക്കുന്നതാണ് ശ്യാമിന്റെ ലൈഫിലെ പ്രൗഡ് മൊമെന്റ്.
അതും ഒരു സക്സസ് മൂമെന്റ് ആണ് എനിക്ക്. ഇനിയും സക്സസിലോട്ട് എത്താനുണ്ട്, പക്ഷെ അതൊരു സക്സസ് മൂമെന്റ് ആണ് എന്നെ സംബന്ധിച്ച്. ഞാനിപ്പോൾ ജീവിച്ചിരിക്കുന്നത് ഒരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അത് എൻ്റെ അമ്മയെ സംബന്ധിച്ചും അതൊരു വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡെഫിനറ്റ്ലി. ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു, ഷാമിന്റെ അച്ഛൻ ഒരു കൂലിപ്പണിക്കാരനാണ്, അമ്മ ഷാമിന് വേണ്ടി വീടിനകത്ത് നിന്നൊരു ആളാണ്. ഒരുപാട് പേരൻസ് ഷാമിനെ പോലെയുള്ള മക്കളുമായിട്ട് ജനിച്ചേക്കുന്ന ഒരുപാട് പേരൻസ് ഉണ്ടാകും. അവരോട് എന്താ, പേരൻസിനോട് എന്താ ഷാമിന് പറഞ്ഞു കൊടുക്കാനുള്ളത്? ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ എന്നെപ്പോലെ ജനിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ടാവും. നമ്മളാരും ആഗ്രഹിച്ചിട്ടല്ല അങ്ങനെ ജനിക്കുന്നതും നമ്മൾ ജീവിക്കുന്നതൊന്നും. പക്ഷെ നമ്മുടെ പാരൻസ് ആയിട്ടുള്ള ആൾക്കാർ ചിന്തിക്കേണ്ട ഒരു സൈഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ജീവിതം ഉണ്ടാവും. ആസ് എ പേഴ്സൺ, ഇൻഡിവിജ്വൽ ഒരു ജീവിതം ഉണ്ടാവും. എൻ്റെ ഇപ്പം അമ്മമാരോട് എനിക്ക് പറയാനുള്ളത്, ഇങ്ങനെ കുട്ടികളുള്ളിടത്ത് അമ്മമാർ അവരൊരിക്കലും ലിമിറ്റ് ചെയ്യരുത്. അതൊരു സൈഡാണ് എനിക്ക് പറയാനുള്ളത്. ആൻഡ് സെക്കൻഡറി തിങ് ഈസ് ലൈക്ക്, ഞാൻ ഇന്ന് ജീവിച്ചിരിക്കുന്ന എനിക്ക് കൺട്രോളുള്ള കാര്യങ്ങളുണ്ട്. ഇപ്പം എനിക്ക് കൺട്രോളുള്ള, എൻ്റെ ശരീരത്തിനോട് എനിക്ക് കൺട്രോളുണ്ട്, എൻ്റെ ജീവിതത്തിനോട് എനിക്കൊരു കൺട്രോളുണ്ട്. പക്ഷേ എനിക്ക് കൺട്രോൾ ഇല്ല എന്നൊരു പ്രായമുണ്ട്. എനിക്ക് 1 വയസ്സും 2 വയസ്സുള്ളപ്പോഴത്തേക്ക് എനിക്ക് കൺട്രോൾ ഇല്ല എൻ്റെ ലൈഫിൽ. അന്ന് എൻ്റെ അമ്മ എടുത്ത ഡിസിഷൻസ് ഉണ്ട്, എന്നെ ഇന്നും പ്രൗഡാക്കുന്നൊരു കാര്യമാണ്. കാരണം ഞാൻ ഇന്ന് ജീവിച്ചിരിക്കാൻ കാരണം എൻ്റെ അമ്മയാണ്. അപ്പം അതിനകത്ത് എന്നെ ജീവിച്ചിരിക്കാൻ വേണ്ടി അമ്മ എടുത്ത മാർഗമായിരുന്നു എന്നെ ഇന്നും ഇൻസ്പയർ ചെയ്യിക്കുന്നത്. കാര്യം അതാണ് എനിക്ക് സമൂഹത്തിനോടും പറയാനുള്ളത്. കാരണം ഒരിക്കലും റിലീജിയസ് പെർസ്പെക്റ്റീവിൽ അമ്മ എന്നെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. എന്നെ ഇങ്ങനൊരു പോസിബിലിറ്റി അല്ലെങ്കിൽ ഇങ്ങനൊരു പോസിബിലിറ്റി ട്രൈ ചെയ്യാന്നുള്ള രീതിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, ഇവന് ഫിസിക്കൽ ചലഞ്ചസ് ഉണ്ട്, അതിന് ഇപ്പം ഈ പറഞ്ഞ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്താൽ മാത്രമേ പറ്റത്തുള്ളൂ. അതിന് അമ്മ സയൻറ്റിഫിക്കലി തന്നെ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അത്രയും അമ്മയ്ക്കുള്ള വിശ്വാസങ്ങൾ ഒരിക്കലും അമ്മ എൻ്റെ മുകളിൽ വച്ചിട്ടുണ്ടായിരുന്നില്ല. അതൊരു അന്ന് ഒരു കുട്ടിയെ കൊണ്ടുവന്നിട്ട് ഒരു റാപ്പ് ചെയ്തിട്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ തിയേറ്റർ കൊടുത്തിട്ട് അമ്മ അവിടെ ഇരിക്കുന്ന അമ്മയുടെ അവസ്ഥ എനിക്ക് ചിന്തിക്കാൻ കഴിയും. കാര്യം ഞാൻ അതിനകത്ത് പോയി ജീവിക്കുന്ന ഒരാളാണ്. അതിനകത്ത് പോയി സർജറി കഴിഞ്ഞിട്ട് ഓരോ പ്രാവശ്യം ഇൻഹേലർ വെച്ചിട്ട് പിന്നെ അവിടെ നിന്ന് എണീക്കുക എന്നുള്ളൊരു അവസ്ഥ പോലും ഉണ്ടാവില്ല. അത് കഴിഞ്ഞ് എണീച്ച് വരുന്നതാണ്. ഓരോ ഡിസിഷനും എടുത്തിട്ട് വരുന്നപ്പോഴും അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. സോ അതായിരുന്നു എൻ്റെ അമ്മയെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു എല്ലാ മാതാപിതാക്കളും ചെയ്യേണ്ട ഒരു, എന്നെപ്പോലെ കുട്ടികൾ ജനിക്കുന്നിടത്ത് ചെയ്യേണ്ട ഒരു കാര്യം അതായിരിക്കും. ഷുഡ് ട്രീറ്റ്മെന്റ് വേണ്ടിടത്ത് ട്രീറ്റ്മെന്റ് കൊടുക്കുക, സപ്പോർട്ട് ചെയ്യുക, മെന്റലി ഫിസിക്കലി. സപ്പോർട്ട് ഒരു വലിയ ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തോന്നുന്നു ഫിസിക്കൽ സപ്പോർട്ടിനേക്കാൾ ഉപരി ഷാമിനെ നയിച്ചത് മെന്റൽ സപ്പോർട്ടാണ് അമ്മയുടെ. ഞാൻ എന്നും പറയാം, ഞാൻ ഫിസിക്കലി ഒന്നുമല്ല ഞാൻ ജീവിച്ചിരിക്കുന്നത്, മൊത്തം മെന്റലിയാണ് ജീവിച്ചിരിക്കുന്നത്. കാര്യം ഫിസിക്കലി ഞാൻ ജീവിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ ഞാൻ 2 ദിവസം എണീറ്റ് കിടക്കും, 3 ദിവസം ഞാൻ അവിടെ കിടക്കും. പക്ഷെ ഇന്നും എന്നെ ഡ്രൈവ് ചെയ്യുന്ന ഒരു ഫോഴ്സ് എൻ്റെ മെന്റലിയാണ്. എൻ്റെ മൈൻഡ് സെറ്റാണ് എന്നെ എപ്പോഴും ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്ത അമ്മയാണ്. എൻ്റെ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ എന്നെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ അമ്മയാണ്. എനിക്ക് ആ ഒരു ഏരിയ ക്രിയേറ്റ് ചെയ്തതെന്ന് എൻ്റെ അമ്മയാണ്. ഓക്കെ, എന്നെ എടുത്തുകൊണ്ട് നടന്നിട്ടാണെങ്കിലും ഓരോ ചെറിയ ചെറിയ മത്സരത്തിന് അമ്മ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്നാണ് എൻ്റെ തോട്ട് പ്രോസസ് ചേഞ്ച് ആവുന്നതും. പിന്നെ എനിക്ക് അഫ്കോഴ്സ് അമ്മയുടെ നിന്ന് വിട്ടുമാറാനൊരു ചലഞ്ചസ് ഉണ്ടായിരുന്നു. അമ്മയ്ക്കിപ്പം അമ്മയുടെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പം അമ്മയുടെ ഒരു ബോഡി പാർട്ട് പോലെയായിരുന്നു. അപ്പം ഈവൻ ഇപ്പോഴും വേണമെങ്കിൽ പറയാം, അപ്പം അമ്മ എൻ്റെ ഉള്ളിലാണ് ജീവിച്ചിരിക്കുന്നത്. അമ്മ സെക്കൻഡ് പാർട്ട് തന്നെ അമ്മ ഉള്ളിലാണ് ജീവിച്ചിരിക്കുന്നത്. പക്ഷെ അത് എനിക്ക് പറയാൻ പറ്റും, അമ്മയുടെ അവയവം എൻ്റെ ഉള്ളിൽ ഇരിക്കുമ്പോഴോളം എനിക്കത് പറയാൻ പറ്റും. പക്ഷെ അന്നൊരു കാലത്ത് ഞാൻ എൻ്റെ ലൈഫ് പുഷ് ചെയ്യുന്ന സമയത്ത് അമ്മയ്ക്ക് ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ തിരിച്ച് വരും എന്നുള്ളൊരു ഉറപ്പ് ഞാൻ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട് ഓരോ സ്റ്റെപ്പിലും, ഓരോ സ്റ്റേജസിലും. ഇവൻ ഞാൻ ഇനി മരിക്കാൻ പോയാൽ പോലും ഞാൻ തിരിച്ച് വരും, അവിടെ നിന്ന് ഞാൻ തിരിച്ച് വന്നിരിക്കും എന്നൊരു വിശ്വാസം ഞാൻ അമ്മയ്ക്ക് കൊടുക്കാറുണ്ട്, ആ ഒരു ഉറപ്പ് കൊടുക്കാറുണ്ട് എപ്പോഴും. അതെപ്പോഴും ഇനിയും ഞാൻ അങ്ങനെയുള്ള ഉറപ്പുകൾ കൊടുക്കും. ഇനിയും ഞാൻ ഓരോ കാര്യങ്ങൾ അച്ചീവ് ചെയ്യും. നോ മാറ്റർ എത്ര റിസ്ക് ആണെങ്കിലും എത്ര ഡിഫിക്കൽട്ടി ഉള്ള കാര്യങ്ങളിലാണെങ്കിലും ഞാനത് പുഷ് ചെയ്യും. ഇപ്പം എനിക്ക് പറയാനുള്ളതാണെങ്കിൽ ഇപ്പം എന്നെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഇന്ത്യൻ ആർമിയിലെ കേണൽ, ലഫ്റ്റനന്റ് കേണൽ മൈനക് നേപ്പാൾ പോലുള്ള ആൾക്കാർ എന്നെ ട്രെയിനിങ്ങിന് വേണ്ടി സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് ദ വിങ് ഷുഡ് ഫ്ലയർ പീറ്റർ സാസ്മാൻ പോലുള്ള BMW ബ്രാൻഡ് അംബാസിഡർ ആൾക്കാരുണ്ട്. അവർ ആക്ച്വലി വിങ് ഷൂട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. പുറത്തൊക്കെ അവർക്കൊക്കെ ആസ്ട്രേലിയൻ അവർക്ക് നല്ല സപ്പോർട്ട്സ് ഉണ്ട്. ഇന്ത്യൻ സപ്പോർട്ടിൽ നമുക്കറിയില്ല, ചിന്തിക്കാമല്ലോ. നമുക്ക് ഇവിടെ നോർമൽ സ്പോർട്സിനൊന്നും കിട്ടില്ല, ഇപ്പം പാരാ സ്പോർട്സിനോട് ഇവിടെ ഒന്നും കിട്ടുന്നില്ല. അപ്പം അവരൊക്കെ എന്നെ സപ്പോർട്ട് ചെയ്യാൻ ഫ്രണ്ടിലോട്ട് റെഡിയാണ്. ഇങ്ങനെ ഒരാൾ ഇത്രയും പുഷ് ചെയ്ത് ഇനി വിങ് ഷൂട്ട് എന്ന് പറയുന്നത് അത്രയും സെൻസിറ്റീവ്. ഇപ്പോൾ ഫോർമുല 1 പോലൊരു സാധനമാണ് അത്. അത്രയും വലിയൊരു വേൾഡ് വൈഡ് അച്ചീവ്മെൻ്റ് ആണ് അതിൽ കിട്ടുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള പോസിബിലിറ്റീസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ഫുൾ ടൈം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്പോൺസേഴ്സ് നോക്കി കഴിഞ്ഞാൽ അവർക്ക് റിസ്ക് ഉണ്ട്, ഓഫ്കോഴ്സ് ഡയറക്ടർ റിസ്ക് എൻ്റെ പുറത്ത് ഉണ്ടാവും, അങ്ങനെ കുറച്ചുണ്ടാവും. നമ്മുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അപ്പം പക്ഷേ ഇതുപോലുള്ള ചലഞ്ചസ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഞാൻ എൻ്റെ ലൈഫ് പുഷ് ചെയ്തു. ഐ പ്രൂവ് ഇറ്റ്, ഐ ഏബിൾ ടു ഡു ദാറ്റ്. അങ്ങനെ ഇമ്പോസിബിൾ എന്നുള്ള കാര്യം, ഇപ്പോൾ മിഷൻ ഇമ്പോസിബിൾ എന്ന് പറയുമ്പോൾ ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങൾ പോസിബിൾ ആക്കുക എന്നുള്ളതാണ്.
അതൊരു ഇപ്പം ഞാൻ ടോം ക്രൂസിനെ പോലെ ഇപ്പം ഞാൻ മോട്ടോക്രോസ് പഠിക്കുന്നതിന് ഒരു കാരണം അതാണ്. ഇങ്ങനെ മറ്റേ ക്ലിഫിൻ്റെ മുകളിൽ തൊട്ട് ജമ്പ് ചെയ്തിട്ട് പാരച്യൂട്ട് പോകുന്നത്. ഞാൻ ലൈസൻസ്ഡ് ആണ്, എനിക്ക് പാരച്യൂട്ട് പുള്ളി ചെയ്തത് നോർവേയിൽ അത് ചെയ്യാൻ പറ്റും. സോ ഒരു കോമിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, കോമിക്ക് ഒരു മാർവൽ ഒരു സാധനം ഇറക്കാൻ ഇങ്ങനെ ഒരു മൈൻഡിൽ പ്ലാൻ ഉണ്ട്. പിന്നെ ഒരു ക്ലോത്തിങ് ബ്രാൻഡ് സ്റ്റാർട്ട് ചെയ്യാൻ ഒരു പ്ലാൻ ഉണ്ട്. അത് ഒരു എക്സ്ട്രീം സ്പോർട്ട് എന്ന നീഷിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ കുറച്ച് ഐഡിയാസ് ഒക്കെ ഇങ്ങനെ വർക്ക് ചെയ്യുന്നുണ്ട്. ഒരു അഡ്വർടൈസിംഗ് കമ്പനി ഞാനിപ്പോൾ നടത്തുന്നുണ്ട്. ആഡ്സി എന്ന് പേരുള്ള ഒരു മാർക്കറ്റിംഗ് ആൻഡ് അഡ്വർടൈസിംഗ് കമ്പനി, ബ്രാൻഡിങ് ഒക്കെ ചെയ്യുന്ന ഒരു കമ്പനി ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എൻ്റെ അണ്ടറിൽ ലീഗൽ പ്രൊഡ്യൂസർ ഉൾപ്പെടെ കുറച്ച് പേരുണ്ട്, ഡിസൈനേഴ്സ് ഉണ്ട്. അങ്ങനെ അവർ ഇപ്പോൾ ഒരു 1 month ആയിട്ടുള്ളൂ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ടക്കിനെ എല്ലാം എനിക്ക് എൻ്റെ ലൈഫ് ഒരു ഓൾമോസ്റ്റ് 21 വർഷത്തോളം ഞാൻ വീട്ടിനകത്ത് സ്പെൻഡ് ചെയ്തത്. ഞാനൊരു കാര്യം അത് മൊത്തത്തിൽ എടുക്കുമ്പോൾ ഈ ട്രാൻസ്പ്ലാന്റേഷൻ ആണെങ്കിലും ഡയാലിസിസ് ആണെങ്കിലും ഒക്കെ പോയതും എൻ്റെ ഒരു 16 വർഷം ഞാൻ വീട്ടിനകത്ത് നോക്കുക അത്രയും ഒരു 21. പക്ഷേ 4 വർഷം കൊണ്ട് പുഷ് ചെയ്താണ് വാട്ട് ഐ ആം ഡൺ. ഈ 4 വർഷം കൊണ്ട് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റുവാണെങ്കിൽ എനിക്കൊരു 2 വർഷത്തിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് ഞാൻ അന്ന് ഇത്രയും ഒറ്റയ്ക്ക് ചെയ്യും. ഇവൻ ദ വീക്ക് മാഗസിൻ എന്ന് പറയുന്ന മാഗസിൻ്റെ ഫ്രണ്ട് ഫോട്ടോ ഓൾ ഇന്ത്യ വന്നിട്ടുണ്ട്. ദ വീക്ക് മാഗസിൻ കഴിഞ്ഞ ഓഗസ്റ്റിൽ വന്നിട്ടുണ്ടായിരുന്നു. സോ അതുവരെയൊക്കെ എനിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ ഒറ്റയ്ക്ക് എനിക്ക് ഇത്രയും പറ്റിയിട്ടുണ്ടെങ്കിൽ എനിക്കൊരു കൂടെ ഒരു സപ്പോർട്ട് സിസ്റ്റം ഉണ്ടെങ്കിൽ വാട്ട് ഐ ക്യാൻ അച്ചീവ് എന്നുള്ളത് എനിക്ക് ഡ്രീം ചെയ്യാൻ പറ്റും. ഇപ്പം തന്നെ ഗ്ലോബലി എനിക്കൊരു ബ്രാൻഡിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്, എന്നെ തന്നെ ബ്രാൻഡിങ് ചെയ്യിപ്പിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നുണ്ട്. സോ അവിടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എക്സ്പീരിയൻസ് ചെയ്യുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ് എയിം. അത് ഇനിയും മുന്നോട്ട് തന്നെ വരും. ഞാനൊരു ഓൺടർപ്രണർഷിപ്പിൽ എന്നെ സ്പാർക്ക് ഒത്തിരി ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്, ഓരോരുത്തരുടെ സ്റ്റോറീസും ഇൻസ്പയർ ചെയ്തിട്ടുണ്ട്. സന്തോഷം. പക്ഷേ ഇന്ന് ഞങ്ങൾക്ക് നേരെ തിരിച്ച് എക്സ്പീരിയൻസ് ഞങ്ങളെ എല്ലാവരും ഷാമിന് ഇൻസ്പയർ ചെയ്തു. കാര്യം ഒത്തിരി ആൾക്കാരുടെ അടുത്ത് ഞാൻ വലിയ വലിയ ആൾക്കാരുടെ അടുത്തൊക്കെ പോകുമ്പോഴും പൊളിറ്റീഷ്യൻസിൻ്റെ അടുത്താണെങ്കിലും ഒരുപാട് വലിയ ആൾക്കാരുടെ അടുത്ത് പോകുമ്പോഴാണെങ്കിലും അവർക്കൊക്കെ ഫൈനാൻഷ്യൽ റിസ്ക് ഉണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യാനുള്ള. പക്ഷേ എനിക്ക് എൻ്റെ ലൈഫിൽ റിസ്ക് എനിക്ക് അങ്ങനെ തോന്നുന്നില്ല. ഓക്കെ, ഇതൊക്കെ എന്നെ സംബന്ധിച്ച് ചെറിയ കാര്യങ്ങളാണ്, ഇതൊക്കെ ഞാൻ അച്ചീവ് ചെയ്യും. ഇവിടെ നിയർലി ഇമ്പോസിബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളും, ലീഗലി ചലഞ്ചസ് ഉള്ള പല കാര്യങ്ങളും ഞാൻ അച്ചീവ് ചെയ്തിട്ടുണ്ട്. ഓൾറെഡി ഈ പറഞ്ഞ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പാരച്യൂട്ട് അസോസിയേഷനും FAA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തുള്ള കംപ്ലീറ്റ് ഫ്ലൈറ്റ് ആൻഡ് റെഗുലേഷൻ എല്ലാം കൺട്രോൾ ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ അടുത്തുനിന്ന് ഞാനൊരു സാധനം അച്ചീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതൊരു ചെറിയ ടേക്ക് അല്ല, എന്നെ സംബന്ധിച്ച് ഇതൊരു ഇറ്റ്സ് എ പീസ് ഓഫ് കേക്ക് ഫോർ മീ. അതൊരു വലിയ ഡീലാണെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. ലൈക്ക് ഐ എം പ്രിപ്പയർ ടു വർക്ക് ഓൺ ഇറ്റ്. സോ അതാണ് ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യ ഐ എം പ്ലാനിങ് ലൈക്ക് ഇൻ ഫ്യൂ ഇയേഴ്സ് ഐ ക്യാൻ ബിൽഡ് സംതിങ്. ഇറ്റ്സ് ഓൾ സർപ്രൈസ് ആൻഡ് എവരിതിങ്. എനിവേ, അപ്പം ഇത്രയും നാളും പറഞ്ഞതുപോലെ അല്ലാതെ വിങ്സ് ഒക്കെ വെച്ച് പറക്കാൻ പാകത്തിന് നല്ല സ്പോൺസേഴ്സിനെ കിട്ടിട്ടെ, നല്ല കുറെ വ്യക്തികളെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ല. ഞാൻ തന്നെ ബിൽഡ് ചെയ്യണം, ഞാൻ തന്നെ ഉണ്ടാക്കണം എന്നുള്ളതാണ് ഞാൻ ചിന്തിക്കുന്നത്. അത്രയും അത് ഫ്ലൈ ചെയ്ത് വന്നു കഴിയുമ്പോൾ എനിക്ക് ആ മൊമെന്റിൽ ഞാൻ അമ്മയെ ഇപ്പൊ ഗസ് ചെയ്യണം, അമ്മ എങ്ങനെയായിരിക്കും, അമ്മയുടെ ആ പ്രൗഡ് എന്തായിരിക്കും. എനിക്ക് എന്താണെങ്കിലും ഈ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ട് ഏറ്റവും ആഗ്രഹം ഷാമിന്റെ അമ്മയെ കാണാനാണ്. കാരണം ഇത്രയും ഒരു മകനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു വ്യക്തി, വീടിനുള്ളിൽ മാത്രം ഇരുന്ന് പോയേക്കാവുന്ന ഷാമിനെ ഇത്രയും പുഷ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവന്ന ഒരു വ്യക്തി, ആ വ്യക്തിയെ സംബന്ധിച്ച് വളരെ പ്രൗഡാണ്. ആ വ്യക്തി ഇനിയും പ്രൗഡാക്കുക, എനിക്ക് അത്രേ പറയാനുള്ളൂ. അത് ഞാൻ ചെയ്യും, അതെനിക്ക് 100% ഉറപ്പാണ്, ഞാൻ അത് ചെയ്തിരിക്കും. കാരണം ഞാൻ ആ പാർട്ടിൽ വരുമ്പോൾ എനിക്ക് ഇമോഷണൽ പോകും. കാരണം ഞാൻ പറഞ്ഞു എനിക്ക് മമ്മിയില്ല, അപ്പോൾ അത് വെച്ച് കണക്ട് ചെയ്യുമ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. സോ ആ അമ്മയെ നമുക്ക് ഒന്നോടെ പ്രൗഡാക്കണം. ഈ ലോകം മുഴുവൻ കീഴടക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ ലോകം മുഴുവൻ ഷാമിനെ കുറിച്ച് സംസാരിക്കുന്ന രീതിയിലേക്ക് വരുമ്പോൾ ഇതുവരെ ഉണ്ടായതിനേക്കാൾ കൂടുതൽ അമ്മ ഓരോ മൊമെന്റിലും പ്രൗഡായിരിക്കും. ഷാം ജീവിച്ചിരിക്കുന്ന ഓരോ ഡേയ്സിലും അമ്മ പ്രൗഡ്. അപ്പോ ഇനി നമ്മൾ അതിനേക്കാൾ അപ്പുറം ഒരു അച്ചീവ്മെന്റ് നേടിയിട്ട് നമുക്ക് ഒന്നോടെ ഹോട്ട് സീറ്റിൽ വന്നിരിക്കണം. അന്ന് എനിക്ക് സൈഡിൽ അമ്മയെ കൂടി കൊണ്ടുവരണം. ഓക്കെ, അത് അവിടെയാണ് എന്നെ APJ അബ്ദുൽ കലാമിന്റെ ഒത്തിരി കോട്സ് ഒക്കെ എന്നെ ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കാര്യം ദ മാൻ ഹു ഹാവ് ദ വിങ്സ്. അപ്പോൾ അതാണ് ആ വിങ്സ് ഉണ്ട്. പിന്നെ മറ്റേ ടൂത്ത്ലെസ് എന്ന് പറഞ്ഞ മറ്റേ ഹൗ ടു ട്രെയിൻ എ ഡ്രാഗൺ, ആ പറഞ്ഞ കുറേ കാര്യങ്ങൾ. അപ്പം എനിക്കിപ്പോഴും എന്നെ ഞാൻ ചിന്തിക്കുമ്പോൾ, എന്നെ ഞാൻ ഇമാജിൻ ചെയ്യുമ്പോൾ, ഫ്ലൈ ചെയ്യുന്നതിൽ ഇമാജിൻ ചെയ്യുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും ഞാൻ പറക്കാൻ പോവുകയാണ്. അതിന് മുകളിൽ, ആകാശങ്ങളുടെ മുകളിൽ ഞാൻ പറക്കും, ആ ലെവലിൽ തന്നെ പറക്കും. ഇപ്പൊ ഇതുവരെ പറന്നതല്ല, അതിന് മുകളിൽ ഒരു സാധനം ഞാൻ പറക്കും, എത്രയും പെട്ടെന്ന് സാധിക്കും ഉറപ്പായിട്ടും 100%. ഇപ്പൊ ഞാൻ തുടക്കത്തിൽ പറഞ്ഞില്ലേ, വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ളൊരു സ്റ്റോറി ആയിരിക്കും. ഒരു ഓൺട്രപ്രണർ യാത്രയേക്കാൾ ഉപരി ഒരു ജീവിതത്തിനോട് മത്സരിച്ച് വിജയിച്ചൊരു യാത്രയായിരിക്കുമെന്ന് സ്വാഭാവികമായിട്ടും കണ്ടിരിക്കുന്ന എനിക്ക് 100% ഉറപ്പാണ്. ഈ എപ്പിസോഡ് കണ്ടിരിക്കുന്ന എല്ലാവരുടെയും കണ്ണൊരു ഒരു ചെറുതായിട്ടെങ്കിലും നനഞ്ഞിട്ടുണ്ടാകുമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഷാം നാളെ ആ ഒരു വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചിട്ട് ഷാമിന്റെ അമ്മയുടെ ഒപ്പം ഇതേ ഹോട്ട് സീറ്റിൽ വന്നിരിക്കുന്നത് നമുക്ക് ഒന്നോടെ കാണാം. അതുവരെ ബൈ. താങ്ക് യു സോ മച്ച്.